ശുശ്രൂഷന്റെ പിതാവായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആയിരിക്കുന്ന ദേശത്ത് ഹല്ലേലൂയ 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 പിതാവേ ഹല്ലേലൂയ സ്തോത്രം അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും വലിയ വീര്യപ്രവൃത്തികളും പോകുന്ന ഇടങ്ങളിൽ വ്യാപിക്കുന്ന സകല ഇടങ്ങളിൽ സംഭവിക്കട്ടെ പിതാവേ. അങ്ങ് അപ്രകാരം തന്നെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിലൂടെ അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യം വെളിപ്പെടുത്തുന്നതിന് നന്ദി പറഞ്ഞ പിതാവ് ഒരിക്കൽ കൂടി ഞങ്ങളെ എല്ലാവരെയും പൂർണ്ണമായി വിട്ടിരുന്നാഥ അങ്ങയുടെ ഹിതപ്രകാരം മുന്നോട്ട് ജീവിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ ഹിതത്തിനനുസരിച്ച് ഞങ്ങളെ അങ്ങ് വിധേയപ്പെടുത്തി ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങയുടെ ഇഷ്ടം തന്നെ ഞങ്ങൾ നിറവേറട്ടെ പിതാവേ. ഒരിക്കൽ കൂടി ഞങ്ങളെ സമർപ്പിക്കുന്നു. സ്വർഗം തോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് നന്ദി പറഞ്ഞു സകലതും യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നന്ദി കർത്താവേ, ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇന്ന് പ്രാർത്ഥിച്ച ബ്രദറിന്റെ കുടുംബത്തെ ഞാൻ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം സകല നന്മകളാലും നമ്മളെ നിറയ്ക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. എന്റെ കൂടെ വിശ്വസിക്കുന്നവരെല്ലാം ഇന്ന് മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് എന്റെ കൂടെ ഇപ്പോൾ തന്നെ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എന്റെ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതുകൊണ്ട് ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാവിനോ എന്റെ മേൽ അനുവാദം ഇല്ല. ജാതികളുടെ നടുവിലുള്ള സന്തതികളെയും വംശങ്ങളുടെ മധ്യ എന്റെ പ്രജയം അറിയും. എന്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയും യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം എന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. വലിയ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുന്ന സമയമാണ്. വലിയ കൃപകളെ ഇന്ന് അനുഭവിക്കുന്ന സമയമാണ്. നമുക്ക് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. കർത്താവ് നമുക്ക് വേണ്ടി വലിയ നന്മകളെ ഒരുക്കുന്നല്ലോ. ആമേൻ. തുടർമാനമായി നമ്മൾ കർത്താവിന്റെ വചനം കേട്ട് പ്രാർത്ഥനയിലും ആത്മാവിലും ശക്തിപ്പെട്ടു വരുന്നു. വലിയ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും കർത്താവ് വാക്ക് മാറാത്ത ദൈവം, ഇന്നും അത്ഭുതങ്ങളുടെ ദൈവം, ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവം. കൊല്ലത്തെ മീറ്റിംഗ് വളരെ വളരെ അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് വലിയൊരു ഓവർഫ്ലോയിങ് അനോയിന്റിങ് പരിശുദ്ധാത്മാവ് ചെയ്യുവാൻ ഇടയായിത്തീർന്നു. എത്ര പേര് ആ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന്, എത്ര പേര് ആ പ്രാർത്ഥന കണ്ടായിരുന്നു? ആമേൻ. ഞാൻ എന്തുകൊണ്ടാണ് ഈ സാക്ഷ്യങ്ങൾ പറയണം എന്ന് പറയുന്നതിന്റെ കാരണം, ഞാൻ നമ്മുടെ ഒരു സാക്ഷ്യം ഒന്ന് കേൾപ്പിച്ചതിന് ശേഷം, നമ്മുടെ പ്രയർ ലൈനിലേക്ക് വന്നൊരു സാക്ഷ്യം കേൾപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്കൊന്ന് വീണ്ടും അതിലേക്ക് തിരിച്ചു വരാം. വചനത്തിലേക്ക് നമുക്ക് പോകാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ഇരിക്കുക. കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? പ്ലേ ചെയ്തത് കേൾക്കുന്നുണ്ടായിരുന്നു? ലൈവിലും കേൾക്കാൻ കഴിയുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിപ്പോൾ അത് പ്ലേ ചെയ്യുകയാണ്. ദൈവനാമം കർത്താവിന്റെ നാമത്തിൽ മഹത്വപ്പെടുത്തുമാറാകട്ടെ. ഓക്കെ, ഒരു സഹോദരി പറഞ്ഞൊരു സാക്ഷ്യമാണ്. ബ്രദറെ, ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി വിളിച്ചാണ്. കൊല്ലത്ത് നടന്ന മീറ്റിങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ആ മീറ്റിംഗ് പങ്കെടുക്കാൻ പറ്റില്ല. പിറ്റേന്ന് രാവിലെ ഞാൻ ആ മീറ്റിംഗ് കേട്ടത്. എനിക്ക് ഭയങ്കര വേദനയാണ്. രണ്ട് കൈക്കും വേദനയാണ്, ശരീരമൊക്കെ വേദനയാണ്, തീരെ വയ്യായിരുന്നു. ആ മീറ്റിംഗ് ഞാൻ കേട്ടു. ദൈവം എനിക്ക് സൗഖ്യം തന്നു. പൂർണ്ണ സൗഖ്യം ആയില്ലായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് രാവിലെ പുലർച്ചയ്ക്കും ആ മീറ്റിംഗ് ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് കേട്ടു. ദൈവം പൂർണ്ണ സൗഖ്യം എനിക്ക് തന്നു. ദൈവത്തിനും നന്ദി, ബ്രദറിനും നന്ദി. എല്ലാ പട്ടണത്തിലും ദൈവദാസന്റെ മീറ്റിംഗ്. ആമേൻ. ഇന്ന് ഒരു പ്രിയ സഹോദരി അയച്ചു തന്നൊരു സാക്ഷ്യമാണ്. കൊല്ലത്തെ പ്രാർത്ഥനയിൽ അത് രണ്ട് കൈകളാൽ വേദനയാൽ ഭാരപ്പെട്ട നാളുകളായിട്ടിരിക്കുന്ന സഹോദരിയായിരുന്നു. ആ സഹോദരി പ്രാർത്ഥന കേട്ടു. ആദ്യം കേട്ടിട്ടൊന്നും വ്യത്യാസം വന്നില്ല. പിന്നീടും ആ പ്രാർത്ഥനയും വചനവും സാക്ഷ്യങ്ങളും കേട്ട് കഴിഞ്ഞപ്പോൾ പൂർണ്ണ സൗഖ്യം കണ്ടോ. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നു. നമ്മൾ ഒരു സാക്ഷ്യം പറയുമ്പോൾ ഒരു മടിയും കാണിക്കുക. കാര്യം നിങ്ങളുടെ സാക്ഷ്യം കൊണ്ട് യേശുവിനെ അടുത്തൊരാളെ സൗഖ്യമാക്കേണ്ടതുണ്ട്. എപ്പോഴും ഓർത്തോണം, നമ്മളൊരു സാക്ഷ്യം ദൈവം എനിക്ക് തരുന്നത് അനേകരുടെ വിടുതലിന് വേണ്ടിയാ.
അനേകരെ സൗഖ്യമാക്കുവാനും അനേകരുടെ ജീവിതത്തെ വ്യത്യാസം വരുത്താനും വേണ്ടിയാണ് എൻ്റെ സാക്ഷ്യം. അപ്പൊ സാക്ഷ്യം നിങ്ങൾ പറയണമെന്നതിൻ്റെ നിർബന്ധം ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അതുകൊണ്ട് കാര്യങ്ങൾ പറയാം. ഞാൻ നമ്മുടെ കൊല്ലത്ത് നടന്ന സാക്ഷ്യങ്ങളെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിട്ട് നിങ്ങൾക്കത് കേൾക്കാനും കാണാനും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പ്രതികരിച്ചോണം. ഞാനിപ്പോൾ ഇത് കാണിക്കാം. വാണ്ടർത്തുനിന്ന് വരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞൊരു വാക്ക് എന്തുവാ? യേശു പ്രവർത്തിക്കുക, അല്ലേ? ഇപ്പൊ വേദന അവിടെ ഇല്ല. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഈ സാക്ഷ്യം? കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ. വേദന ഇല്ല ബ്രദറെ, പൂർണ്ണമായി മാറി. പൂർണ്ണമായിട്ടും മാറി. ആമേൻ. സഹിക്കാൻ വയ്യാതെ ഇരുന്നത് ഇവിടെ. ഓ എന്റെ യേശുവേ കൃപ. ഇപ്പൊ ഒട്ടും വേദന ഇല്ല. ഇല്ല. ഓ കർത്താവിന്റെ അത്ഭുതത്തിന് നന്ദി. സിസ്റ്റർ എത്ര നാളായിട്ട് അത് അനുഭവിക്കുന്നതായിരുന്നു? എനിക്ക് 10-15 വർഷം കൊണ്ട് ആമവാദത്തിൻ്റെതുണ്ടായിരുന്നു. എന്റെ യേശു നിങ്ങൾ കേട്ടോ? നടക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ദിവസവും ഞാൻ വേദന സഹിച്ചാണ്. നിങ്ങൾ കേട്ടെ, ആമവാരത്തിന്റെ 10-15 വർഷം കൊണ്ടുണ്ടായിരുന്ന ആ വേദനയായിരുന്നു സഹോദരിക്ക് നേരെ ചൊവ്വേ നടത്താൻ പറ്റും. ഇന്നലെ അതുകൊണ്ടാണ് പറഞ്ഞതല്ലേ സിസ്റ്റർ, എനിക്ക് വേദന കൊണ്ട് പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് വരുമല്ലേ? ഓ എന്റെ കണ്ട കർത്താവ് വില കൊടുക്കുന്നവരെ സഹായിക്കുന്ന ദൈവമാണ്. 15 വർഷമായിട്ടുണ്ട് ആമവാര നിമിത്തം ഉണ്ടായ വേദനയാണ്. ഇപ്പൊ സിസ്റ്റർ ഒട്ടും വേദന ഫീൽ ചെയ്യുന്നില്ല. ഓ എന്റെ സിസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിച്ചാണ് ബ്രദറെ ഞാൻ ഓരോ ദിവസവും കിടന്നുറങ്ങുന്നത്. ഇന്ന് പൂർണ്ണ വിടുതലായി. പൂർണ്ണ വിടുതലാണ്. ആമേൻ ആമേൻ. സിസ്റ്റർ എല്ലാവരും കരം പിടിച്ച് കർത്താവിന്. ആമേൻ. ഞാൻ ഈ സാക്ഷ്യം കേൾപ്പിക്കാൻ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രെയർ സ്റ്റേഷൻ എന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു നിയോഗം തമ്പുരാൻ തന്നതാണ്. ദൈവാത്മാവ് വ്യക്തമായി സംസാരിച്ച നിമിത്തമാണ്. നിങ്ങൾക്കറിയാം, ഇത് കേൾക്കുമ്പോൾ തന്നെ എന്നോട് ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു, ബ്രദറെ ഈ പലരും പരീക്ഷിച്ച് നിരാശപ്പെട്ടൊരു വിഷയമാണ്. പ്രത്യേകിച്ച് ലോകത്തിൻ്റെ ഏത് കേരളത്തിൽ ഇരുന്നുകൊണ്ട് പല ദൈവദാസന്മാർ പല ജില്ലയിലും ചെയ്തിട്ട് അത്ര ശോഭിച്ചില്ല എന്നോട് പലരും പറഞ്ഞു. അപ്പൊ ഇത്രയും ദൂരെ ഇരുന്നുകൊണ്ട്, കിലോമീറ്ററുകളും ദൂരെ 2 രാജ്യത്തിരുന്നുകൊണ്ട് പല രാജ്യത്തിലേക്കും ഈ വെർച്വലി ഇത് ചെയ്യുമ്പം എനിക്കറിയാവുന്ന ചില സുഹൃത്തുക്കളായിട്ടുള്ളവർ പറഞ്ഞു, നെഗറ്റീവായിട്ടല്ല അവർ പറഞ്ഞത്. അവരൊരു പറഞ്ഞു, ബ്രദർ അത് എത്രത്തോളം ആളില്ലാതെ അതിന്റെ മുൻനിരയിൽ നിൽക്കാൻ ആളില്ല, പ്രത്യേകിച്ച് ഒരു ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ നേരിട്ട് അവിടെ വരാതെ ഇത് വളരെ സക്സസ് ആകത്തില്ല എന്ന രീതിയിൽ, അതായത് എന്താ പറയുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ട് പല ആൾക്കാരും പറഞ്ഞു. ഞാൻ എന്തുകൊണ്ടാണ് അതൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ കാരണം, പരിശുദ്ധാത്മാവ് സംസാരിച്ചത് കൊണ്ടാണ്, ദൈവാത്മാവ് പറഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ആ സ്ക്രീൻ, നിങ്ങൾ കണ്ടിരിക്കുന്ന ആ സ്ക്രീൻ നമ്മൾ ഫുള്ളായിട്ട് അത് മേടിച്ചിരിക്കുന്ന, ആദ്യം നമ്മൾ റെന്റ് എടുത്തിരിക്കുന്നതായിരുന്നു. അപ്പൊ കർത്താവിന്റെ നിയോഗത്താൽ നമ്മളത് ഇനിയും മുന്നോട്ട് പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു പ്രേരണ തന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ബ്രദറെ നമ്മുടെ ക്യാമറ ചെയ്യുന്ന സൗകര്യം അതുമൊക്കെ അവർക്കെല്ലാം നമ്മൾ എന്താ പറയുന്നത്, ദൈവമക്കള് നിങ്ങൾ വിതയ്ക്കുന്നത് വളരെ അനുഗ്രഹം. നിങ്ങളുടെ വിത വളരെ വളരെ അനുഗ്രഹമാണ്. കാര്യം ഓരോ പ്രാർത്ഥനയിലും ദൈവമക്കൾ അവരുടെ ഇല്ലായ്മയിൽ നിന്നും ശൂന്യതയിൽ നിന്നും വലിയ നിങ്ങൾ കോടീശ്വരന്മാരായൊണ്ടൊന്നുമല്ല. പല സഹോദരങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്കുണ്ടായ ശേഷിപ്പുകൾ, അവർക്ക് ദൈവം കൊടുത്ത ജോലിയിൽ കൊടുത്ത നന്മകൾ മാറ്റിവെച്ച് നിങ്ങളെ കർത്താവിന്റെ നാമത്തിൽ വിതച്ചതിന്റെ റിസൾട്ടുകളാണ് ഈ കാണുന്നത്. അത് പ്രാർത്ഥിച്ചവരുണ്ട്, നാമത്തിൽ സ്വോത്രകാഴ്ചകൾ വിതച്ചവരുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിച്ച് അവിടെ നിന്ന് സഹോദരങ്ങൾ ഓരോ ജില്ലയിലും. ഞാൻ ആളുകളുടെ പേരെടുത്ത് പറയാത്തതിൻ്റെ കാരണം ആരുടെയെങ്കിലും പേര് വിട്ടുപോകുമോ എനിക്കൊരു ഭയമുണ്ട്. ഇനിയിപ്പം ഞാൻ പറയാതിരുന്നുകൊണ്ട് നിങ്ങൾക്കൊരു വിഷമം വരാതിരിക്കുന്നതുകൊണ്ട് ഞാൻ പലപ്പോഴും ആളുകളുടെ പേരെടുത്ത് പറയാത്തത്. മുൻനിരയിൽ ഓടി നടക്കുന്ന സഹോദരന്മാർ ഒത്തിരി അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവരെല്ലാം പോയി കണ്ട് ഹോളും എല്ലാം കണ്ട് അതെല്ലാം തപ്പിയെടുത്ത് അതിൻ്റെ വീഡിയോ എടുത്ത് അവരെ ആളുകളെ കണ്ട് സംസാരിച്ച് അതിനുവേണ്ടി ഓടുന്ന സഹോദരങ്ങൾ, അതിനുവേണ്ടി വിതയ്ക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, ആദ്യ സമയങ്ങളിൽ ആൾക്കാർ ഒത്തിരി പറഞ്ഞു. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മൾ പല സ്ഥലങ്ങളിൽ, കേരളത്തിലും ജില്ലയിലും പല രാജ്യത്തും ഇത് ചെയ്യുവാൻ ഇടയായി തീർന്നു. എന്തിനാണ് ഇത് പറയുന്നതിൻ്റെ കാരണം? എന്നെ വിളിച്ചിട്ട് ഈ പ്രാർത്ഥനയ്ക്കും പലരും പറഞ്ഞു, ഈ സഹോദരെ സാക്ഷി കേൾപ്പിക്കാൻ കാരണം പലരും പറഞ്ഞു, ബ്രദർ നേരിട്ട് വരുന്നുണ്ട്. ചിലരുടെ ചോദ്യം ഇതാ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ബ്രദർ നേരിട്ട് വരുന്നില്ല, യേശു വരുന്നുണ്ട്. നിങ്ങൾക്ക് യേശുവിനെ കാണാൻ വരുന്നുള്ളവർക്ക് സ്വാഗതം. അപ്പൊ ബ്രദർ ഇല്ലാത്തത് കൊണ്ട് പല ആൾക്കാരും വന്നില്ല, നഷ്ടമാണ്. കണ്ടോ? ആ സഹോദരി നമുക്കറിയാം, ഒരു സഹോദര സാക്ഷി മാത്രമല്ല കേട്ടത്, ഒത്തിരി സഹോദരങ്ങളുടെ സാക്ഷിയുണ്ട്. എല്ലാം കേൾപ്പിക്കാൻ സമയമില്ലെങ്കിൽ അത് എടുത്തു പറയാൻ കാരണം, നമ്മുടെ സൂം പ്രയറിന് മുമ്പ് ആ സഹോദരി പറഞ്ഞു, നമ്മൾ ആ സാക്ഷി പുള്ളിക്കാരി ഇതിനകത്തുണ്ട്, സഹോദരി ഇതിനകത്തുണ്ട്. ഞാൻ ആ സഹോദരിയെ കൊണ്ട് പറയിപ്പിക്കാതെ ആ സാക്ഷ്യം കേൾപ്പിക്കാൻ കാരണം സമയം നമുക്ക് ചുരുക്കം ഉള്ളത് കൊണ്ടാണ്. ഇതാകുമ്പോൾ നേരിട്ട് കാണാമല്ലോ.
കഴിവതും നിങ്ങളുടെ സാക്ഷ്യങ്ങൾ, എനിക്ക് അതിന് ശേഷം ഉണ്ടായ സാക്ഷ്യങ്ങൾ ഒരു വീഡിയോ രൂപത്തിൽ, നിങ്ങളൊരു മൊബൈൽ എടുത്ത് ക്ലിയർ ആയിട്ട് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തിരുന്നുകൊണ്ട് ഒരു വീഡിയോ രൂപത്തിൽ നിങ്ങൾ എനിക്ക് വാട്സാപ്പിലോ പ്രെയർ ലൈനിലോ അയക്കുവാണെങ്കിൽ വളരെ നല്ലത്. കാര്യം ഞാൻ ഈ സന്ദേശം ഒത്തിരി പേർക്ക് ഷെയർ ചെയ്തു, ഒത്തിരി രോഗികൾക്ക് ഇത് ഷെയർ ചെയ്യും. ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴേക്കും എൻ്റെ കമൻറ്റ് കൊണ്ടൊരു സഹോദരി 2 കൊരത്തിന് നാളുകെട്ട് വേദനയുടെ സഹോദരി സൗഖ്യമായത് കണ്ടപ്പോൾ. അപ്പം അനേകർക്ക് ഇതൊരു വിടുതലിന് വേണ്ടി നിങ്ങളുടെ സാക്ഷ്യത്തെ ഉപയോഗിക്കാം. ആൾക്കാരെല്ലാം പറയും ഇതെന്തോ നാടകമാണ്, ഇതൊക്കെ തട്ടിപ്പാന്ന്. എനിക്ക് അവരോട് തർക്കിക്കാൻ സമയമില്ല. കാരണം ജീവനുള്ള കർത്താവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. പിശാചിന് ഒരിക്കലും അത് ഇഷ്ടമില്ല. അവൻ അവൻ്റെ രീതിയിൽ പോട്ടെ, നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നു. ആമേൻ. ആ സഹോദരി തലേദിവസം പറഞ്ഞായിരുന്നു, എനിക്ക് 2 കാലിലും വേദനയാണ്, 2 പിള്ളേരെയും ഇട്ടേച്ചാണ് ഞാൻ വരുന്നതെന്നൊക്കെ. ഓർക്കുന്നില്ല, എത്ര പേർക്ക് കേട്ടായിരുന്നു പ്രാർത്ഥനയുടെ തലേദിവസം? ആ സഹോദരിനകത്തുണ്ട്. സഹോദരി അല്ലാതെ എത്ര പേർക്ക് കേട്ടു? ഞാൻ അന്നൊരു മറുപടി പറഞ്ഞു. സിസ്റ്റർ എന്നാ മറുപടി അറിയാവോ? സിസ്റ്ററെ എന്നെ കണ്ട് വരണ്ട, ആരെ കണ്ട് വരണോ? സൗഖ്യമാക്കുന്ന യേശുവിനെ കണ്ട് വരാവുള്ളൂ, ബ്രദറിനെ കണ്ട് വരരുത്. അതുകൊണ്ടാണ് പല ആൾക്കാരും വിളിച്ചു ചോദിക്കും, ബ്രദർ ഉണ്ടോ, ബ്രദർ ഉണ്ടോ, ബ്രദർ ഉണ്ടോ. ഞാൻ പറഞ്ഞു ബ്രദർ ഇല്ലാന്ന് തന്നെ പറഞ്ഞേക്കണം. എന്തിനാണെന്നറിയോ? ബ്രദറിനെ കണ്ടു വരുന്നവന് ഒന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. നിശ്ചയമായിട്ട് ഞാൻ പറയും, ബ്രദറിനെ കണ്ടു വരുന്നവർക്ക് ഒന്നും പ്രാപിക്കാം. അവരാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ യേശുവിനെ കാണാൻ വരുന്നവർ. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയാൻ കാരണം, നിങ്ങൾ ഈ പ്രയർ സ്റ്റേഷനിലേക്ക് ഒരു പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിന്റെ അകത്തോട്ടാണ്. അതുകൊണ്ടാണ് അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി, അവിടെ നമ്മളൊരു വെർച്വൽ ഒരു ടി വിയിൽ നിന്നുകൊണ്ട് ഒരാൾ അപ്പുറത്ത് കുറച്ച് ആൾക്കാരിയ്ക്കുന്നു. ഇതൊക്കെ ശാശ്വതമല്ല, ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല മാനുഷികമായി നോക്കി. എന്നാൽ പരിശുദ്ധാത്മാവ് ജനത്തോട് സംസാരിക്കുന്നു, അവരോട് പ്രവചിക്കുവാൻ ദൈവം നിയോഗം തരുന്നു, ദൈവം അവരെ രോഗികളെ സൗഖ്യമാക്കുന്നു. അത് മാത്രമല്ല, അവിടെ ഇരുന്ന സഹോദരങ്ങൾക്ക് കൃപാവരങ്ങൾ തുറന്നു കിട്ടി, അവരുടെ പ്രവചന വരങ്ങൾ ആക്റ്റീവായി. അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥന ശേഷം അജാസ്റ്റൊക്കെ പറഞ്ഞു അവിടെ രോഗികൾക്ക് വേണ്ടി കൂട്ടമായി പ്രാർത്ഥിച്ചു, കൂട്ടമായി രോഗികൾ സൗഖ്യമാകുന്നത് കേൾക്കാനും കാണാം. അതിൻ്റെ ഒരു സാക്ഷ്യമാണ് ഇന്നലെ ആ സഹോദരി ഇട്ടിരുന്നത്. ആമേൻ. അപ്പം നിങ്ങൾ ഇത്രത്തോളം അതും ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവിൻ്റെ നാമത്തിൽ ഇടിവിൽ നിൽക്കുവാനും നമുക്ക് ലഭിക്കുന്ന ഭാഗ്യമായൊരവസരമാണ് പ്രയർ സ്റ്റേഷൻ. ഞാൻ ഇപ്പോഴും പറയുന്നു, നിർബന്ധമില്ല, ഹൃദയത്തിൽ പ്രേരിപ്പിക്കുന്നവർ എനിക്കതിൻ്റെ ഒരു ഭാഗമാകണം, ഞാനൊരു സഭയുടെ ഭാഗമാകുമല്ല, യേശുവിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമാകുവാണ്. ആ സഹോദരി വേദനയും വെച്ചോണ്ട് ട്രിവാൻഡ്രത്ത് നിന്ന് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുണ്ട്, ബ്രദറിനെ കണ്ട് വരരുത്, യേശുവിനെ കണ്ടുവാ. ആ സഹോദരി പറഞ്ഞില്ലേ, 15 വർഷമായിട്ട് ആമവാദമായുള്ള വേദനയായിരുന്നു, യേശു അത്ഭുത സൗഖ്യം ചെയ്ത സാക്ഷ്യമാണ് നാം കേട്ടത്. ആമേൻ. എൻ്റെ പ്രിയരെ, നമ്മൾ ഓരോ നിയോഗങ്ങളെ ചെറുതായി കാണരുത്. ഞാൻ എപ്പോഴും പറഞ്ഞു, 2 പേരെ ഉള്ളെങ്കിലും നമ്മൾ പ്രാർത്ഥന നടത്തും. കാര്യം ദൈവാത്മാവ് സംസാരിച്ചത് കൊണ്ടാണ്. ദൈവാത്മാവ് സംസാരിച്ചു, അതിൻ്റെ അകത്ത് റിസൾട്ട് നമുക്ക്. എനിക്കറിയാം നിങ്ങളെക്കാളും ദൈവകൃപയാൽ തിരക്ക് എനിക്ക് പറഞ്ഞാൽ ഞാനുണ്ട്. കാര്യം അവിടെ നമ്മുടെ ഇന്ത്യൻ സമയം 10:30 പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഞാനൊരു 3:30 ഇവിടെ എടുക്കും. അതിരാവിലെ 3:30 ഞാൻ എണീക്കണം. മിനിമം ഒരു 4 മണിക്കെങ്കിലും ഞാൻ എണീക്കണം. അതിരാവിലെ എണീറ്റ് ആ പ്രാർത്ഥന തുടങ്ങിയതിന് ശേഷം ഞാൻ ഇത് പറയുമല്ല, തിരക്കിൻ്റെ പറയാം, നമുക്ക് ദൈവനിയോഗത്തെ നമ്മൾ സീരിയസ് ആയിട്ട് കാണണം. അന്ന് വൈകിട്ട് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, ശനിയാഴ്ച വൈകിട്ട്. ശനിയാഴ്ച നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ സൺഡേ മീറ്റിംഗ് ഉണ്ട്. ആലോചിച്ച് നോക്കി, ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഉടനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ വണ്ടി എടുത്തുകൊണ്ട് സൺഡേ പ്രാർത്ഥന കഴിഞ്ഞ് വീണ്ടും നൈറ്റ് ഡ്യൂട്ടി. കണ്ടോ, എനിക്ക് വേണേൽ മാറ്റി വെക്കാമായിരുന്നല്ലോ. കർത്താവ് ഈ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴേലും പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാ, നമ്മൾ വില കൊടുക്കണം. ഞാനിത് ചെയ്തത് കൊണ്ടോ ഇത് ചെയ്തുകൊണ്ടോ ഞാൻ മഹത്വം പറയുമല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ചില സമയത്തെടുക്കുന്ന സ്ട്രഗിളുകൾ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, പിന്നത്തേതിൽ നമുക്ക് കംഫർട്ട് സോണുകളൊക്കെ നമ്മൾ തകർക്കണം. നമ്മളൊരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരണം. ചിലർ പറയും എല്ലാം റെഡിയായി വരുമ്പോൾ ബ്രദറെ ഞാൻ പ്രാർത്ഥന, അവിടെ ഇരിക്കത്തുള്ളൂ. നിങ്ങൾ ഒരിക്കലുമില്ല. യേശുവിൻ്റെ പ്രത്യേകത, ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത, പത്രോസ് ലീഗ തൻ്റെ വള്ളവും വലവും എറിഞ്ഞിട്ട് യേശുവിന് പറയാൻ വന്നത്. ശിഷ്യന്മാരെല്ലാം വില കൊടുത്തവരാ. അതുകൊണ്ട് അവർക്ക് മേൽത്തരം അവർ പറഞ്ഞു, കർത്താവ് എല്ലാം വിട്ടേച്ചാ ഞങ്ങൾ വരുന്നത്. കണ്ടോ, ഉണ്ടായിരുന്ന വരുമാനം അവർക്ക് നാളെ ജോലിക്ക് പോയില്ലേ, വീട്ടിൽ അടുപ്പ് പുകയത്തില്ല. യേശുവിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നാട്ടുകാർക്ക് എന്നാ കിട്ടും? ഈ ചോദ്യങ്ങൾ ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം കളഞ്ഞിട്ടാണ് വരുന്നത്. യേശു ഒന്നും കൊടുത്തിട്ടല്ല. ഒരു കാര്യം, ബാങ്കിലോട്ട് ഞാൻ ഇപ്പോൾ ഒരു അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ ഇട്ടേക്കാം, നാളെ മുതൽ വാന്ന് പറഞ്ഞൊന്നുമില്ല. ഒറ്റ അത്ഭുതമേ കൊടുത്തുള്ളൂ അവർക്ക്. ആ മീൻ നിറച്ച് അത് എത്ര ദിവസം കൊണ്ട് നിൽക്കും? ഒരാഴ്ച കൂടിപ്പോയി നിൽക്കുമായിരിക്കും. ഫ്രീസറൊന്നുമില്ല, പോട്ടെ 2 ദിവസം കൂടുതൽ ആ മീൻ നിൽക്കത്തില്ല, ചീഞ്ഞു പോകും. കണ്ടോ, ആ മീൻ നിറയ്ക്കാൻ പറ്റുന്ന ഇന്ന് ഫ്രീസർ വെച്ചാൽ പോലും നമുക്ക് എത്ര നാൾ നിൽക്കും? പക്ഷെ അവരിറങ്ങിയത് റിസ്ക്കാണ്. അബ്രഹാം ഇറങ്ങിയത് റിസ്ക്കാണ്. ചില സമയത്ത് നമ്മൾ വില കൊടുക്കണം. ഞാനിത് പറയാൻ കാര്യം, സഹോദരങ്ങളെല്ലാം ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ അവിടെ എത്തിയപ്പം വളരെ സന്തോഷം തോന്നി. കാരണം ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. കാര്യം യേശുവിനെ കണ്ടു വന്നവരവരെല്ലാം, ഓരോ പ്രയർ സ്റ്റേഷനിലും വരുന്നവരെല്ലാം യേശുവിനെ കണ്ടു വരുന്നവരാ.
യേശുവിനെ കണ്ട്. കാര്യം അവർക്കറിയാം അവിടെ ബ്രദർ വരുന്നില്ല, നെറ്റ്വർക്കിന്റെ വിഷയം കാണും, ഒത്തിരി പ്രോബ്ലങ്ങൾ കാണും, എല്ലാ കാര്യങ്ങളും കാണും. പക്ഷേ യേശു അവിടെ ഉണ്ടെന്ന് ഓർത്ത് വന്നവരാ. ഞാൻ നിങ്ങളെല്ലാം ഓർത്ത് നിങ്ങൾ ആ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുമ്പോൾ യഹോവ ദേശത്തെ നശിപ്പിക്കത്തില്ല, അറിയാവൂ. നിങ്ങൾ നിമിത്തം തമ്പുരാൻ ദേശത്തെ അനുഗ്രഹിക്കുകയും. അതുകൊണ്ട് ഞാൻ ഓരോ രാജ്യത്തുള്ളവരെ, എല്ലാ പട്ടണത്തിലുള്ളവരെ, നിങ്ങൾ സഭാവ്യത്യാസമില്ലാതെ, ഇതൊരു വലിയ പരിശുദ്ധാത്മ നിയോഗമാണ്. 2026 പരിശുദ്ധാത്മാവ് നിങ്ങളെ ടേൺ ചെയ്യിപ്പിക്കുന്ന വർഷമാണ്. ദൈവത്തിന്റെ കരത്തിലോട്ട് വന്ന് കയറുക. നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായി ദൈവം നമ്മളെ ഉപയോഗിക്കും. ആമേൻ. ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് പോവാണ്. എൻ്റെ ഇത് പറയാൻ കാരണം, ഇനി അടുത്ത പ്രാർത്ഥന കോട്ടയത്തുണ്ട് 28-ാം തീയതി. ദൈവത്തെ ഓട്ട് അടുത്ത എല്ലാ പ്രയർ സ്റ്റേഷന്റെ പ്രാർത്ഥനകളൊന്നും നിങ്ങൾ ബ്രദർ ഉണ്ടോ എന്ന് ആരും വിളിച്ചു ചോദിക്കേണ്ട. ബ്രദർ വരുന്ന മീറ്റിങ്ങിന് മാത്രം പറയും, മാർച്ച് മാസം ഞാൻ വരുന്നുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അതില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, യേശു ക്രിസ്തുവിൽ അവിടെ ബ്രദർ ഉണ്ടേലും ഇല്ലേലും യേശു പ്രവർത്തിക്കും. ശ്രദ്ധിച്ചാൽ മതി. ബ്രദർ ഉണ്ടേലും ഇല്ലേലും യേശു, എൻ്റെ ബ്രദർ ഉണ്ടേലും ഇല്ലേലും, വന്നാലും ഇല്ലേലും യേശു എന്ത് ചെയ്യും? പറ. യേശുവിനെ കണ്ടു വേണം ജീവിക്കാൻ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ കണ്ടു വേണം നമ്മൾ വിശ്വാസ ജീവിതത്തിൽ മൂവ് ചെയ്യുവാൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായി ഫലം കഴിക്കാൻ പറ്റും. പലർക്കും പറ്റിപ്പോയ കുഴപ്പമില്ല. പാസ്റ്റർമാരും ബ്രദർമാരും പുരോഹിതന്മാരും ഒക്കെ നമ്മുടെ വിഷയം. അതുകൊണ്ട് എന്നാ പറ്റുന്ന അറിയാം, നമുക്ക് ഒരു പരിധിക്ക് അപ്പുറം കയറാൻ പറ്റുന്നില്ല. എത്ര വർഷമായല്ലേ നമുക്ക് കയറാൻ പറ്റാത്ത കാരണം എന്നറിയാം, നമ്മുടെ മനസ്സിൽ ഇപ്പോഴും വിഗ്രഹാരാധനയാണ്. നമ്മുടെ മനസ്സിൽ ഇപ്പോഴും വിഗ്രഹങ്ങളാണ് പല ദൈവദാസന്മാരും. അതുകൊണ്ട് നമുക്ക് യേശുവില്ല, പകരം വിഗ്രഹാരാധന പാപമാണ്. വിഗ്രഹങ്ങൾ തകരട്ടെ, യേശു ജീവിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ബ്രദറെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് മുന്നോട്ട് പിന്നെയും കർത്താവിൽ ശക്തിപ്പെടണം, പ്രാർത്ഥനയിൽ ശക്തിപ്പെടണം. നമുക്ക് വാഗ്ദത്തങ്ങൾ അനേകം പ്രാപിക്കാനുണ്ട്. ആമേൻ. ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് പോകാം. ഇപ്പൊ കോട്ടയത്ത് 28-ാം തീയതി പ്രാർത്ഥന നടക്കുന്നു. നമ്മളിപ്പം ആളുകൾ പറഞ്ഞത് വെച്ച് 100 പേരുടെ ഹോളാണ് പറഞ്ഞിരിക്കുന്നത്. സൗരങ്ങൾ ദിവസം പറഞ്ഞ് ഏകദേശം ആയെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു 100 ആയാലും 200 ആയാലും 300 ആയാലും 50 ആയാലും എത്രയായാലും കർത്താവിന്റെ നാമത്തിൽ ആത്മാവ് പ്രേരിപ്പിക്കുന്നവരെല്ലാം വരിക. എനിക്ക് ആ ദേശത്ത് ആദ്യം മനസ്സിലുണ്ടായിരിക്കണം, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഞാൻ വരിക. കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ എനിക്ക് നിയോഗമുണ്ട്, ഞാൻ വരിക. അവിടെ അന്യഭാഷ പ്രാർത്ഥിക്കും. ദൈവ ആലോചന പറഞ്ഞാൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യും. ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ദൈവ ആലോചന തരുന്ന ദൈവം. ഞാൻ അത് തന്നാൽ എന്ന് പറയുന്ന ആളല്ല, ദൈവ ആലോചനയുടെ ദൈവം. അതുകൊണ്ടാണ് അവിടെ വന്ന സഹോദരങ്ങളുടെ പേര് വിളിച്ചും അവരുടെ കാര്യങ്ങളും ഒക്കെ വെളിപ്പെടുത്തിയൊക്കെ ദൈവ ആലോചന തരുന്ന ദൈവം. 2 ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ വെറും കൈയോടെ 5000 പുരുഷന്മാർ വന്ന് അപ്പമില്ലാതെ മടങ്ങിപ്പോയപ്പം കർത്താവിന് അവരെ വെറും കൈയോടെ മടക്കാൻ അവർക്ക് ആഗ്രഹമില്ല. ഇവരെനിക്ക് ഇങ്ങനെ അയക്കാൻ പറ്റുന്നില്ല. അങ്ങനെയെങ്കിൽ അവർ വഴിയിൽ വീണു പോകുന്നവർ. അപ്പൊ നമ്മളെക്കുറിച്ച് വിചാരമുള്ളൊരു യേശുവാണ്. അവൻ പട്ടണങ്ങളിൽ പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ. ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇന്നലെ രാത്രിയിൽ പ്രാർത്ഥനയ്ക്ക് മുമ്പ്, പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ കയറുന്നതിന് മുമ്പ് എൻ്റെ ഉള്ളത്തിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, എറണാകുളത്തിന് എല്ലാ മാസവും പ്രയർ സ്റ്റേഷന്റെ പ്രാർത്ഥന തുടർമാനമായി വെക്കുവാൻ നിയോഗം വന്നു. എറണാകുളത്ത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നാട് കോട്ടയമാണ്. എങ്കിൽ പോലും എറണാകുളത്ത് നമുക്ക് നമ്മുടെ സഹോദരങ്ങളല്ലാതെ വേറെ ബന്ധങ്ങളൊന്നുമില്ല, 1-2 പേരെ അറിയാമെന്നല്ലാതെ. പക്ഷേ കർത്താവ് ആ പട്ടണത്തിൽ പ്രാർത്ഥന എല്ലാ മാസവും പ്രയർ സ്റ്റേഷൻ, അന്യഭാഷാ പ്രാർത്ഥന, വിടുതൽ മീറ്റിങ്ങുകൾ ഇതുപോലെ തന്നെ വെർച്വലി ചെയ്യാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിൽ താല്പര്യമുള്ളവർ വരിക. ദൈവം നിങ്ങളോട്, ഞാൻ വിശ്വാസം പറയുകയാണ്, സംസാരിക്കും. ആത്മാവിൽ പറയുന്ന കർത്താവ് നിങ്ങളെ തൊടും. അതുകൊണ്ട് ആഗ്രഹമുള്ളവർ പങ്കുചേരുക. ദേശത്തെ വിടിവിക്കുവാൻ ദൈവം നിങ്ങൾ. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷം. കാര്യം സഹോദരങ്ങളുടെ മേലെ പകർച്ചയുണ്ട്. അവർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം അവരിലൂടെ സൗഖ്യങ്ങളെ യേശു ചെയ്യുന്നത് കാണാൻ പറ്റി. അവരിലൂടെ ഭൂതങ്ങൾ വിട്ടുപോകുന്നത് കാണാൻ പറ്റി. അവർ പ്രവചിക്കുന്നത് കാണാൻ പറ്റി. ഈ എല്ലാ പ്രയർ ഞാൻ കണ്ട കാര്യമാണ്. പകർച്ച ഉണ്ടാകും. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, അനേകരുടെ മേലൊരു പകർച്ച ഉണ്ടായെന്ന് പറ. അപ്പൊ ദൈവരാജ്യത്തിന്റെ പകർച്ച ഉണ്ടാകുകയാണ്. അതിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. അതുകൊണ്ട് എല്ലാം വിട്ടുകളഞ്ഞിട്ട്, സകലതും വിട്ടുകളഞ്ഞ് യേശു എന്ന ഏക സത്യ ദൈവത്തിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. രക്ഷയുടെ അനുഭവത്തിലേക്ക് നടക്കുക. ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് പോകാം. അനാവശ്യമായിട്ട് മൈക്കുകൾ മ്യൂട്ടാക്കരുതേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കുക. 28-ാം തീയതി നമുക്ക് പ്രയർ സ്റ്റേഷൻ കോട്ടയത്ത് പ്രാർത്ഥനയുണ്ട്. ദൈവം അത്ഭുതങ്ങളാൽ നടക്കുക തന്നെ ചെയ്യും. ആമേൻ. വേഗത്തിൽ ഞാനൊരു വാക്യം എടുക്കാം. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ സൺഡേ മീറ്റിംഗ് കേട്ടപ്പം ബെന്നി ബ്രദറായിരുന്നു അവിടെ ശുശ്രൂഷിച്ചത്. അപ്പൊ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഉള്ളത്തിൽ ആ വചനം കേട്ടപ്പോൾ എൻ്റെ ഉള്ളത്തിലുണ്ടായ ഒരു പ്രേരണ ഞാനതൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുവാണ്. പത്രോസ് ശ്ലീഹായുടെ ലേഖനം, പരിചിതമായ വാക്യമാണ്. 1 പത്രോസ് ശ്ലീഹായുടെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ ഇങ്ങനെ കൊടുത്ത് നമുക്കറിയാവുന്ന വാക്യമാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും
അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പൗരോഹിത്യ വർഗവും വിശുദ്ധ ജനവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. കേട്ടോ, വാക്യം കേട്ടോ. നമ്മൾ എവിടുന്ന് വന്നവരാ? അന്ധകാരത്തിൽ നിന്ന് വന്നവരാ. നമ്മൾ എങ്ങോട്ടാ ഇരിക്കുന്നത്? അത്ഭുത പ്രകാശം. അതുകൊണ്ടാണ് കൊല്ലം പട്ടണത്തിൽ അത്ഭുത പ്രകാശത്തിന്റെ ശക്തിയാണ് അവിടെ വെളിപ്പെട്ടത്. ആ ഓരോ വ്യക്തികളും അവരുടെ രോഗങ്ങൾ, അവരുടെ പ്രതിസന്ധികൾ, അവരുടെ രോഗശക്തികൾ, ബന്ധനങ്ങൾ, അവരുടെ കെട്ടുകളെ ദൈവാത്മാവ് എന്ന പ്രവചനാത്മാവിലൂടെ ആ സഹോദരരുടെ വിഷയത്തെ ഞാൻ ഇപ്പോഴും ഓർക്കുമായിരുന്നു. ആ സഹോദരരുടെ പേര് വെളിപ്പെട്ട് അവർ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു കുരുക്കിൻ്റെ അകത്ത് ദൈവാത്മാവ് അത് വെളിപ്പെടുത്തി ആ ബന്ധനത്തെ തമ്പുരാൻ അഴിച്ചു. കണ്ടോ? അത്ഭുത പ്രകാശത്തെ തമ്പുരാൻ വെളിപ്പെടുത്തി. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ആമേൻ. നോക്കിക്കേ, ഇവിടെ ഞാൻ ഇന്ന് രാജകീയ പൗരോഹിത്യ വർഗം, ഈ രാജകീയ അഭിഷേകത്തെ പറ്റി ഇന്ന് സംസാരിക്കുവാനാണ് ആഗ്രഹം. നമുക്ക് എല്ലാവരുടെ മേലൊരു രാജകീയ പൗരോഹിത്യം. പഴയ നിയമത്തിൽ ഇത് രണ്ട് അഭിഷേകമായിരുന്നു. ഒരു തവണ നമ്മളിത് ഷെയർ ചെയ്താണ്. എങ്കിലും ഇന്ന് എൻ്റെ ഉള്ളത്തിൽ നിയോഗം വന്നതുകൊണ്ട് ഞാൻ അങ്ങ് പറയുവാണ്. പഴയ നിയമത്തിൽ 2 അഭിഷേകമാണ്. പഴയ നിയമത്തിൽ ഇത് രണ്ടാണ്. പുരോഹിതന് വേറെ അഭിഷേകം, രാജാവിന് വേറെ അഭിഷേകം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇത് രണ്ടും നമുക്ക് കിട്ടി. റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്ന ദൈവികമായ 2 അഭിഷേകം കിട്ടി. അപ്പൊ ഈ 2 അഭിഷേകം കിട്ടിയിട്ടും പലപ്പോഴും നമ്മളിപ്പോഴും ഞായറാഴ്ച ക്രിസ്ത്യാനിയായിട്ടൊരു പാട്ടൊക്കെ പാടി 2 അന്യഭാഷയൊക്കെ പറഞ്ഞ് സ്വോത്രമൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ പ്രതികൂലത്തിന്റെ അകത്തും പ്രശ്നത്തിന്റെ അകത്തും അവിടുന്ന് ഇവിടുന്ന് എല്ലാം നമ്മൾ പോരാട്ടം ബന്ധനം പറഞ്ഞിരിക്കുക. ഇവിടെയാണ് രാജകീയ അഭിഷേകത്തെ ഉപയോഗിക്കണം. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, അഭിഷേകത്തെ ഉപയോഗിക്കണമെന്ന് പറ. അനേകർ എന്ത് ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ, അനേകർക്ക് പറ്റുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ അനേകര് അഭിഷേകമുണ്ടെങ്കിലും അഭിഷേകത്തെ ഉപയോഗിക്കുന്നില്ല. അല്ലെങ്കിൽ അഭിഷേകത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അനേകർക്ക് അറിയത്തില്ല. അതുകൊണ്ട് എന്നാ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അഭിഷേകം എന്ന് പറയുന്നത് അന്യഭാഷ പറയുന്നത് മാത്രമാണെന്ന് വിചാരിച്ചുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യും? അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. എന്താണ് അഭിഷേകം, എന്താണ് ആത്മാവിന്റെ നടത്തിപ്പുകൾ നമ്മൾ കേൾക്കാൻ വേണ്ടി എങ്ങനെ രാജകീയ അഭിഷേകത്തെ ഉപയോഗിക്കുന്നത്. ആമേൻ. അതിനായിട്ട് ഞാനൊരു വാക്യത്തിലേക്ക് ഇന്ന് പോകാം. നമുക്ക് രാജകീയ അഭിഷേകത്തിന്റെ തുടക്കം, അല്ലെങ്കിൽ തുടക്കം എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ഒരു തലങ്ങളെ, അത് യൂസ് ചെയ്ത ഒരാളെ നമുക്കൊന്ന് ബൈബിളിൽ പരിചയപ്പെടുത്താം. അതിനു മുമ്പായിട്ട് ഞാൻ സങ്കീർത്തനം 18-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ എന്റെ ദീപത്തെ കത്തിക്കേണ്ടത്, യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. രാജകീയ അഭിഷേകത്തിന്റെ പ്രത്യേകത പടക്കൂട്ടങ്ങളുടെ നേരെ ചെല്ലും. കണ്ടോ? രാജകീയ അഭിഷേകമുള്ള വ്യക്തികൾ, അപ്പോൾ ഒരു പടക്കൂട്ടം വന്നാൽ അതിന്റെ എതിരെ പോയാൽ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ തകർന്നു പോകത്തില്ലേ? സാധാരണ പടക്കൂട്ടങ്ങൾ വരുമ്പോൾ ആളുകൾ ഒളിച്ചോടുക. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും. ശരിക്കും നോക്കി, എന്റെ കൂടെ പറയാവോ? എന്റെ കൂടെ എന്ന് പറഞ്ഞേ, ഞാൻ പടക്കൂട്ടങ്ങളെ ചാടിക്കിടക്കുമെന്ന് പറ. ഒരിക്കലും നമുക്ക് ഒരിക്കലും ഒരു പടക്കൂട്ടത്തെ ജയിക്കാനുള്ള കപ്പാസിറ്റി ഒരു മനുഷ്യനില്ല. ഒരു മനുഷ്യന് ഒരു പടക്കൂട്ടത്തെ ജയിക്കാൻ കപ്പാസിറ്റി ഇല്ല. പടക്കൂട്ടം വരുമ്പോൾ ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ പരാജയം സമ്മതിക്കുക, അല്ലെങ്കിൽ കീഴ്പ്പെടുക. ഇതല്ലാതെ പടക്കൂട്ടം വരുമ്പോൾ ആർക്കും എന്ത് ചെയ്യാൻ കഴിയത്തില്ല? അവിടെ ചെല്ലാൻ കഴിയത്തില്ല. ആമേൻ. അപ്പൊ ഇവിടെ നോക്കി, ആമേൻ, ഇത് എഴുതപ്പെട്ടത് ദാവീദ് രാജാവാണ്. അപ്പൊ ദാവീദ് രാജാവിനെ പറ്റി നമുക്കൊന്ന് പഠിക്കാം. സങ്കീർത്തനം 18-ാം അധ്യായത്തിന്റെ അകത്ത് ദാവീദ് തന്റെ ജീവിതത്തിനുണ്ടായ അനുഭവങ്ങളെ പറ്റി പറയുകയാണ്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ ഞാൻ പാഞ്ഞു ചെല്ലും, ആമേൻ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്ന് പറയും. നോക്കി, ആരാണ് ദാവീദ്? നമുക്ക് എല്ലാവർക്കും ദാവീദിനെയും ഗോലിയാത്തിനെയും കാണാപ്പാടമാണ്. എങ്ങനെയാണ് രാജകീയ അഭിഷേകത്താൽ, നോക്കിക്കേ, പടക്കൂട്ടം, പലതരം പടക്കൂട്ടമുണ്ട്. ഇരുട്ടിന്റെ അധികാരം, ഇരുട്ടിന്റെ രാജ്യം എന്നൊക്കെ ബൈബിളിൽ പറയുന്നു. ഈ രാജ്യത്തിനൊരു സൈന്യമുണ്ട്, അതാണ് സാത്താന്റെ സൈന്യം.
എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന, അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, വാഴ്ചകൾ, അധികാരങ്ങൾ. നോക്കിക്കേ, ഇതെല്ലാം ഒരു സൈന്യമാണ്. ഈ സൈന്യത്തെ മുഴുവനും പരാജയപ്പെടുത്താൻ വേണ്ടി 2 അഭിഷേകം നമുക്ക് വന്നിട്ടുണ്ട്. ഒന്നാണ് രാജകീയ പൗരോഹിത്യം. അതായത് രാജകീയ അഭിഷേകവും പൗരോഹിത്യ അഭിഷേകവും നമ്മുടെ മേലുണ്ട്. രാജകീയ അഭിഷേകത്താലാണ് ഈ പടക്കൂട്ടങ്ങളെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? തകർക്കുന്നത്. ആമേൻ. ഈ വാഴ്ചകളെയും അധികാരങ്ങളെയും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകൾ, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോകത്തിന്റെ മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് ദുരാത്മാക്കൾ പലരുടെ ശരീരത്തിലും പ്രവേശിച്ച് അവരെ നിയന്ത്രിച്ച് അവരെ രോഗികളാക്കിയും തകർച്ചയിലേക്കും ബന്ധനത്തിലേക്കും എന്താ പറയുന്നത്, പൈശാചിക ബന്ധനത്തിലേക്കും കൊണ്ടുപോകുന്നത് ഈ വാഴ്ചകളും അധികാരങ്ങളും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളും അത്രേ. ആകാശത്തിന്റെ അധികാരം എന്നൊക്കെ പറയുന്നത് ഈ വാക്കാണ് എഫേസ്യ ലേഖനത്തിലേക്ക്. ആമേൻ. അപ്പം ഈ അഭിഷേകത്തെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന അഭിഷേകത്തെ പടക്കൂട്ടങ്ങളുടെ നേരെ പാഞ്ഞെടുത്ത് അതിനെ തകർത്ത് അതിൻ്റെ മേൽ ചാടിക്കിടക്കുവാനാണ് കർത്താവ് നമുക്ക് അഭിഷേകം. അപ്പൊ ഈ വാക്ക് മറന്നു പോകരുത്. ഇത് നോക്കാം. 1 ശമൂവേൽ 2-ാം അധ്യായത്തിലെ 17-ാം അധ്യായത്തിലെ വാക്കുകൾ ഞാനൊന്ന് വായിക്കാൻ നിങ്ങൾക്ക് വേണ്ടി. ആമേൻ. അവിടെ 17-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ കാണാൻ പറ്റും ദാവീദിന്റെ, ഞാനിത് പലവട്ടം എടുത്തിട്ടുള്ളതാണെങ്കിലും, ഫെലിസ്ത്യന്റെ വാക്കുകൾ ശൗലും എല്ലാവരുടെയും ഇസ്രായേൽ മക്കൾ കേട്ടപ്പോഴേക്കും ഭ്രമിച്ചു. അപ്പൊ നമുക്കൊരു ഫെലിസ്ത്യൻ അനാക്കി മല്ലനെ കൊണ്ടുവന്ന് അവരെ വെല്ലുവിളിക്കണം. ഫെലിസ്ത്യ സൈന്യം എന്നാ പറഞ്ഞു വെച്ചാൽ ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുന്നു, അവർ ഞങ്ങൾ തമ്മിൽ അംഗം പൊരുതേണ്ടതിന് ഒരുത്തിനെ വിട്ടുതരുമെന്ന് പറഞ്ഞു. അപ്പം ഒരു സൈന്യം വന്ന് നിൽക്കുക. ഈ സൈന്യം ഇസ്രായേൽ മക്കൾക്കെതിരെ വെല്ലുവിളിക്കുക. ഇത് ശ്രദ്ധിച്ചോണേ, ഞാനിതിനെ ആത്മീയമായിട്ട് നമുക്ക് കേൾക്കാം. രാജകീയ അഭിഷേകത്താൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ജയിക്കുന്നത്? നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ ആരും യുദ്ധത്തിന് വരുന്നില്ല മനുഷ്യർ, പക്ഷേ നമുക്ക് യുദ്ധമുണ്ട്. പൗലോസ് പറഞ്ഞ വാർഫെയർ വെപ്പൺസ് ആർ നോട്ട് കാരണം, എൻ്റെ അർത്ഥം നമുക്ക് യുദ്ധം ഉണ്ടെന്ന് എൻ്റെ അർത്ഥം. വാർഫെയർ വെപ്പൺസ്, നമുക്ക് യുദ്ധത്തിന്റെ സാമഗ്രികൾ നമുക്കുണ്ട്. യുദ്ധം ഉണ്ടെന്ന് തന്നെ ബൈബിളിൽ പറയുന്നു. യുദ്ധമുണ്ട്. ആമേൻ. അപ്പൊ ഫെലിസ്ത്യൻ എന്ത് ചെയ്തു? ഇസ്രായേൽ മക്കളെ വെല്ലുവിളിക്കുന്നു. ഈ വെല്ലുവിളി, എന്നാൽ ദാവീദ് യഹൂദയിലെ ബെത്ലഹേമിൽ ഇഷായ് എന്നു പേരുള്ള ഒരു എഫ്രാത്തിന്റെ മകനായിരുന്നു. ഇഷായിക്കുള്ള 8 മക്കൾ ഉണ്ടായിരുന്നു. അവൻ ശൗലിന്റെ കാലത്ത് വയസ്സ് ചെന്ന് വൃദ്ധനായിരുന്നു. ഇഷായിയുടെ മൂത്ത മക്കൾ 3 പുറപ്പെട്ട് ശൗലിന്റെ കൂടെ യുദ്ധത്തിന് ചെന്നിരുന്നു. യുദ്ധത്തിന് പോയ 3 മക്കൾ ആദ്യജാതൻ ഏലിയാവും അവന്റെ അനുജൻ അബിയാവും മൂന്നാമത്തന് ശമ്മയുമായിരുന്നു. ദാവീദോ എല്ലാവരിലും ഇളയവൻ. മൂത്തവർ 3 ശൗലിന്റെ കൂടെ പോയിരുന്നു. നോക്കിക്കേ, ദാവീദ് ശൗലിന്റെ അടുക്കൽ നിന്നും തന്റെ അപ്പന്റെ ആടുകളെ മേയ്പ്പാൻ ബെത്ലഹേമിൽ പോയി വരിക പതിവായിരുന്നു. നോക്കിക്കേ, ഫെലിസ്ത്യർ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും മുമ്പോട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പൊ ഫെലിസ്ത്യ സൈന്യം മുന്നോട്ട് വരിക. നമുക്കിത് ഒത്തിരി പ്രസംഗം കേട്ടുള്ളത് നിങ്ങളല്ലേ. എന്നാൽ ഇഷായി തന്റെ മക്കൾ ദാവീദിനോട് പറഞ്ഞത്, ഈ ഒരു പറ മലരും അപ്പവും 10 എടുത്തുകൊണ്ട് പാളയത്തിൽ നിന്റെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് വേഗം കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ ദാവീദിനോട് പറയുകയാണ്, ഈ കാര്യം സഹോദരന്മാരുടെ അടുത്തുകൊണ്ട് ആഹാരം കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാ. അപ്പൊ ഈ പറഞ്ഞു, ഈ പാൽക്കട്ട 10 അത് കുറെ കാര്യങ്ങൾ പറയുവാണ്, അവരുടെ ക്ഷേമം ചോദിച്ച് വരാന്ന് പറഞ്ഞു. അപ്പൊ ശൗൽ അവരോട് ഇസ്രായേലൊക്കെയും ഏലാൻ താഴ്വരയിൽ ഫെലിസ്ത്യനോട് യുദ്ധം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർ യുദ്ധം ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്ക് ഭയത്തോടെയാണ് നിൽക്കുന്നത്. അങ്ങനെ ദാവീദ് ആദ്യകാലത്ത് എഴുന്നേറ്റ് ആടുകളെ കാവൽക്കാരന്റെ പക്കൽ വിട്ടേച്ച് ഇഷായി തന്നോട് കൽപ്പിച്ചതൊക്കെയും എടുത്തുകൊണ്ട് ചെന്ന് കൈനിലയിൽ എത്തിയപ്പോൾ സൈന്യം പടക്കി ആർത്ത് വിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. ഇസ്രായേലും ഫെലിസ്ത്യരും നേർക്കുനേരെ അണിനിരന്നു. ദാവീദ് തന്റെ സാമാനം പടക്കോപ്പോൾ സൂക്ഷിച്ചിരുന്ന തന്റെ പക്കൽ ഏൽപ്പിച്ചു വെച്ചു. അണികളിൽ ഓടിച്ചെന്ന് തന്റെ സഹോദരനോട് കുശലം ചോദിച്ചു. അവർ അവനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഗദ്യനായ ഗോലിയാത്ത് എന്ന ഫെലിസ്ത്യ മല്ലൻ ഫെലിസ്ത്യരുടെ നിരകളിൽ നിന്നും പുറപ്പെട്ട് വന്നു മുമ്പിലത്തെ വാക്കുകൾക്ക് നേരെ എന്ന് പറഞ്ഞ് മുമ്പിലത്തെ വാക്ക് തന്നെ പറഞ്ഞുകൊണ്ട് ദാവീദ് കേട്ടു. ഞാൻ ഈ കമ്പ്യൂട്ടർ നോക്കി വായിക്കുന്നതുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. ആമേൻ. അങ്ങനെ കണ്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്കൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുമ്പിൽ ഓടിപ്പോയി. നോക്കിക്കേ, എന്നാരെ ഇസ്രായേൽ വന്ന് നിൽക്കുന്നത് ഇവനെ കണ്ടുപോയി. ഇവൻ ഇസ്രായേൽ നോക്കി താഴേക്ക് വരുമ്പോഴേക്കും കുറെ കാലം നമുക്കറിയാം, പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ദാവീദ് ഈ ഫെലിസ്ത്യനെ കൊന്ന്, നോക്കിക്കേ, അപ്പോൾ ദാവീദിന്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫെലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിൽ നിന്നും നിന്നയെ നീക്കിക്കളയുന്നവന് എന്തു കൊടുക്കും? അടുത്തത്, ജീവനുള്ള ദൈവത്തിന്റെ സേനയെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മയായ ഫെലിസ്ത്യൻ ആര്? ഒരു ചോദ്യം. ഒരു വശത്ത് രാജാവും സൈന്യവും ഭയപ്പെട്ടിരിക്കുമ്പോൾ മറുവശത്ത്
ഒരു ചോദ്യം. ഇവനെ കൊന്നു കഴിഞ്ഞാൽ, ഇസ്രായേൽ മക്കൾക്ക് വിരോധമായി നിൽക്കുന്ന ഈ വലിയ ഗോലിയാത്ത് എന്ന അനാക്യ രാക്ഷസ മല്ലനെ കൊന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും? അപ്പൊ എന്റെ ചോദ്യം, എന്റെ കൂടെ ഒന്ന് പറയാമോ, ദാവീദ് നിനക്ക് എന്നെ പേടിയില്ലാത്തത്? ആമേൻ. ശ്രദ്ധിച്ച്, നിങ്ങളുടെ മേലൊരു രാജകീയ അഭിഷേകം ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ അകത്ത് കീഴ്പ്പെടുത്തുന്ന ഒരു അധികാരവും വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചോണം. ഇവിടെ ദാവീദ് പറയുകയാണ്, ഈ ഫെലിസ്തനെ കൊന്ന് ഇസ്രായേലിന്റെ നിന്ന നീക്കളെ എന്ത് കൊടുക്കും? അതിന് ജനം അവനെ കൊല്ലുവാൻ ഇതിനൊക്കെയും കൊടുക്കുമെന്ന് അവർ ഉത്തരം പറഞ്ഞു. അപ്പം ആൾക്കാർ പറയുന്നു, കൊന്നാൽ ഇത്രയും കിട്ടുമെന്ന് പറയുന്നു. അവരെന്ത് ചെയ്തു? നമുക്കറിയാം, തന്റെ ജ്യേഷ്ഠന്മാരോട് പോയി പറഞ്ഞപ്പോഴേക്കും, നീ കുറെ ആടുകളുള്ളതിനെ നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോന്നു? നിന്റെ അഹങ്കാരവും നികളഭാവവും എനിക്കറിയാം, പട കാണാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു. നോക്കിക്കേ, ഹല്ലേലൂയ. അപ്പൊ നമുക്കറിയാം, സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ നിന്റെ അഹങ്കാരം വീട്ടിൽ വെച്ചാൽ മതി. അതുകൊണ്ട് അഭിഷേകമുള്ളവൻ ചില വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ നിരുത്സാഹപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരുടെ കൂടെ കൂടരുതേ. വിശ്വാസത്തിൽ കൈത്താങ്ങുന്നവരുടെ കൂടെ നിൽക്കാവുള്ളൂ. വളരെ പോയിന്റാണ്. നമ്മുടെ ചോദ്യം, എങ്ങനെ ദാവീദിന് ഈ ധൈര്യം ഉണ്ടായി? കേട്ടോണം. ആമേൻ. അവിടെ പറയുന്നു, ദാവീദ് ഈ വാക്ക് എന്നിട്ട് പറയാം, ദാവീദ് ഞാൻ ഇപ്പോൾ എന്ത് ചെയ്തു? ഞാനൊരു വാക്കല്ലേ പറഞ്ഞുള്ളൂ, ചെയ്തില്ലല്ലോ. അവർ അവനെ വിട്ട് മറ്റൊരിടത്തേക്ക് എന്നു ഇത് ചോദിച്ചു. ജനമൊക്കെയും കേട്ടു. അവസാനം ഇത് ശൗല് കേട്ടു. അവസാനം ദാവീദ് ശൗലിനോട്, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടണ്ട, അടിയൻ ചെന്ന് ഫെലിസ്തീനോട് അംഗം പൊരുതുമെന്ന് പറഞ്ഞു. നോക്കി, ഞാൻ പോയിട്ട് എന്ത് ചെയ്യാം? അംഗം പൊരുതാം. ഇവനെ ഓർത്ത് നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട, പേടിക്കണം. ശൗല് ദാവീദിനോട്, ഈ ഫെലിസ്തീനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല. കേട്ടോണേ, നിനക്ക് പ്രാപ്തിയില്ല, നിനക്ക് പ്രാപ്തിയില്ല. നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോധ. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നിനക്ക് യുദ്ധം ചെയ്യുവാൻ പ്രാപ്തിയില്ല. ഇവിടെ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നോക്കിയോണേ. നിങ്ങളുടെ പ്രാപ്തിയാണ് അഭിഷേകം. ഇത് അഭിഷേകം ശൗലിനെ കാണാൻ പറ്റുന്നില്ല. ശൗല് നോക്കുമ്പോൾ 5 അടി പൊക്കമുള്ളൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് അനാക്യമല്ലനെ വെല്ലുവിളിക്കുന്നു. മാനസിക രോഗി എന്ന് വേണം നമുക്ക് പറയാം, അല്ലെങ്കിൽ ചെറിയ പിള്ളേരുടെ ചോരത്തിളപ്പെന്ന് വേണേ പറയാം. അതുകൊണ്ട് ശൗല് രാജാവ് പറയാണ്, നിനക്ക് അംഗം പൊരുതാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ഒരു ബാലനാണ്, ബാല്യം മുതലേ അവൻ യോദ്ധാവാണ്. എന്നാൽ ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ ആടുകളെ പിടിച്ചു. ഞാൻ അതിനെ പിന്തുടർന്ന് അതിനെ അടിച്ചു, അതിന്റെ വായിൽ നിന്നും ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അതെന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ചു നിന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫെലിസ്തീനും ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെയും നിന്ദിച്ചുകൊണ്ട് അവനും അവയെ ഒന്നിനെ പോലെയാകും. അപ്പൊ അഭിഷേകമുള്ളവന്റെ പ്രത്യേകത, അഭിഷേകമുള്ളവന്റെ പ്രാപ്തി, ആ പ്രാപ്തിയിൽ അവൻ അഭിഷേകത്തിൽ അവൻ ആശ്രയിക്കുന്നവനാണ്. ഞാൻ ചോദിച്ചോട്ടെ, ദാവീദിന് കാട്ടിൽ എന്തായിരുന്നു പരിപാടി? അറിയാവുന്ന ആരെങ്കിലും ഒന്ന് പറയാവോ? കാട്ടിൽ എന്നായിരുന്നു പരിപാടി? ആടിനെ മേയ്ക്കലും ആടിനെ സൂക്ഷിക്കുന്നത്, പാട്ട് പാടിക്കൊണ്ട്. ദാവീദ് എത്ര സങ്കീർത്തനം എഴുതുന്നവർക്ക് അറിയാൻ പറ്റും? എത്ര സങ്കീർത്തനം ഏകദേശം അറിയാൻ പറ്റും? എത്ര സങ്കീർത്തനം? 70. എത്ര സങ്കീർത്തനം ദാവീദ് എഴുതി? ഒന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും? 73 സങ്കീർത്തനം ദാവീദ് എഴുതി. ഏകദേശം 73 സങ്കീർത്തനങ്ങൾ ദാവീദ് എഴുതി. അപ്പൊ കാട്ടിൽ എന്നായിരുന്നു പണി? ഒരു പാട്ട് എഴുതുക, സങ്കീർത്തനം എഴുതുക എന്ന് പറഞ്ഞു. നിങ്ങളോട് ഞാനിപ്പോ ഒരു പാട്ട് പാടുക, പേന എടുത്ത് എഴുതാൻ എത്ര സമയം എടുക്കും? എത്ര സമയം എടുക്കും? ഒരു പാട്ട് ഞാൻ പാടിയാൽ ആ പാട്ട് എഴുതിയെടുക്കാൻ എത്ര സമയം എടുക്കും? ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ്. ചില കൂട്ടിയിട്ട വേണമെങ്കിൽ ഒരു 15 മിനിറ്റ് എടുത്തോ, അല്ലേ? എന്നാൽ ദാവീദ് ഒറ്റ ദിവസം കൊണ്ടല്ല എഴുതുന്നത്. നമ്മൾ നോക്കുമ്പോൾ സങ്കീർത്തനം വളരെ എളുപ്പമല്ലേ? 18-ാം സങ്കീർത്തനമൊക്കെ വായിച്ച് അങ്ങനെ കിടക്കും, നീണ്ട നേരെ പോലെ കിടക്കും എല്ലാ സങ്കീർത്തനങ്ങളും. അവിടെ ഇരുന്നു കൊണ്ട് ആടുകളെ മേയ്ക്കുമ്പോഴും അതേ കയറുന്ന റീൽസ് കാണുമല്ല, ഫേസ്ബുക്കിൽ കയറുമല്ല, യൂട്യൂബിൽ എന്നാ പുതിയ വാർത്ത,
ഇതല്ല നോക്കുന്നത്, കർത്താവിൽ നിന്നും പ്രാപിക്കുക. കണ്ടോ? അഭിഷേകം വെച്ചുകൊണ്ട് വെറുതെ ഇരിക്കുവല്ലായിരുന്നു, പകരം താൻ കർത്താവിൽ നിന്ന് ചിലത് കേട്ടോണ്ടിരിക്കുകയാണ്. കേട്ടതിനെ താൻ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താൻ തന്നെത്താൻ അത് പാടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ? ആമേൻ. തെളിവ് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നോക്കിക്ക് ഈ വാക്യം, ഈ വാക്യം നിങ്ങൾ നോക്കി കാണാൻ പറ്റും. ശമൂവേലിന്റെ പുസ്തകം 2-ാം വാക്യം. അപ്പോൾ ദാവീദ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞെന്നാൽ, കർത്താവേ, നോക്കിയേ, 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ താഴേക്ക് വരുമ്പോൾ അതിന്റെ 18-ാം വാക്യത്തിൽ പറയുന്നു, അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞെന്നാൽ, കർത്താവേ, യഹോവ നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്? സ്വന്തമായിട്ട് ദാവീദിന് ഒത്തിരി ബലഹീനത ഉണ്ട് കേട്ടോ. ഞാൻ ദാവീദിന്റെ നെഗറ്റീവ് വശത്തിലേക്ക് പോകുന്നില്ല, പോസിറ്റീവ് മാത്രം എടുക്കുന്നുള്ളൂ. രാജകീയ അഭിഷേകം. ദാവീദ് പറയുക, ഞാൻ എന്തുള്ളൂ? കണ്ടോ? 1-ാമത്തെ പോയിന്റ്. ഈ 5 അടി പൊക്കമുള്ള കുടുംബത്തിൽ ഏറ്റവും ഇളയവനായ, ആടുകളെ മേയ്ക്കാനല്ലാതെ എനിക്ക് വേറെ ഒരു കഴിവുമില്ല, ഞാൻ എന്തുള്ളൂ? കണ്ടോ? 1-ാമത്തെ പോയിന്റ്, തന്നെത്താൻ ദൈവസന്നിധിയിൽ താഴ്ത്തുന്നൊരു മനോഭാവം. ഇതുകൊണ്ടാണ് ഈ ധൈര്യമൊക്കെ പുറത്തു വരുന്നത്. മനസ്സിലായോ? നമ്മൾ ഈ നിൽക്കുന്നു എന്ന് തോന്നുന്നവനാ വീഴാൻ വേണ്ടി പോകുന്നത്, ബൈബിളിൽ പറയുന്നുണ്ട്. പക്ഷെ കർത്താവിന്റെ കൃപയാണേ ഞാൻ നിൽക്കുന്നത് പറയുന്നവനെ തൊടുവാൻ ഒരു പിശാചിനും കഴിയത്തില്ല. ഒരു അസാധാരണമായ ധൈര്യം വ്യാപരിക്കും. അദ്ദേഹം പറയുവാണ്, കർത്താവേ, നിന്റെ ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ ആര്? ക്വസ്റ്റ്യൻമാർക്ക് കണ്ടു. എന്റെ ഗൃഹവും എന്തുള്ളൂ? കർത്താവായ യഹോവേ, ഇത് പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയന്റെ ഗൃഹത്തെക്കുറിച്ച് നീ അരുളി ചെയ്തിരിക്കുന്നു. കണ്ടോ? കർത്താവ് യഹോവേ, ഇത് മനുഷ്യർക്ക് ഉപദേശമല്ലല്ലോ. ദാവീദ് ഇനി നിന്നോട് എന്തു പറയുണ്ടു? കർത്താവ് യഹോവേ, നീ അടിയനെ അറിയുന്നു, നിന്റെ വചന നിമിത്തവും. കണ്ടോ? നിന്റെ പ്രസാദ പ്രകാരവും. ഇത് രണ്ടും നല്ല പോയിന്റാണ്. ഒന്ന്, വചനം, ദൈവത്തിന്റെ പ്രസാദം. അല്ലയോ, നീ വൻ കാര്യങ്ങളെയൊക്കെ അടിയനെ അറിയിച്ചു. അടിയന് അറിയിച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പൊ ദാവീദിന് ദൈവവുമായൊരു ബന്ധമുണ്ടായിരുന്നു. നാട്ടുകാർ നോക്കുമ്പോൾ അപ്പന്റെ ആടുകളെ മേയ്ക്കാൻ വേണ്ടി കാട്ടിൽ പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു. ഇതാണ് ജോലി. അവിടെ ആടുകളെ മേയ്ക്കുമ്പോൾ താൻ തന്റെ കിന്നരം എടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ സ്തുതിക്കുമ്പോൾ യഹോവയായ ദൈവം തന്റെ വചനത്തിലൂടെ തന്നോട് സംസാരിക്കുകയും ആ വചനം ധ്യാനിച്ച് തന്റെ അകത്തെ ആത്മാവിനെയും അഭിഷേകത്തെയും ജ്വലിപ്പിച്ചൊരു ദാവീദിനെ ആരും കാണുന്നില്ല. കണ്ടോ? വൈകുന്നേരമാകുമ്പോൾ ക്ഷീണിച്ച് അവശനായി വരുന്ന ദാവീദിനെ നാട്ടുകാർ കാണുന്നത്. പക്ഷേ ആ പുൽപ്പറങ്ങളിൽ ഇരുന്നു കൊണ്ട്, അത് വെയിലാണെങ്കിലും മഴയാണെങ്കിലും കിന്നരം വായിച്ച് യഹോവയുടെ വചനം കേട്ട് അഭിഷേകത്തെ ജ്വലിപ്പിച്ച് അവിടെ ദൈവത്തെ ആ സങ്കീർത്തനം കൊണ്ട് സ്തുതിച്ച് വൈകുന്നേരം വരുമ്പം നോക്കിക്കേ, ഇതിനിടയിൽ സിംഹം കയറി വന്നാൽ അവന്റെ കാര്യം പോക്കാം. കണ്ടോ? വചനം ധ്യാനിക്കുന്നവന്റെ ഇടയിലോട്ട് സിംഹം കയറി വന്നാൽ, അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കുന്നവരകത്തോട്ട് സിംഹം കയറി വന്നാൽ ദാവീദ് പറയും, ഞാൻ നിന്നെ വലിച്ചു കീറും. കണ്ടോ? ഹല്ലേലൂയ. നിന്റെ വചനം നിമിത്തവും നിന്റെ പ്രസാദ പ്രകാരം. ഇത് ഞാൻ ഈ പ്രസാദത്തിലേക്ക് ഒന്ന് വരാൻ വേണ്ടി പോവാണേ. നോക്കി, 2 ശമൂവേലിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ ദാവീദിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തു എന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യർ ഒക്കെയും ദാവീദിനെ പിടിപ്പാൻ വന്നു. ദാവീദ് ഇത് കേട്ടിട്ട് ദുർഗത്തിൽ കടന്ന് പാർത്തു. ഫെലിസ്ത്യർ വന്ന് രേഫായി താഴ്വരയിൽ പരന്നു. അപ്പോൾ ദാവീദ് യഹോവയോട്, ഞാൻ ഈ ഫെലിസ്ത്യന്റെ നേരെ പുറപ്പെടണമോ? ക്വസ്റ്റ്യൻമാർക്ക് കണ്ടോ? അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു പുറപ്പെട്ടു. അപ്പൊ ദൈവസന്നിധിയിൽ നിന്നും ദൈവഹിതമാണോ എന്ന് അന്വേഷിക്കുന്ന ഒരു സ്വഭാവം ദാവീദിനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദാവീദിന് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. എങ്കിലും ചില ക്വാളിറ്റി നമ്മൾ നോക്കി, നമ്മൾ എല്ലാത്തിനും ചാടി കയറി നിൽക്കാതെ, അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പ്രയർ സ്റ്റേഷൻ എന്നുള്ള നിയോഗം. എനിക്ക് ഒത്തിരി സ്ഥലത്ത് നിന്ന് നെഗറ്റീവുകൾ വന്നു. പല ആൾക്കാരും പറഞ്ഞു ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആളും പേരും ഒന്നും ഇല്ലാതെ, മുൻനിര നിൽക്കാൻ ആൾക്കാരില്ലാതെ, ഇത് കോർഡിനേറ്റ് ചെയ്യാൻ ആളില്ലാതെ, ആകെ 2-3 സഹോദരങ്ങളെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇത് റിസ്ക് അല്ലേ? ആമേൻ. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം പറഞ്ഞതാ. കണ്ടോ? ഇവിടെ ദാവീദ് ചോദിക്കുക, കർത്താവേ, ഞാൻ പുറപ്പെടണോ ഫെലിസ്ത്യനോട് യുദ്ധം ചെയ്യാൻ? കാരണം ദാവീദ് രാജാവാണ്, രാജകീയ അഭിഷേകമുള്ള. നോക്കിയേ, ദാവീദിനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുക. ഇപ്പൊ അദ്ദേഹം രാജാവാണ്.
ഇത് ഫെലിസ്തീനും അറിഞ്ഞു, പടയാളികളൊക്കെ ഉണ്ട് കൂടെ. പക്ഷെ എന്നിട്ടും ചോദിക്കുക, കർത്താവേ ഞാൻ പോണോ? കണ്ടോ, നമ്മൾ എപ്പോഴും ദൈവ നിയോഗങ്ങൾ നമ്മൾ അന്വേഷിക്കണം. ചാടിക്കേറി ഒന്നും ചെയ്യരുത്. ചിലരുണ്ട് എല്ലാം വിശ്വാസത്തെ ചാടിറങ്ങും, എല്ലാം വിശ്വാസത്തിൽ ഇറങ്ങരുത്. ശ്രദ്ധിക്കണം, എല്ലാ വിശ്വാസത്തിൽ ഇറങ്ങരുത്. നിയോഗം ഉണ്ടെങ്കിലേ ചാടി ഇറങ്ങാവുള്ളൂ, എങ്കിലേ നമ്മുടെ വിശ്വാസത്തിന് അവിടെ ഫലം കായ്ക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ ദാവീദിന്റെ ക്വാളിറ്റി ഉണ്ടോ? ഒന്ന്, ഇതാണ് ദൈവപ്രസാദം എന്ന് താൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. കാര്യം താൻ ദൈവ നിയോഗത്തിൽ ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെടും. നോക്കിക്കേ, താൻ ചോദിക്കുകയാണ്, കർത്താവേ ഈ ഫെലിസ്ത്യരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് യഹോവ ദാവീദിനോട് ആർലി ചെയ്തു. ദൈവം പറയാ, മോനെ ദാവീദേ, നീ പേടിക്കൊന്നും വേണ്ട, നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു തന്നിരിക്കണ്ടോ. അപ്പോ ദാവീദിന്റെ ധൈര്യം ഇപ്പൊ മനസ്സിലായോ എവിടുന്ന് ധൈര്യം കിട്ടുന്നെന്ന്? ദൈവ ശബ്ദത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഈ ധൈര്യം. ആമേൻ. ഇതാണ് ദാവീദിന്റെ ധൈര്യം. ഹല്ലേലൂയ. താൻ ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന യഹോവയുടെ അരുളപ്പാട് ചെയ്തു. അങ്ങനെ ദാവീദ് ബേരാംസിൽ ചെന്നു. അവിടെ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു. കണ്ടോ, എങ്ങനെയാ ദാവീദ് അവരെ തോൽപ്പിച്ചത്? യഹോവയോട് ചോദിച്ചിട്ടാ യുദ്ധം ചെയ്തത്. കണ്ടോ, ചാടിക്കേറി ഒന്നും ചെയ്യരുത്. പല ആൾക്കാരെയും കുഴപ്പം ചെയ്ത് 2 പേരെ പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടിയാൽ പിന്നെ അങ്ങോട്ട് പാസ്റ്ററായി, പിന്നെ അങ്ങോട്ട് സുവിശേഷകരായി. എപ്പോഴും ഓർത്തോണം, ദൈവ നിയോഗമില്ലാതെ നിങ്ങൾ ചാടിക്കേറി ഒന്നും ചെയ്യരുത്. പല ദൈവദാസം എനിക്കറിയാം, ഒത്തിരി പേർക്ക് പറ്റിയ അബദ്ധമാണ്. കീഴ്പ്പെടത്തില്ല അവര്. ദൈവം പറയുന്ന സമയത്തെ നിങ്ങൾ അങ്ങോട്ട് ചെല്ലാവേ, ദൈവം ആക്കി വെക്കുന്ന സമയത്തെ നിങ്ങൾ ചെയ്യാവുള്ളേ. എപ്പോഴും ശ്രദ്ധിക്കണവേ. നമ്മളോട് 2 പ്രവർത്തി നടന്ന പിന്നെ നമ്മൾ ഒരിക്കലും ഒരു ഉപദേശിയോ പാസ്റ്ററോ ഒന്നും ആകുന്നൊന്നുമില്ല. കീഴ്പ്പെടണം. ദൈവം പറയുന്ന സമയം വരെ പൗലോസ് ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൈവാത്മാവ് സംസാരിച്ചു, എന്റെ വിലയ്ക്ക് വേണ്ടി വേർതിരിക്കാം. കണ്ടോ, അല്ല ചാടിക്കേറി പുറപ്പെട്ടില്ല. വേണമെങ്കിൽ പൗലോസിന് ഇറങ്ങാം. കാര്യം പൗലോസ് പ്രവാചകൻ എന്ന് മുമ്പേ അവിടെ പറയുന്നുണ്ട്. നല്ലൊരു പ്രവാചകനാണ് പൗലോസ്. പക്ഷെ എന്നിട്ടും പിന്നെ എന്തിനാ പൗലോസ് ഉപവസിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നത്? നിയോഗം വേണം. എന്റെ കൂടെ പറഞ്ഞോട്ടെ, നിയോഗം വേണം എന്ന് പറ. ദൈവത്തിന്റെ അകത്ത് എപ്പോഴും നിങ്ങളുടെ അഭിഷേകവുമായിട്ട് ദൈവവചനവുമായിട്ടൊരു ബന്ധം വേണം. നോക്കിക്കേ, അപ്പൊ ദാവീദ് 73 സങ്കീർത്തനങ്ങൾ തന്റെ ജീവിതത്തിൽ എഴുതും. ഇത് കർത്താവിൽ നിന്ന് പ്രാപിക്കണ്ടേ? ഇത് കർത്താവിൽ നിന്നും പ്രാപിക്കാതെ എങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഒരാള് കേട്ട് എഴുതാൻ എളുപ്പം. ഒരു പാട്ട് പഠിച്ച ഒരാളുടെ പാട്ട് പാടുമ്പം നോട്ട് ചെയ്യാൻ എളുപ്പം. പക്ഷെ ആ പാട്ട് കിട്ടാൻ എന്നാ പാടാ? എത്ര സമയം എടുക്കും അല്ലേ? കാട്ടിൽ താൻ പോയിരിക്കുമ്പോൾ ഒത്തിരി ഡിസ്ട്രാക്ഷൻ അവിടെ ഉണ്ടാവും. ഇടയ്ക്ക് സിംഹം വരും, കരടി വരും, അയൽവക്കക്കാരൻ വരും, വേറെ ഇടയന്മാർ വരും. ആട് ചിലപ്പോൾ എന്ത് ചെയ്യും? ഓടി ചാടിപ്പോയി അതിനിടയ്ക്കോട്ട് കയറിയിരിക്കും, മുള്ളിപ്പോയി ചാടും. അത് മുള്ളിനിടയ്ക്കോട്ട് കയറിപ്പോവും, പാറമേൽ ഇറങ്ങിപ്പോവും. ഇത് കുസൃതി കാണിക്കും, തൂട്ടം തെറ്റിപ്പോവും. ഇതിന്റെ ഇടയ്ക്ക് ദാവീദ് സമയം കണ്ടെത്തണം. കണ്ടോ, താൻ അത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയിൽ ഇരിക്കുമ്പോഴും താൻ തന്റെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ദൈവസന്നിധിയിൽ വേർപെട്ടിരുന്നു. താൻ ദൈവത്തിൽ നിന്ന് കേൾക്കാൻ തുടങ്ങി. താൻ കേട്ടതാണ് താൻ പാടുന്നത്. കണ്ടോ, ഇതുകൊണ്ടാണ് ദാവീദ് കിന്നരം വായിക്കും ഭൂതം ഓടുന്നതിന്റെ കാരണം. ദാവീദിന്റെ പാട്ടിന്റെ അകത്ത് സിനിമാ പാട്ടല്ല കിന്നരം വായിക്കാൻ വരുന്നത്. ഏതെങ്കിലും കേട്ടത് ചുമ്മാ ഏറ്റുപാടുമല്ല. ദൈവത്തിൽ നിന്ന് കേട്ടത് താൻ ഏറ്റുപാടി കിന്നരം വായിക്കുമ്പോൾ ഭൂതത്തിന് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാര്യം അഭിഷേകം ഒഴുകുകയാണ്. ഹല്ലേലൂയ. അഭിഷേകം ഒഴുകുകയാണ്. ഇങ്ങനെ ഒഴുകിയ ഒരു ഓവർഫ്ലോ ഉള്ള ദാവീദാണ് ഫെലിസ്ത്യന്റെ നേരെ ചെല്ലുന്നത്. കണ്ടോ, ഇതാണ് രാജകീയ അഭിഷേകം, പിടിച്ചടക്കുന്ന അഭിഷേകം. എന്നോട് പറഞ്ഞോട്ടെ, പിടിച്ചടക്കുന്ന അഭിഷേകം എന്ന് പറ. രാജകീയ അഭിഷേകവും പൗരോഹിത്യ അഭിഷേകവും ലഭിച്ചവരാണ് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവർ. പക്ഷെ എന്നാ ബ്രദറെ, ഞങ്ങൾക്ക് ദാവീദിനെ പോലെ കീഴ്പ്പെടുത്താൻ കഴിയാത്തത് കാരണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ അഭിഷേകം ജ്വലിക്കുന്നില്ല. അഭിഷേകത്തെ ജ്വലിക്കുന്നില്ലാത്തതിനേക്കാൾ നല്ലത് ജ്വലിപ്പിക്കുന്നില്ല. തിമോത്തിയോസിനോട് പറഞ്ഞു, തിമോത്തിയോസേ മകനെ, എന്റെ കൈവെപ്പിനാൽ നിന്റെ അകത്ത് ലഭിച്ച കൃപാവരങ്ങളെ നീ ജ്വലിപ്പിക്കണം. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരാത്മാവിന്റെ പകർച്ച നിങ്ങളുടെ മേൽ വരികയും നിങ്ങൾ അതിനെ ജ്വലിപ്പിക്കുന്നില്ല എങ്കിൽ കൃപാവരങ്ങൾ എന്ത് ചെയ്യത്തില്ല? പ്രവർത്തിക്കത്തില്ല. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, വചനം വായിക്കുന്നില്ലെങ്കിൽ കൃപാവരം ജ്വലിക്കത്തില്ല. ബ്രദർ കൈവച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. കൈവപ്പിലൂടെ ലഭിക്കുന്ന കൃപാവരങ്ങളെ നിങ്ങൾ ജ്വലിപ്പിക്കണം. ഒരിച്ചിരി തീ കിട്ടിയാൽ നമ്മൾ അതിനെ ആളിക്കത്തിക്കും അല്ലെ? അടുപ്പ് എപ്പോഴൊന്നും പണ്ടില്ല. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച പറ്റി പറഞ്ഞായിരുന്നു. നമ്മൾ അടുപ്പിൽ ഊതുന്ന ഒരു പൈപ്പ് കൊണ്ട് ഊതി പണ്ടത്തെ കാലത്ത് എന്ത് ചെയ്യും? ആളിക്കത്തിക്കും, അല്ലെങ്കിൽ മുറം കൊണ്ട് അതിനെ വീശും.
ആ ചെറിയ തീയെ കത്തിക്കും നമ്മൾ. ഇതേപോലെ ദാവീദ് കാട്ടിൽ പോരുന്നുണ്ട് 73 സങ്കീർത്തനം എന്ത് ചെയ്യാൻ തുടങ്ങി? ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ തുടങ്ങി. ആമേൻ. എന്നിട്ടാണ് താൻ എന്ത് ചെയ്യുന്നത്? ഫെലിസ്ത്യന്റെ നേരെ ചെല്ലുകയാണ്. ഹല്ലേലൂയ. ഈ ഫെലിസ്ത്യന്റെ നേരെ എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയും. അതപ്പോ എങ്ങനെയാ സിംഹത്തെ കൊല്ലുന്നത്? അഭിഷേകത്തെ താൻ ജ്വലിപ്പിക്കുകയാണ് കാട്ടിയിരുന്നുകൊണ്ട്. എന്താ താൻ പ്രാപിച്ചത് എന്തുവാ ദൈവത്തിൽ നിന്ന്? സങ്കീർത്തനം 18:21 പറഞ്ഞു, നിന്നാൽ ഞാൻ പടക്കൂട്ടം നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതില് ചാടിക്കിടക്കും. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാ ഇത്. കണ്ടോ, ദൈവത്തിൽ നിന്ന് കിട്ടിയതാണ് ഈ വാക്ക്. ഇതെല്ലാം അകത്ത് കിടക്കുക. നിന്നാൽ ഞാൻ പടക്കൂട്ടം നേരെ. ഇതൊക്കെ കേട്ടോണ്ടായി ഇവിടെ നിന്ന് പാട്ട് പാടുന്ന സങ്കീർത്തനത്തെ നോക്കിക്കേ. ആ ഒരു പുൽപ്രദേശത്ത് ഇരുന്നു കൊണ്ട് താൻ ഇങ്ങനെ പാട്ട് പാടുന്നറിയോ? നിന്നാൽ ഞാൻ പടക്കൂട്ടം നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ ഇങ്ങനെ മതില് ഇതിങ്ങനെ ധ്യാനിച്ച് പാട്ട് പാടി ബലപ്പെട്ട് പുറത്തേക്ക് വരുമ്പോൾ ഫെലിസ്ത്യൻ വെല്ലുവിളിക്കുക, നിന്നെയും കൊല്ലും, നിന്റെ രാജാവിനെയും കൊല്ലും, ഇസ്രായേലിനെയും കൊല്ലും. പെട്ടെന്ന് അകത്തിരിക്കുന്ന അഭിഷേകം അങ്ങോട്ട് കത്തി. കാര്യം താൻ ഇന്നലെയും കൂടെ പാട്ട് പാടിയതേ ഉള്ളൂ. എന്തുവാ? നിന്നാൽ ഞാൻ പടക്കൂട്ടത്തേരെ പാഞ്ഞു ചെല്ലും. ഓ, എന്റെ ദൈവത്താൽ. ദൈവം എന്നോട് സംസാരിച്ചതാ. കണ്ടോ, ഇതാ ധൈര്യം. ഈ ധൈര്യത്തിന്റെ അകത്ത് നിന്നുകൊണ്ടാണ് താൻ എന്ത് ചെയ്യുന്നത്? ഈ ഫെലിസ്തീനെ പിടിക്കാൻ വേണ്ടി ചെല്ലുന്നത്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞൊരു വാക്യമുണ്ട്. ഹല്ലേലൂയ. നോക്കിക്കേ, ആ വാക്കുണ്ട്, ദൈവത്തിന്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതി കത്തിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവനൊരു പരിചയാണ്. കണ്ടോ, പരിചയം എന്ന് പറഞ്ഞാൽ തീയമ്പുകളെ തടുക്കുന്ന പരിച. ഫെലിസ്തീനിടുന്ന അമ്പുകൾ നിനക്ക് ഏക്കത്തില്ല, കാരണം വചനം കൊണ്ട് പൊതിഞ്ഞിരിക്കുക. അതാ ഞാൻ എപ്പോഴും പറഞ്ഞത്, എല്ലാ ദിവസവും വീടിന്റെ അകത്തിരിക്കുമ്പോൾ നിങ്ങളുടെ തലമുറകളെ നിങ്ങളെ തന്നെ പൊതിയണം. എങ്ങനെയാ വചനം കൊണ്ട് പൊതിയണമെന്ന് അറിയോ? നമ്മളെ കൊണ്ട് വചനം കൊണ്ട് കവർ ചെയ്യണം. എല്ലാ ദിവസവും എണീക്കും പറയണം, ഒരനർത്ഥവും എനിക്ക് വരുത്തില്ല, ഒരു ബാധയും എന്റെ കൂടാരത്തിൽ. എല്ലാ ദിവസവും 91 സങ്കീർത്തനം പറയണം. ഞാൻ കഴിഞ്ഞ ദിവസം വൈഫായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. 91 സങ്കീർത്തനം എല്ലാ ദിവസവും പറയണം. നോക്കിക്ക്, ആ വചനം എന്നാന്ന് പറയുന്നത്? വചനം എനിക്ക് എന്താന്ന് പറയാ? ഏവർക്കും എന്താ? പരിചയാണ്. കവർ ചെയ്യുകയാണ് ആ വചനം. അപ്പൊ ദാവീദ് കവർ ചെയ്തിട്ടാ വന്നിരിക്കുന്നത് കാട്ടീന്ന്. എന്നാ കവർ ചെയ്തേക്കുന്നത്? നിന്നാൽ ഞാൻ പടക്കൂട്ടത്തേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്തെ. ഈ കവറിങ്ങിന്റെ അകത്താ നിൽക്കുന്നത്. ഇതുകൊണ്ട് ഫെലിസ്ത്യ, നിനക്ക് എന്നെ ജയിക്കാൻ കഴിയത്തില്ല, ഞാൻ കവറിങ്ങിന്റെ അകത്താ നിൽക്കുന്നത്. കണ്ടോ, ചുമ്മാ ദാവീദ് കാട്ടിൽ പോരുന്ന ഓടി വരുവല്ല. അവിടെ ഇരുന്നു കൊണ്ട് തന്റെ തിരക്കേറിയ സമയത്ത്, ഈ ആടെന്ന് പറഞ്ഞാൽ ഏറ്റവും കുസൃതിയുള്ളൊരു ജീവി ആട്. കാണാനൊക്കെ ഇച്ചിരി എന്താ പറയുക, നമ്മൾ വരത്തില്ല, കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും ഇത് അനുസരിക്കുക. നമുക്ക് ആടിനടുത്തോട്ട് അറിയാൻ പറ്റില്ല. അഴിച്ചു വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടി നടക്കും. ആടും കിടക്കത്തില്ല. കൂട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, കൂട്ടം തെറ്റിപ്പോകാൻ മിടുക്കുക അതിന് ഭയങ്കര. അപ്പൊ കൂട്ടം തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇത് പോകും. കാടും ചപ്പും എല്ലാം കയറി നടക്കും, കിട്ടുന്ന എല്ലാം കഴിക്കും. ആര് വിളിച്ചാലും കൂടെ ഇറങ്ങിപ്പോകും. ഇതാ ആടിന്റെ കുഴപ്പം. മറ്റു മൃഗങ്ങൾക്ക് പ്രത്യേകം ആര് വിളിച്ചാലും പോകത്തില്ല. പക്ഷെ ആടങ്ങനെയല്ല. കൈകാട്ട് വിളിച്ചാൽ ഇല കാണിച്ചാലും അപ്പൊ കൂടെ കേട്ടിട്ടുണ്ട് നിങ്ങൾ. ഒരു പ്ലാവില കാണിച്ചാൽ ഇങ്ങനെ പോകുന്നോളും പുള്ളി എത്ര ദൂരം വെള്ളം നടന്നു പോരും. അപ്പൊ ഇങ്ങനെ ടെംപ്ടേഷൻ ഒക്കെ ഉള്ള ആളാണ് ഈ ആടുകള്. നമ്മളെ അതുകൊണ്ടാണ് ആടിനോട് ഉപയോഗിച്ചിരിക്കുന്നത്, ബലഹീന പാത്രമായതുകൊണ്ടാണ്. ആമേൻ. അപ്പൊ ഇങ്ങനെയുള്ള ആടുകളെ 24 മണിക്കൂറും ഒബ്സർവ് ചെയ്യണം. ക്യാമറയൊന്നുമില്ല, CC ക്യാമറയൊന്നുമില്ല നോക്കാൻ. ഇതിനെ നോക്കുന്ന സമയത്തിന്റെ ഇടയ്ക്കാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഇല്ലാത്ത സമയം ഉണ്ടാക്കി ദൈവസന്നിധിയിൽ ധ്യാനിക്കുന്നത്. എന്റെ പ്രിയരെ, ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയുള്ള ദാവീദ് ഇല്ലാത്ത സമയത്തെ ഉണ്ടാക്കി യഹോവയിൽ നിന്നും കേട്ട് അതിനെ ധ്യാനിച്ച്. ഞാൻ കഴിഞ്ഞ ദിവസം ബെന്നിബദർ അത് പറഞ്ഞപ്പോൾ ഞാൻ അത് ഇങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് ഈ വചനം എൻ്റെ ഉള്ളത്തിൽ പെട്ടെന്ന് കണക്റ്റ് ആവുമായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ സമയമില്ല എന്ന് പറയുമ്പോൾ ദാവീദ്, നിങ്ങളൊരു എത്ര പേര് ആടിനെ വളർത്തിയവരുണ്ട് വീട്ടില്? ആടിനെ, 2 ആടിനെ വളർത്തിയവർ പോട്ടെ, ഒരാട്. സുഖമാണോ? സുഖമായിരുന്നോ വളർത്തിയത്? ആ, കണ്ടോ. അപ്പൊ 100-500 ആടുകളെ നോക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ? അപ്പൊ ദാവീദിന്റെ ജോലി ഈസി ആയിരുന്നോ? എന്നിട്ടും 73 സങ്കീർത്തനം താൻ എഴുതി കർത്താവിൽ നിന്നും പ്രാപിക്കണം, ദൈവസന്നിധിയിൽ ഇരിക്കണം. ഓ, കണ്ടോ, ദൈവസന്നിധിയിൽ ഇരിക്കണം, കേൾക്കണം, പാടണം, സ്തുതിക്കണം. ഈ ധൈര്യമാണ് ഫെലിസ്ത്യന്റെ മുമ്പിൽ തന്നെ നിർത്തിയിരിക്കുന്നത്. കണ്ടോ,
പലപ്പോഴും പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നതിന്റെ പിന്നിലെ കാരണം ദൈവസന്നിധിയിൽ നിന്ന് നാം പ്രാപിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ അഭിഷേകം എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് കേറുന്നില്ല, അഭിഷേകം അങ്ങോട്ട് ചലിക്കുന്നില്ല. ബ്രദറെ, ഭയങ്കര തിരക്കാ. നാളെ മുതൽ ആഴതീറ്റിക്ക് നമുക്ക് പോകാം ദാവീദിന്റെ കൂടെ. അപ്പൊ അറിയാം നമ്മുടെ ജോലി എളുപ്പമായിരുന്നു എന്ന്. നിങ്ങളുടെ ജോലി ഈസി ആവും. ഈ 500 ആടിനെയും പിടിച്ചുകൊണ്ട് കിലോമീറ്റർ ഓട്ടോറിക്ഷ ഇല്ല, കാറില്ല, എന്നെ ഒന്നുമില്ല, കാട്ടിലോട്ടായി പോകുന്നത്. അതിനിടയ്ക്ക് മൃഗങ്ങൾ വരും, സിംഹം വരും, നോക്കിക്ക്, സിംഹം വരും, കരടി വരും, പുലി വരും, എന്തൊക്കെയാ വരുന്നത് ആർക്കറിയാം. ഇതിനെ മാനേജ് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ഇതിന്റെ പുറകെ ഓടി നടക്കണം, കാണാതെ പോയതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകണം, ഇതിനെ കറക്കണം, തീറ്റ കൊടുക്കണം, എന്തെല്ലാം പണിയുണ്ട്. ബിസി ഷെഡ്യൂളിലാണ് നിൽക്കുന്നത്. പക്ഷെ ദാവീദ് പറയും, അതൊക്കെ എന്റെ ബിസി ആണെങ്കിലും ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ കിന്നരം പാടും. കണ്ടോ? ഹല്ലേലൂയ. അപ്പൊ രാജകീയ അഭിഷേകം കിട്ടിയതുകൊണ്ട് കാര്യമില്ല, രാജകീയ അഭിഷേകത്തെ പണിയപ്പെടണം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയ. പക്ഷേ കർത്താവെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും തകർന്നിരിക്കുക ബ്രദറെ. വചനം പറഞ്ഞ് ഭയങ്കര വലിയ സംഭവം, സ്വന്തം ജനമാണെന്നൊക്കെയാണ് പറയുന്നത്, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിൽ വിളിച്ചെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എനിക്ക് എന്തുകൊണ്ടാണ് ജ്വലിക്കാൻ കഴിയാത്തത്? രാജകീയ അഭിഷേകമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൗരോഹിത്യ അഭിഷേകത്തിൽ കേറിയിട്ടില്ല. രാജകീയ അഭിഷേകത്തിന്റെ പ്രത്യേകത പിടിച്ചടക്കുന്ന അഭിഷേകമാണ്. പിടിച്ചടക്കുന്ന അഭിഷേകമാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രതികൂലമാണെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഈ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയാ. സമയം മുന്നോട്ട് പോയി. നോക്കി, ഇവിടെ പറയുകയാണ് സമൂഹലിന്റെ പുസ്തകം 17-ാം വാക്യത്തിലേക്ക് കടന്നു. ദാവീദ് പിന്നെയും സിംഹത്തിന്റെ കയ്യിൽ നിന്ന് കടന്നു വിടുവിച്ച ദൈവം, നോക്കിയേ, ഫെലിസ്തീന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, എന്നിട്ട് പറയുകയാണ്, ശൗല് തന്റെ പടയങ്കി ദാവീദിനെ ധരിപ്പിച്ചു, അവന്റെ തലയിൽ താമ്രവും സരസവും വെച്ചു, അവന്റെ കവചയും എല്ലാം ഇട്ടു, പടയങ്കിയും ഇവിടെ മേൽ അവന്റെ വാളും കെട്ടി ദാവീദിനെ നടപ്പാൻ നോക്കി. എന്നാൽ അതൊന്നും ശീലമില്ലാതിരുന്നു. ദാവീദ് പറയുന്നത്, ഇതൊക്കെ കാണുമ്പോൾ ഒരു ലുക്ക് വേണ്ട, പറ, എനിക്ക് ലുക്കില്ലെന്ന് പറ. കാണുമ്പോ കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലായിരിക്കാം, പക്ഷെ പിശാശ് വിറയ്ക്കും. ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് ശൗൽ എന്ത് ചെയ്തത്? കാണുമ്പോൾ ഒരു ലുക്ക് വേണ്ട, ഒരു യോദ്ധാവാണെന്ന് തോന്നുന്നു. അതിനുവേണ്ടി പടച്ചട്ട എല്ലാം കയറ്റി വെച്ചു. ഇതെല്ലാം ഇട്ടപ്പോഴേക്കും ദാവീദ് നടക്കാൻ പറ്റുന്നില്ല. ഇതെന്തുവായി പരിപാടി? വാളും പരിചയം തോക്കും എല്ലാം കൊണ്ട് വെച്ചപ്പോഴേക്കും നടക്കാൻ പറ്റുന്നില്ല. ദാവീദ് വെറുതൊന്നും എനിക്ക് ശീലമില്ല. പിന്നെ നീ എങ്ങനെ ഇതിനൊക്കെ പിടിക്കാൻ വേണ്ടി പോയത്? വാളും കോപ്പും ഒന്നും ഇല്ലാതെ. ശൗല് ചോദിക്കുക, ഇതൊന്നും ഇല്ലാതെ നീ പിന്നെ എങ്ങനെ ജയിക്കാൻ വേണ്ടി പോകുന്നത്? അതാണ് അഭിഷേകം, രാജകീയ അഭിഷേകം. പറഞ്ഞോടെ പറ, രാജകീയ അഭിഷേകം എന്ന് പറ. രാജകീയ അഭിഷേകത്തിന് നമ്മുടെ കഴിവ് ആവശ്യമില്ല. ആമേൻ. നോക്കിക്കേ, ഇനി നമുക്ക് പഠിക്കാം എങ്ങനെ ദാവീദാണ് അത് ഉപയോഗിക്കപ്പെടുന്നതെന്ന് നോക്കിയാൽ. ദാവീദിന് ഉപയോഗിക്കപ്പെടുന്നതിന്റെ മെയിൻ കാരണം, ദാവീദ് കാട്ടിൽ എന്തു ചെയ്തു എന്നുള്ളത് ആദ്യം പഠിച്ചു നമ്മൾ. അവിടെ പോയിരുന്ന് വെറുതെ ഇരിക്കുവല്ല, ഫ്രീ ടൈം ഇല്ല ദാവീദിന്, ബിസി ടൈമാണ്. ബിസി ടൈമിന്റെ അകത്ത് ഫ്രീ ടൈം ഉണ്ടാക്കിയെടുക്കുക. കാട്ടിരുന്നുകൊണ്ട് താൻ കിന്നരം വായിക്കും. ദൈവം തന്ന പാട്ടുകൾ, സങ്കീർത്തനങ്ങൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ കിടക്കും, യഹോവ എൻ്റെ ഇടയനാകുന്നു. കണ്ടോ, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് ബലപ്പെട്ട് അതൊക്കെ തന്നെ പിന്നെ പാട്ടൊക്കെ പാടി അവർ പറയും, വേറെ എത്രയോ സിനിമാ പാട്ടുണ്ട് പാടാൻ. ദാവീദേ, നിനക്ക് വേറെ പണിയൊന്നുമില്ല, എപ്പോഴും ഈ പാട്ടും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ. കൂടെയുള്ള ഇടയന്മാർ പറയും, ഞങ്ങളൊക്കെ എത്രയോ റീൽസ് കാണുക, എത്രയോ വേറെ എന്തെല്ലാം കേൾക്കാനുണ്ട്, നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് നമ്മളെ കളിയാക്കുമ്പോൾ നിങ്ങൾ പിന്നെ ഈ പാട്ടും പ്രാർത്ഥനയായിട്ടിരിക്കും. എൻ്റെ പ്രിയരെ, അവൻ അറിയത്തില്ല, യുദ്ധം വരുമ്പോൾ അവൻ തോക്കും, നിങ്ങൾ ജയിക്കും. യുദ്ധം വരുമ്പോൾ അവൻ തോക്കും, നിങ്ങൾ ജയിക്കും. ഹല്ലേലൂയ. ഇവിടെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ട പ്രിയരെ, പാട്ടു പാടുന്നവൻ, ദൈവത്തെ സ്തുതിക്കുന്നവൻ നിലനിൽക്കും, അല്ലാത്തവനൊക്കെ പട്ടുപോകും. ആമേൻ. ഹല്ലേലൂയ. നോക്കിക്കേ, ഇതൊന്നും എനിക്ക് ശീലമില്ല. പിന്നെ അവൻ തൻ്റെ വടിയെടുത്ത്, ആടിനെ ഓടിക്കുന്ന വടിയുമായിട്ട് ഗോലിയാത്തിനെ കൊല്ലാൻ വേണ്ടി പോവാ. നോക്കി, തോട്ടിൽ നിന്നും മിനുസമുള്ള 5 കല്ലും പെറുക്കിയെടുത്തു. നമുക്കിതെല്ലാം ഒത്തിരി നമ്മൾ കേട്ടതല്ലേ, ഗോലിയാത്തും കല്ലും ഒക്കെ നിങ്ങൾ കേട്ട് തഴമ്പിച്ചിരിക്കുന്നവരായിരിക്കും പ്രസംഗങ്ങൾ. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. എന്നാൽ ഫെലിസ്ത്യനെ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ, ഫെലിസ്ത്യൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ച്, ദാവീദ് പറയുക, ഫെലിസ്ത്യൻ ഓർത്തുകൊണ്ടിരുന്ന ഇപ്പൊ ഭയങ്കര ഒരു ജിംനാസ്റ്റിക് ആയിട്ട് ഒരാൾ വരുമെന്ന് ഓർത്തത്. അവനെ അങ്ങ് നിന്ദിച്ചു. അവൻ തീരെ ബാലനും പവിഴ നിറമുള്ളവനും കോമള രൂപനുമായിരുന്നു. അയ്യോ,
ഒരു യോദ്ധാവിന്റെ ക്വാളിറ്റി ഇല്ല. യോദ്ധാവ് എന്നൊക്കെ പറയുമ്പോൾ നല്ല എന്താ പറയുന്നത്, മുഷ്ടിയൊക്കെ ഉള്ള ഭയങ്കര സ്റ്റീൽ ബോഡിയൊക്കെ പ്രതീക്ഷിച്ചത്. ഫെലിസ്ത്യൻ പറയും ഇതെന്തുവാ വരുന്നത്? ഫെലിസ്ത്യൻ രാവിലെ നോക്കിക്കൊണ്ട് നീ വടിയുമായി എന്റെ നേരെ വരുവാൻ ഞാൻ എന്താ നായയാണോ? ഫെലിസ്ത്യൻ ചോദിക്കുക. അഭിഷേകമുള്ളവനെ പലരും കളിയാക്കുമ്പോൾ ഓ കർത്താവ് നിമിത്തം ഞാൻ നിന്ന ഏറ്റെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കാതെ ചാടി ഇറങ്ങ്. നിന്ദിക്കുന്നവനെ പിടിച്ചെടുക്കണം, അവന്റെ മുമ്പിൽ സാക്ഷിയാകണം. പരിഹസിക്കുന്നതിന് മുമ്പിൽ ജയാളിയാക്കുന്ന നിങ്ങളുടെ അഭിഷേകം. ഉടനെ ദാവീദ് പറയും എന്റെ കർത്താവേ ഞാൻ നിന്ദിക്കപ്പെട്ടു, യേശുവിന്റെ നാമത്തിൽ ഞാൻ പരിഹാസിയായി തീർന്നു, എന്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ ചെണ്ടയാകാൻ വേണ്ടി ദൈവത്താൽ എന്നെ വിളിച്ചിരിക്കുന്നു, എന്റെ വിളി അങ്ങനെ കുറെ പലരും ഇരിക്കുമ്പോൾ ദാവീദ് ഇതെല്ലാം കേട്ടിട്ട് നോക്കിക്കേ, അവനെ അങ്ങ് ശപിക്കുക. ഞാൻ നായോ എന്ന് ചോദിച്ച് തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിക്കും, നീ മുടിഞ്ഞു പോട്ടെന്നൊക്കെ പറഞ്ഞു കാണും. നമ്മളാണ് അയ്യോ അവന്റെ ശാപം കേട്ടോ തീർന്നു പരിപാടി, രക്തം ചെയ്യാൻ പറഞ്ഞ് പേടിച്ചിരുന്നതിനെ. ദാവീദ് പേടിച്ചൊന്നുമില്ല. അത് നോക്കിയേ, ഫെലിസ്ത്യൻ പിന്നെയും ദാവീദിനോട് ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം, അടുത്ത ഭീഷണിയാ, ഞാൻ നിന്റെ ഇത്ര നേരം കളിയാക്കി പരിഹസിച്ച് ശപിച്ചു, അടുത്തത് ഭീഷണിയാണ്, പേടിക്കരുത്. സങ്കീർത്തനം ധ്യാനിച്ച് നിൽക്കുക മനസ്സിൽ, സങ്കീർത്തനം അകത്തിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. കാട്ടി കടന്ന് പാടിയതെല്ലാം കത്തുവാകത്തുന്നു, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. അടുത്ത വാക്യം, ദാവീദ് ഫെലിസ്ത്യരോട് പറഞ്ഞത് നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരണം. അപ്പൊ ദാവീദിന്റെ ഊഴം വന്നു, നീ വലിയ പുള്ളിയല്ലേ, നീ വലിയ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നത് ഞാനോ, നോക്കിക്കേ, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുവാ. കണ്ടോ, ഇത് ഇന്നലെ പൊട്ടി മുളച്ചതല്ല പ്രിയരെ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവന്റെ ധൈര്യമാണിത്. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും. എന്റെ കൂടെ ഉറക്കെ പറ, എന്റെ ദൈവത്താൽ ഞാൻ സകല പ്രതിസന്ധികളിലും അത്ഭുത സാക്ഷ്യമാകുമെന്ന് പറ. യേശുവിന് നാമത്തിൽ പറ, യേശുവിന് നാമത്തിൽ പറ. എനിക്ക് കരയാൻ സമയമില്ലെന്ന് പറ, കരയാൻ സമയമില്ലെന്ന് പറ. എനിക്ക് കരയാൻ സമയമില്ല, എനിക്ക് നിരാശപ്പെടാൻ സമയമില്ല. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനായി തീരും. ഓ യേശുവേ, അന്യഭാഷ പ്രാർത്ഥിക്കണം, സമയമില്ലാത്ത സമയം ഉണ്ടാക്കിയെടുക്കണം. വചനം പറയാൻ വേണ്ടി മാസത്തിൽ 1 ഉപവാസം ഇരിക്കണം. കൊച്ചുങ്ങളുടെ വിഷയം മാറാൻ വേണ്ടി അല്ലിരിക്കേണ്ടത്, ദൈവവചനം ഏറ്റുപറഞ്ഞ് ആത്മാവിൽ ആരാധിക്കുവാൻ നിങ്ങൾ ദൈവസന്നിധിയിൽ വേർതിരിച്ചിരിക്കണം. അടുത്ത വാക്യം നോക്കുക, ഞാനോ നീ നിന്ദിച്ച ഇസ്രായേൽ നിലകളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുക. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിക്കും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷിക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാകും. ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് സർവ്വ ഭൂമിയും അറിയും. യഹോവ വാളുകൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമൊക്കെയും അറിയുവാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഇതാണ് റോയൽ അനോയിന്റിങ്, രാജകീയ അഭിഷേകം. പടക്കൂട്ടങ്ങളെ പിടിച്ചെടുക്കുന്ന, പടക്കൂട്ടങ്ങളെ പിടിച്ചു വീഴ്ക്കുന്ന റോയൽ അനോയിന്റിങ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, രാജകീയ അഭിഷേകം. ഇതാണ് പുതിയ നിയമ സഭയുടെ അധികാരം. കണ്ടോ, ഇത് നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും പിടിച്ചടക്കും. അവിടെ ഏത് പട്ടണത്തിൽ ചെന്നാലും ഒരു പിശാചിനും തൊടാൻ കഴിയത്തില്ല. പക്ഷേ കാട്ടിൽ നിന്നും പ്രാപിക്കണം. കാട്ടിൽ നിന്നും പ്രാപിക്കാതെ, അഭിഷേകത്തെ കത്തിക്കാതെ ഒരു രക്ഷയില്ല. പേര് ദാവീദിന്റെ മറുപടി ഉണ്ടോ? എന്റെ ചോദ്യം, ഇവിടെ ഒരു സ്ഥലത്ത് പോലും ദാവീദ് യഹോവേ എന്നെ രക്ഷിക്കണമേ, യഹോവേ എന്നെ വിടുവിക്കണമേ, എനിക്ക് ശക്തി തരണം ഒന്നും പറഞ്ഞിട്ടില്ല. കാര്യം ശക്തി പ്രാപിച്ചവന് പിന്നെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രാർത്ഥിക്കാത്തവർക്കാണ് ഈ നിലവിളി മൊത്തം. ദൈവസന്നിധിയിൽ ഇരിക്കാത്തവനാണ് ഈ നിലവിളിക്കുന്നത് മൊത്തം. ഇവിടെ നിങ്ങൾ നോക്കി, ഒരു സ്ഥലത്തെങ്കിലും കാണിക്കാൻ പറ്റുമോ ഈ ഒരു യുദ്ധത്തിന്റെ മുമ്പിൽ നിൽക്കാന്ന് ഓർത്തോണം. ഒരു സൈന്യം നിൽക്കുന്നത്, കൂടാതെ അനാക്യമല്ല നിൽക്കുന്നു. ഇവിടെ ഈ 3-4 വാക്കുകളിൽ, വചനങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും യഹോവേ യഹോവേ എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് കരഞ്ഞൊന്നുമില്ല. ദാവീദ് പ്രാപിച്ച ശക്തിക്കകത്തുനിന്നുകൊണ്ടായി പറയുന്ന മൊത്തം. യഹോവ വാളുകൊണ്ടും കുന്നുകൊണ്ടൊന്നും അല്ല രക്ഷിക്കാൻ പോകുന്നത് തന്നെ. ഈ സംഘം ഇത് തന്നെയാണ് യേശു പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, പിതാവേ നീ എപ്പോഴും എന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഈ ജനം വിശ്വസിക്കേണ്ടത്, ലാസറേ നീ പുറത്തു കൊണ്ടോ,
അവിടെ യേശു പറഞ്ഞില്ല, യേശു പിതാവേ നാണം കെടുത്തരുതേ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് നാമത്തെ നിൽക്കാൻ വേണ്ടി പോവാ കർത്താവേ, ഈ ലാസർ എണീറ്റില്ലെങ്കിൽ നാണക്കേടെന്ന് യേശു പറഞ്ഞൊന്നുമില്ല. ചിലർ അങ്ങനെ പറയുന്നു, കർത്താവേ, ഈ ചിലർ പറയും ബ്രദറെ അത്ഭുതം നടന്നാൽ ഞാനിപ്പം എന്ത് ചെയ്യാം, പ്രാർത്ഥനയ്ക്ക് വരാം. അത്ഭുതം നടന്നാ അതിനു മുമ്പ് വരാത്തത്? ഇതൊന്നും വരുന്നവരൊന്നും അല്ലെന്നേ, ചുമ്മാ നിങ്ങളെ പറ്റിക്കുന്നവരൊക്കെ. അത്ഭുതം നടന്നാലുണ്ടല്ലോ ഞാൻ ഇപ്പൊ കർത്താവിന് വേണ്ടി വിതയ്ക്കും. ആ നന്മ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞുണ്ടല്ലോ, മിറക്കിൾ നടന്ന ബ്രദറെ ഞാൻ എപ്പോഴും വലിയ ആൾക്കാരുണ്ട്, ഞാൻ അങ്ങ് സ്പോൺസർ ചെയ്യും. അങ്ങ് ബ്രദറിനെ അങ്ങ് സന്തോഷം. നിങ്ങളുടെ ചിന്തയിൽ ബ്രദറിനെ ഈ സ്പോൺസർ ചെയ്യാൻ പറഞ്ഞാൽ ബ്രദർ അങ്ങ് സന്തോഷിക്കും. നിങ്ങളില്ലേ 100 പേരെ കർത്താവ് ഒരുക്കും. ആമേൻ. ആകാശത്തിന് കിളിവാൽ കിടന്ന് അമ്പുരാൻ നിറയ്ക്കും. അങ്ങനെ നിങ്ങൾ ആരും പറയണ്ട കേട്ടോ. എനിക്ക് നന്മ കിട്ടിയാൽ ബ്രദറിനെ എന്ന് എന്ത് ചെയ്യും, ഞങ്ങൾ ബ്രദറിനെ അങ്ങോട്ട് അടുത്ത ഫുള്ള് മീറ്റിംഗ് ഞങ്ങളുടെ സ്പോൺസർഷിപ്പ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച ബ്രദറെ. എൻ്റെ പ്രിയരെ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ദൈവസന്നിധിയിൽ നിൽക്ക്, ഉള്ളത് വിതയ്ക്ക്, എന്നിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്ക്. പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് തരുവാന്ന് പറഞ്ഞ പോലെ ഈ ദിവസങ്ങളിൽ ഇരിക്ക്, അഭിഷേകങ്ങളെ ഒന്ന് ജ്വലിപ്പിക്ക്, ആത്മാവിലൊന്ന് പ്രാർത്ഥിക്ക്, വിഷയങ്ങളൊക്കെ തന്നെ തകരും. നോക്കിക്ക്, ഇവിടെ എൻ്റെ ഏറ്റവും വലിയ ചിന്ത, രാജകീയ അഭിഷേകമുള്ള ദാവീദ് എന്ത് ചെയ്തില്ല, ഫെലിസ്ത്യന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചില്ല. പകരം ഫെയ്ത്തിന്റെ ഡിക്ലറേഷനാണ് കാണിക്കുന്നത്. ഫെയ്ത്തിന്റെ ഡിക്ലറേഷൻ, വിശ്വാസ പ്രഖ്യാപനം. അവിടെ താൻ പറഞ്ഞ വാക്കുകൊണ്ടോ, അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, യഹോവ വാളുകൊണ്ടും കുന്തം കൊണ്ടും അല്ല രക്ഷിക്കുന്നത്, ഈ സംഘമൊക്കെയും അറിവേണ്ടവർ യുദ്ധം യഹോവയ്ക്കുള്ളത്. അതുകൊണ്ട് വിളിച്ചു പറയുക, യുദ്ധം യഹോവയ്ക്കാണ്, ഞാനിത് ജയിക്കും, അവൻ നിങ്ങളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും. എൻ്റെ ചോദ്യം, ദാവീദെ അടി കിട്ടിയാലോ? എന്തിനാ ഈ ഓവർ കോൺഫിഡൻസ്? ഇതാണ് തന്റെ സഹോദരൻ പറഞ്ഞ അഹങ്കാരം എന്ന് വിളിച്ചിട്ടില്ല. പ്രാർത്ഥിക്കുന്നവൻ എപ്പോഴും ധൈര്യം ഉണ്ടാകും, പ്രാർത്ഥിക്കാത്തവന് ധൈര്യം കുറയും. പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാവും, ഈ ദാവീദ് പറഞ്ഞ വാക്കുകൊണ്ടോ നിങ്ങൾ, ഞാൻ എന്തുള്ളൂ എന്ന് വരും. ഈ പ്രാർത്ഥിക്കാത്തവനാണ് ധൈര്യമില്ലാത്തത്. പ്രാർത്ഥിക്കുന്നവന് മനസ്സിലാവും കർത്താവിന്റെ കൃപയാ, തന്നെ പറയും എനിക്ക് എന്നാ ഉള്ളത്, കഴിവുണ്ടോ ഇല്ല. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും, നമ്മളെന്ന വ്യക്തി ഇടിയും. അവിടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അങ്ങ് തകരുവാണ്, നമ്മളെ തന്നെ താഴ്മ സംഭവിക്കുവാണ്. കാട്ടിക്കടന്ന് ധ്യാനിച്ച ദാവീദിന് മനസ്സിലായി, സിംഹം വന്നപ്പം താൻ കേട്ട വചനമെല്ലാം കൂടെ അങ്ങോട്ട് പൊങ്ങി വന്നു. ഇതാണ് നിങ്ങൾ ദൈവവചനം പറയണം. ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 2, സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വചനം ഒരു പരിചയം. നമുക്ക് അടുത്ത ദിവസം ഈ പൗരോഹിത്യ അഭിഷേകം വരുമ്പോഴേക്കും ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പരിച എല്ലാ ദിവസവും വചനം കൊണ്ട് പൊതിയണം. എൻ്റെ കൂടെ പറഞ്ഞാൽ എല്ലാ ദിവസവും വചനം കൊണ്ട് പൊതിയണമെന്ന് പറ. എല്ലാ ദിവസവും വചനം കൊണ്ട് പൊതിയണം. എല്ലാ ദിവസവും കുളിക്കുന്നവർ എത്ര പേരുണ്ട്? എല്ലാ ദിവസവും കുളിക്കുന്നവർ എത്ര പേരുണ്ട്? എല്ലാ ദിവസവും വസ്ത്രം മാറുന്നവർ എത്ര പേരുണ്ട്? എന്റെ ചോദ്യം, എന്തിനാണ് എല്ലാ ദിവസവും കുളിക്കുന്നത്? എന്തിനാ എല്ലാ ദിവസവും വസ്ത്രം മാറുന്നത്? മുഷിയുന്നത് കൊണ്ട്. മുഷിയുന്നത് കൊണ്ട് അല്ലേ? ശ്രദ്ധിച്ച്. അപ്പൊ എല്ലാ ദിവസവും എന്തിനാണ് വചനം പറയുന്ന കാര്യം? എല്ലാ ദിവസവും നമ്മൾ ജീവിക്കുന്ന ലോകത്തിലാ. പല കാര്യങ്ങൾ മുൻപിൽ വരും, പല വെല്ലുവിളികൾ നമ്മുടെ മുമ്പിൽ വരും. എല്ലാ ദിവസവും ഒരേപോലെ, ഇന്ന് മഴയാണെങ്കിൽ നാളെ വെയിലായിരിക്കും. ഓരോ ദിവസവും ഓരോ വിഷയങ്ങളാ, ഓരോന്നും മാറി മറിഞ്ഞും വരും. അപ്പൊ വചനം കൊണ്ട് പൊതിയണം നമ്മളെ തന്നെ. അതാണ് വചനം. നോക്കി, വചനം എനിക്ക് പരിചയാണ്. വചനം ഊതി കത്തിച്ച് തന്നെ ശരണമാക്കുന്ന ഏവർക്കും പരിചയാണ്. എല്ലാ ദിവസവും പറ, ഒരനർത്ഥവും എനിക്ക് വരത്തില്ല ബ്രദർ. എന്നാ ഞാൻ പറഞ്ഞത്? ഞാൻ എന്നെ തന്നെ കവർ ചെയ്യുകയാണ്. രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാവിനോ എന്റെ മേൽ അവകാശമില്ല. ഞാൻ എന്നെ തന്നെ പൊതിയുവാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സ്ഥലത്ത് എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരത്തില്ല. ഞാൻ പൊതിയുകയാണ്. എനിക്കെതിരായി വരുന്ന ആയുധം ഫലിക്കത്തില്ല. ഞാൻ എന്നെ തന്നെ പൊതിയും. അയ്യോ ബ്രദറെ, ശത്രു എന്റെ ജോലി സ്ഥലത്തും വീട്ടിലും നാട്ടിലും എല്ലാം ഉണ്ട്. എന്തിനാ പേടിക്കുന്നത്? പൊതിഞ്ഞിരിക്കുമല്ലേ. ഫെലിസ്ത്യന്റെ മുമ്പിൽ ഫുൾ കവർ ചെയ്താ ദാവീദ് നിൽക്കുന്നത്. ഫുൾ കവറിങ്ങിലാ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ദാവീദിന്റെ ധൈര്യം. ഫുൾ കവറിങ്ങിലാണ് നിൽക്കുന്നത്, ഫുൾ കവറിലാണ് നിൽക്കുന്നത്. എപ്പോഴും ഹു ഐ ആം ഇൻ ക്രൈസ്റ്റ്, ഞാൻ ആരാണ് ക്രിസ്തുവിൽ. ഈ ബോധ്യം അകത്തുണ്ടായിരിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. 28-ാം തീയതി ലൈവിൽ യൂട്യൂബിൽ കാണുന്നവര് ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിൽ എവിടെയെങ്കിലും പ്രാർത്ഥനയുടെ ലിങ്ക് കാണും. അതിലൂടെ നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പൊ ഒരു നിമിഷം നമുക്ക് കോട്ടയത്തെ മീറ്റിങ്ങിനെ ഓർത്തൊന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. കോട്ടയത്തെ മീറ്റിങ്ങിനെ ഓർത്ത് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് കോട്ടയത്ത് നടക്കാൻ പോകുന്ന പ്രാർത്ഥന, പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവൃത്തിയെ അവിടെ കർത്താവ് ചെയ്യുവാൻ ദൈവം ചെയ്യും കേട്ടോ. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി വീര്യപ്രവൃത്തികളെ ചെയ്യുന്ന നല്ല കർത്താവാണ്.
എന്റെ കൂടെ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ കോട്ടയത്ത് നടക്കുന്ന പ്രാർത്ഥന അല്പനേരം നമുക്കൊന്ന് അന്യഭാഷ പറയാം. കോട്ടയത്ത് 28-ാം തീയതി ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ കളത്തിപ്പടി, കോട്ടയത്ത് പൊൻപള്ളി റോഡിൽ നമ്മുടെ പ്രെയർ ലൈൻ നമ്പർ അവിടെ കാണാൻ പറ്റും. 3 നമ്പറുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം, കാര്യങ്ങൾ ചോദിക്കാം. അവിടെ ചോദിച്ചിട്ടും പറഞ്ഞിട്ടേ വരാം. ആരും പേരും ഡീറ്റെയിൽസ് ഒന്നും പറയണ്ട, എണ്ണം പറയുക, എണ്ണം പറയണം. കാര്യം നമുക്കൊരു കപ്പാസിറ്റി ഉണ്ട് ഹോളിനൊക്കെ, അതിന്റെ മീതെ വന്നാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എണ്ണം പറയണം, എണ്ണം പറഞ്ഞിട്ടേ വരാവുള്ളൂ. അടുത്ത തവണ ഞാൻ വിശ്വസിക്കുന്നത് എറണാകുളത്തുള്ള അടുത്ത് നടക്കാൻ പോകുന്ന എറണാകുളത്ത് എല്ലാ മാസവും, എറണാകുളത്തും കണ്ണൂരും കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ നമ്മുടെ പ്രയർ സ്റ്റേഷൻ ഉണ്ട്. എല്ലാ മാസവും നമുക്ക് പറ്റിയില്ലെങ്കിൽ എറണാകുളത്ത് ഇനി മുതൽ ദൈവം ഇന്നലെ സംസാരിച്ചതാണ്, പരിശുദ്ധാത്മാവ് രാത്രി സംസാരിച്ചാണ്. ഈ എറണാകുളത്ത് എല്ലാ മാസവും നമ്മൾ പ്രയർ സ്റ്റേഷൻ പ്രയർ, ഡെലിവറൻസ് പ്രയർ, അന്യഭാഷാ പ്രാർത്ഥനയും ഡെലിവറൻസ് മീറ്റിംഗും എവിടെ നിന്നൊക്കെ വരാൻ പറ്റുന്നോ, യാത്ര ചെയ്യാൻ സൗകര്യമുള്ളവരൊക്കെ വരിക, പ്രാർത്ഥിക്കാൻ വേണ്ടി വരിക, ദേശത്തിന് വേണ്ടി, ഇടിവിൽ നിൽക്കാൻ വേണ്ടി, ആത്മീക വർധനവിന് വേണ്ടി. ആഗ്രഹമുള്ള നിർബന്ധമൊന്നുമില്ല, അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ പ്രവേശിക്കാം, വരിക, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾ രോഗികളായി ഭാരപ്പെടുന്നവരെ കൂട്ടിക്കൊണ്ട് വരണം ആ പ്രയർ സ്റ്റേഷനിലോട്ട്. ആരെങ്കിലുമൊക്കെ രോഗികളുണ്ടെങ്കിൽ, അടുത്ത വീടുണ്ടെങ്കിൽ വണ്ടികൾ എടുത്ത് കെട്ടിക്കൊണ്ട് വന്ന് പ്രാപിക്കാൻ പറ. ഫിലിപ്പോസ് പറഞ്ഞ പോലെ യേശു അവിടെയുണ്ട്, ബ്രദർ അല്ല, യേശു അവിടെയുണ്ട് പറയണം. യേശു പ്രവർത്തിക്കും. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് കോട്ടയത്തെ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നിങ്ങളത്, ഞാൻ നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ടല്ല പ്രാർത്ഥന, ഞാനൊരു യാത്രാ മധ്യത്തിലാണ്, യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ നെറ്റ്വർക്ക് സൗകര്യങ്ങൾ, അവിടെയുള്ള സാഹചര്യങ്ങൾ, അതെല്ലാം നമുക്ക് അനുഗ്രഹമാണ്. ഏറ്റവും അനുഗ്രഹമാകാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അനുഗ്രഹമാണ്, ഏറ്റവും അനുഗ്രഹമാകാൻ വേണ്ടി. യേശുവെ, ഞങ്ങൾ 28-ാം തീയതിയിലെ പ്രാർത്ഥനയോട്ട് പ്രാർത്ഥിക്കുന്നു. കോട്ടയത്ത് നടക്കുന്ന പ്രയർ സ്റ്റേഷൻ, നമ്മുടെ 6ാമത്തെ പ്രയർ സ്റ്റേഷൻ ഇതാണ്. യേശുവെ, തമ്പുരാൻ ചെയ്യും. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അതിനെ അനുഗ്രഹിക്കുമ്പോൾ കർത്താവെ, വലിയ മീൻകൂട്ടം, വലിയ പെരുത്ത മീൻകൂട്ടം, അനേക കുടുംബങ്ങൾ വിടിവിക്കപ്പെടണം, അനേക തകർന്ന ഭവനങ്ങൾ വിടിവിക്കപ്പെടും, അനേകരെ തീയിൽ നിന്നും വലിച്ചു കയറ്റുവാൻ ഞങ്ങളുടെ മേൽ അഭിഷേകത്തെ തമ്പുരാൻ പകരും, കൃപാവരങ്ങൾ ജ്വലിക്കും. ഓരോ വീട്ടിലും കയറിച്ചെന്ന് പ്രാർത്ഥിച്ച് അവിടെ രോഗികളെ വിടിവിക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, മരിച്ചതിനെ ഉയർപ്പിക്കുവാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ ഒരു അസാധാരണ വിശ്വാസം, ഒരു അസാധാരണമായ ധൈര്യം, ഒരു അസാധാരണമായ ആത്മാവിന്റെ നിയോഗങ്ങൾ. ദാവീദ് പറഞ്ഞ പോലെ, ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഞാൻ യുദ്ധത്തിന് പോകണോ ചില നിയോഗങ്ങളെ പ്രാപിക്കുവാൻ. കർത്താവെ, ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ യേശുവേ, ഞങ്ങളിപ്പോൾ ബ്ലസ് ചെയ്ത് ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ, നിങ്ങൾക്ക് മാർച്ച് മാസം ഞാൻ ട്രിവാൻഡ്രത്തിലെ മീറ്റിംഗ് കണ്ടു. ആളുകൾ, എനിക്ക് തോന്നുന്നത് കുറച്ച് ആളുകളെ ട്രിവാൻഡ്രത്ത് എനിക്ക് വിളിച്ചു വന്നുള്ളൂ. നമ്മൾ ട്രിവാൻഡ്രത്ത് കണ്ട ഹോള് 600 പേർ. എത്രയായിരുന്നു സിസ്റ്റർ അത് ഹോളിന്റെ കപ്പാസിറ്റി? നോക്കിയ സൗകര്യം ഇതിനകത്തുണ്ടോ? 600 പേരാണോ ബ്രദർ? 500 പേരെന്നാ പറഞ്ഞത്. എത്ര അതിന്റെ റെന്റ് പറഞ്ഞത്? 55,000. 55,000. സിസ്റ്ററെ, കണ്ണൂരിലെ കാര്യം എന്ത് ചെയ്തു? സുധാസ് ഒന്നുണ്ടോ പ്രാർത്ഥനയ്ക്ക്? സുധാസ് ഒന്ന് പ്രാർത്ഥനയ്ക്ക് കയറിയായിരുന്നു. അപ്പൊ നമ്മൾ ആ ഹോളുകള് വരുന്ന ദിവസങ്ങളിൽ അതും ഏകദേശം അത്രയും തന്നെ മുകളിൽ വരുന്നതാണ്. സുധാസ്, കണ്ണൂരിത് ഞാൻ 3 ഹോള് നോക്കി വെച്ചിട്ടുണ്ട് ബ്രദർ. അത് ഒന്ന് പിന്നെ 65 75 എനിക്ക് അത്ര അതാണ് പറഞ്ഞത്. ഒന്ന് 1 ലക്ഷം റേറ്റ്, ഒന്ന് 1,03,000. മറ്റേതോ? മറ്റേതുള്ളത് ബ്രദർ, നമ്മള് അന്യഭാഷ പ്രാർത്ഥന നടത്തിയതിന്റെ താഴെയുള്ള ഹോളാണ്. അതിന് 250 പേരേ ഉള്ളൂ. അപ്പൊ കണ്ണൂരും തിരുവനന്തപുരത്തും ഉള്ളവരെ എറണാകുളത്ത് നമ്മളൊരു പ്രാർത്ഥന, എറണാകുളത്ത് ഒരു ഫുൾ ഡേ പ്രെയർ വെക്കുവാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. നിയോഗം പോലെ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാര്യം നമ്മുടെ പ്രയർ ടവർ, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ളൊരു സ്ഥലം കർത്താവ് ഒരുക്കിയത് അവിടെയാണ്. അതുകൊണ്ട് അതും പ്ലാൻ ചെയ്യുന്നുണ്ട്. ദൈവകൃപയിൽ അത് മുന്നോട്ട് പരിശുദ്ധം നോക്കും. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, നമുക്ക് അടുത്ത മാസം, ഈ മാസം അവസാനം ഞാൻ പ്ലാൻ ചെയ്താണെങ്കിലും അടുത്ത മാസം ആദ്യം, ഇപ്പോൾ ഈ ആഴ്ച ഓടിപ്പോവാണല്ലോ പെട്ടെന്ന് നമ്മളെ വിട്ട്, അടുത്ത മാസം ആദ്യം നമ്മൾ ഹോള് ബുക്ക്, ട്രിവാൻഡ്രത്തുള്ളവർ കണക്കുകൾ കറക്റ്റ് പറയണം, അതനുസരിച്ച് ഹോള് ബുക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ അത് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റത്തില്ല. പൈസ നിങ്ങൾ കേട്ടല്ലോ, അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും മാറ്റാൻ പറ്റാതെ റീഫണ്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു കാര്യമുണ്ട്, ചൊവ്വയും സൺഡേയും അവിടെ വേറെ പ്രയർ നടക്കുന്നതാണ് ആ ഹോളില്. ചൊവ്വായി സൺഡേ ഒഴികെ ബാക്കി ഡേറ്റ് അല്ലേ? അതെ. ഓക്കെ, നമുക്ക് ഇന്ന് ഞാനിത് ഞാൻ പറയിപ്പിക്കാൻ കാരണം, ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾക്ക് നല്ലൊരു ഹോള് വേണം.
എന്താണോ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുക അത് ഞങ്ങളുടെയായിട്ട് വന്നു ചേരണം. അതിനുവേണ്ടിയുള്ള നിയമങ്ങളുണ്ടാണ്. അപ്പം യൂട്യൂബിൽ കേൾക്കുന്നവരെ നിങ്ങൾ പ്രെയർ ലൈനിൽ വിളിച്ചിട്ട് അറിയിക്കുക എത്ര പേര് വരുന്നതനുസരിച്ച് നമുക്ക് ഹോള് ബുക്ക് ചെയ്യേണ്ടതാണ്. എന്തായാലും ഹോള് നമ്മൾ അവിടെ ബുക്ക് ചെയ്യും. അടുത്ത മാസം ആദ്യം തന്നെ 2 ഹോളും കണ്ണൂരിലും ബുക്ക് ചെയ്യും. ഡേറ്റും പറയുന്നതായിരിക്കും. മാർച്ച് ലാസ്റ്റ് ഏപ്രിലിൻ്റെ പകുതി ഉള്ളിൽ പ്രാർത്ഥനയുടെ ക്രമീകരണങ്ങൾ ചെയ്യും. പുറത്തുനിന്നൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ നേരെ ടിക്കറ്റ് എടുക്കുക. മിഡിൽ ഈസ്റ്റിലും മറ്റ് യൂറോപ്യൻ കൺട്രിയിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവർ, പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ, ആ കൂട്ടായ്മയിൽ കാണാൻ വരുന്നവർ, കൈവപ്പ് ശുശ്രൂഷ ആഗ്രഹിക്കുന്നവർ നേരത്തെ തന്നെ പ്രാർത്ഥനയിലൂടെ തയ്യാറായി വരിക. ഒരു ആത്മാവിൻ്റെ പകർച്ച എനിക്ക് വേണമെന്ന് പറയുന്നവർ, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ഏക സത്യ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, സ്നാനത്തിന് വേണ്ടി റെഡിയാകുന്നവർ, യേശുവിനെ മാത്രം കർത്താവ് വരികയും മറ്റ് ഒന്നിൽ ദൈവത്തെ മാമോനെ ഒരേപോലെ സേവിക്കുന്നവരുടെ മേൽ പകർച്ച ഉണ്ടാകത്തില്ല. അത് യേശുവിനെ കർത്താവായി സ്വീകരിച്ച് കർത്താവിൽ വിശ്വസിക്കുകയും ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാൻ മനോഭാവം ഉള്ളവർക്കാണ് കൈവപ്പ് ശുശ്രൂഷയുടെ പകർച്ച ഉണ്ടാകുന്നത്. അതും കൂടെ ശ്രദ്ധിക്കണം. ഓടി വന്ന കൈവപ്പ് കിട്ടത്തില്ല. അത് ആത്മാവാണ് ചെയ്യുന്നത്. ബ്രദറിന്റെ മേൽ കൈ വെക്കുന്നത് മാത്രമല്ല, പകരുന്നത് ദൈവാത്മാവാണ്. അതുകൊണ്ട് ആ നിയോഗവും പ്രാർത്ഥിച്ചുകൊണ്ട് വേണം വരാൻ വേണ്ടി. പരിശുദ്ധാത്മാവ് അത് ചെയ്യും. അപ്പോൾ ദേശത്തിൻ്റെ മേൽ തമ്പുരാൻ ചെയ്യും. ഇന്ന് മുതൽ നമ്മൾ വരും ദിവസങ്ങളിൽ പ്രാർത്ഥന ഡിക്ലെയർ ചെയ്യുവാണ്. ഈ മാർച്ച് മാസത്തിന് മുമ്പ് തന്നെ നമ്മൾ അന്യഭാഷാ പ്രാർത്ഥനകൾ ശക്തിപ്പെടുത്താൻ വേണ്ടി പോവാണ്. ഇനിയിപ്പം എനിക്കത് പൂർണ്ണമായി ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ സഹോദരങ്ങളെ, നിങ്ങൾ നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്, നിങ്ങൾ അതിനെ ലീഡ് ചെയ്യുന്നവരുണ്ട്. മാറി മാറി സഹോദരങ്ങൾ ലീഡ് ചെയ്യണം. അതിനുവേണ്ടി തയ്യാറായി നിൽക്കുന്നവർ പറഞ്ഞാൽ മതി, ഞാൻ ബ്രദറെ ലീഡ് ചെയ്തോളാം. അങ്ങനെ ഓരോരുത്തർ മാറി മാറി അന്യഭാഷാ പ്രാർത്ഥനകൾ ലീഡ് ചെയ്യണം. അതിനെ നിങ്ങൾ മാറി നിൽക്കാൻ പറ്റത്തില്ല. ആത്മാവുള്ളവൻ പിന്മാറാൻ പറ്റത്തില്ല. യുദ്ധത്തിൻ്റെ അകത്തോട്ട് കയറുക, യുദ്ധം ചെയ്യുക, രാജകീയ അഭിഷേകം. വേറെ ഒരു ഹോളും കൂടി ഉണ്ട്. ഒരു 55-ന് ഒരു ഹോളും കൂടി ഉണ്ട്. അങ്ങനെ 4 ഹോള് നോക്കി വെച്ചിട്ടുണ്ട്. എല്ലാത്തിന്റെ ഫോട്ടോ. അടുത്ത മാസം നമുക്ക് അന്യഭാഷ പ്രാർത്ഥന ഉണ്ട് അവിടെ 3-ാം ശനിയാഴ്ച. അത് ഇഷ്ടം ഞാൻ പറയാവേ കേട്ടോ. എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എല്ലാ കാര്യങ്ങളും ഈ മാസം ആദ്യ സമയത്ത് തന്നെ എല്ലാ മീറ്റിങ്ങിന്റെയും ഡീറ്റെയിൽസുകൾ പറയുന്നതായിരിക്കും. ആമേൻ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, അപ്പൊ ഇതെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, വിതയ്ക്കണം. അതും കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഏറ്റവും ബെസ്റ്റ് വിതയ്ക്കണം. കർത്താവിന്റെ നാമത്തിൽ ഏറ്റവും നല്ല. ഇന്ന് മുതൽ ശമ്പളം കിട്ടുമ്പോഴേക്കും ഒന്നും നോക്കരുത്, ബ്രദറിന് കൊടുക്കുക. പലരും പറയും ബ്രദർ ഞങ്ങൾ ഒന്നുമല്ല ചിന്ത. ദിനവൃത്താന്ന് പറഞ്ഞാൽ കർത്താവിൽ നിന്ന് പ്രാപിച്ച്, ഇന്ന് ഞാൻ ആ കൊല്ലത്തും പല പ്രദേശങ്ങളുണ്ടായിരുന്നു. ദൈവം അവരെ വിടിവിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിതച്ച് എത്ര പേരുണ്ടായിരുന്നു. ഓരോ പ്രയർ സ്റ്റേഷൻ്റെയും എനിക്ക് പറഞ്ഞ ഒത്തിരി പേര് സ്പോൺസർഷിപ്പുമായിട്ട് വന്നു. ബ്രദറെ ഞാനത് സ്പോൺസർ. എത്ര പേരത് വിതച്ചവരുണ്ട്? എത്ര പേര് വിതച്ചവരുണ്ട് ഈ നടന്ന പ്രയർ സ്റ്റേഷനിലെല്ലാം? ഒത്തിരി അത് ഒന്നും ഉള്ളവരൊന്നും അല്ലല്ലോ പറഞ്ഞു. വലിയ പറഞ്ഞ ഭയങ്കര കോടീശ്വരന്മാരൊന്നുമില്ല. ബ്രദർ എനിക്ക് ആ ഹോള് സ്പോൺസർ ചെയ്യാൻ ഒത്തിരി പേരോട് പറഞ്ഞു, ബ്രദർ എനിക്ക് ഹോള് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ട്, അതിൻ്റെ എൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങൾ അവിടെ സ്പോൺസർ ചെയ്ത് അവിടെ ഓരോ വ്യക്തിയും വിടിവിക്കപ്പെട്ടപ്പോൾ, ആ രോഗികൾ സൗഖ്യമായപ്പോൾ, ഭൂതം വിട്ടുപോയപ്പോൾ, ആ കുടുംബം രക്ഷപ്പെട്ടപ്പോൾ അതിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരും. കണ്ടോ? നിങ്ങളുടെ തലമുറകളുടെ മേൽ വരും. ഒത്തിരി പേരുണ്ട് വെച്ച് ബ്രദർ അത് അപ്പോൾ അങ്ങനെ നിയോഗങ്ങളുള്ളവർ നിർബന്ധമൊന്നുമില്ല. ഇത് അവസാനം ബ്രദർ പറഞ്ഞിട്ട് ഞാൻ വേണ്ട വിലങ്ങച്ചാരം ചെയ്യരുത്. നിയോഗം എൻ്റെ ഹൃദയത്തിൽ തോന്നുന്നത്, ബ്രദർ എനിക്ക് വിതയ്ക്കണം, എനിക്കത് സ്പോൺസർ ചെയ്യാൻ തോന്നുക, ധൈര്യമായിട്ട് സ്പോൺസർ ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം പല സഹോദരങ്ങളും എന്ത് ചെയ്ത് സ്പോൺസർ. ഇതെല്ലാം ഞാൻ പറഞ്ഞൊരു കാര്യം. ഇതൊക്കെ ഞാൻ പറയുന്നതിൻ്റെ കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് വിതയ്ക്കുന്നതിൻ്റെ മർമ്മം മനസ്സിലാണ്. വിതയ്ക്കുന്നവൻ കൊയ്യും, പ്രാർത്ഥിക്കുന്നവനും കൊയ്യും, പ്രവർത്തിക്കുന്നവനും കൊയ്യും. കർത്താവ് തന്ന എല്ലാ കൂട്ടായ്മ സഹോദരന്മാർക്കും, പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനയിൽ കൈത്താങ്ങുന്ന സഹോദരങ്ങൾ, അവരൊന്നും ശമ്പളക്കാരൊന്നുമല്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ബ്രദറിന്റെ കൂടെ നിൽക്കുന്ന ഒരാളും ശമ്പളക്കാരൊന്നുമല്ല. അവരെല്ലാം ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാ. അവർ ഓടുന്നതും ചെയ്യുന്നതും ഒക്കെ ബ്രദർ ഒന്നും കൊടുക്കുന്ന ഓർത്തൊന്നുമല്ല, അവർ കർത്താവിന് വേണ്ടി ചെയ്യുന്നവരാണ്. അങ്ങനെ അവരെ ഓർത്ത് നന്ദി പറയുന്നു. അവർ ഓടിയതൊക്കെ അത് വെറുതെ അല്ല, അത് അനുഗ്രഹമായി തമ്പുരാൻ മാറ്റി. കർത്താവ് ഞങ്ങൾ കോട്ടയത്തെ ബ്ലെസ് ചെയ്യുന്നു. വരാൻ പോകുന്ന മാർച്ചിൽ ഇനി ഞങ്ങൾക്ക് ഒരു മാസമേ ഞങ്ങളുടെ മുമ്പിലുള്ള ഫെബ്രുവരി മാത്രമേ ഉള്ളൂ. വലിയ മീൻകൂട്ടത്തെ തമ്പുരാൻ തോന്നും, ദേശത്തെ തമ്പുരാൻ തോന്നും, രാജ്യത്തെ തമ്പുരാൻ തോന്നും. ഈ നമ്മൾ ഇന്ത്യയോട്ട് പറയും, കർത്താവ് മഹാപീഡ നടന്നുകൊണ്ടിരിക്കുക. പല ഉപദേശമാരെയും സുവിശേഷകരെ ഉപദ്രവിക്കുകയും മൃഗത്തിന്റെ മലം വരെ തീറ്റിച്ച് അവരെ കെട്ടിയിട്ട് ഉപദ്രവിക്കുകയും അവരുടെ തലമുറകളെ നശിപ്പിക്കാൻ നോക്കുകയും അവരുടെ ബന്ധുമിത്രാദികളെ പീഡിപ്പിക്കുവാനും ഉപദ്രവിക്കുവാനും റേപ്പ് ചെയ്യാനൊക്കെ നോക്കുന്ന ദുഷ്ടപിശാചുക്കൾ ഇന്ത്യയുടെ മേൽ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ ആ മഹാ ഉപദ്രവം വിട്ടുമാറട്ടെ. കർത്താവ് സകലവിധമാകുന്ന കർത്താവ് ദേവദാസന്മാരെ ഉപദ്രവിക്കുന്ന, അവരുടെ കുടുംബങ്ങളെ ഉപദ്രവിക്കാൻ നിൽക്കുന്ന രാജകീയ അഭിഷേകത്തെ ഒന്ന് ജ്വലിപ്പിച്ച് പിടിച്ചടക്കുക.
പിടിച്ചടക്കുക. രാജകീയ അഭിഷേകവും പൗരോഹിത്യ അഭിഷേകത്തെയും ജ്വലിപ്പിക്കുക. ദുഷ്ട പിശാചുക്കളെ പിടിച്ചു കെട്ടുക. ഇന്ന് സുവിശേഷ വിരോധികൾക്കകത്ത് പ്രവർത്തിക്കുന്നത്, ഞാൻ മനുഷ്യരെ എതിർക്കുമല്ല, അവരല്ല വിഷയക്കാര്, അവർ അകത്ത് പ്രവർത്തിക്കുന്ന ഈവിൽ സ്പിരിറ്റുകൾ. അതിനെ പിടിച്ചടക്കുവാനാണ് രാജകീയ അഭിഷേകം, പൗരോഹിത്യ അഭിഷേകം. ഓ ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുവെ, ഞങ്ങൾ മീറ്റിനോട് നന്ദി പറയുന്നു. വലിയ പ്രവൃത്തികൾ എൻ്റെ കർത്താവ് ചെയ്യുമല്ലോ. അപ്പോൾ ഞങ്ങളുടെ കഴിവാണ്. ദാവീദ് പറഞ്ഞ, കർത്താവ് ഞാൻ എന്തുള്ളൂ, എൻ്റെ ഗൃഹം എന്തുള്ളൂ, ഞങ്ങൾ എന്നെ ഉണ്ട് കർത്താവ്, നിന്റെ കൃപയല്ലേ അപ്പ. എൻ്റെ യേശുവെ, നീ വില കൊടുത്തത് കൊണ്ടല്ലേ കർത്താവ് ഞങ്ങൾക്ക് ഈ രാജകീയ പൗരോഹിത്യ അഭിഷേകം കിട്ടിയതപ്പ. ഒരു വ്യക്തി ഞങ്ങളിലൂടെ ഒരു അത്ഭുതം നടക്കുമ്പോൾ എൻ്റെ യേശുവെ, കൃപയല്ലാതെ പുകഴുവാൻ ഒന്നുമില്ല യേശുവേ. എൻ്റെ കരത്തെ ദൈവം ഉപയോഗിച്ചു, നാവിനെ ദൈവം ഉപയോഗിച്ചു. കർത്താവെ, അങ്ങയുടെ കൃപയ്ക്കായി നന്ദി. ഇനിയും ഞങ്ങളെ ഉപയോഗിക്കും അപ്പ. അങ്ങ് ഞങ്ങളെ ഇനിയും ഉപയോഗിക്കും. നന്നായിട്ട് ലോകത്തിനറ്റത്തോളം ദൈവം ഞങ്ങളെ കൊണ്ടുപോകും, സാക്ഷിയാക്കും. ഓരോരുത്തരെയും ബ്ലസ് ചെയ്യുന്നപ്പ. ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നതിന് കൈയെടുത്ത് വെച്ച്, യേശുവേ, ഞങ്ങളിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ആത്മമണ്ഡലങ്ങൾ ഇപ്പോൾ തുറന്നു വരട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ രോഗശക്തികൾ വിട്ടുമാറുന്നു, രോഗബന്ധനങ്ങൾ വിട്ടുമാറുന്നു, വൈശാചിക നുഖങ്ങൾ വിട്ടുമാറുന്നു, രോഗശക്തികൾ വിട്ടുമാറുന്നു. കടഭാരം കൊണ്ടുവരുന്ന, ഞെരുക്കം കൊണ്ടുവരുന്ന, കുടുംബത്തിൽ സ്വസ്ഥത തരാതെ, സമാധാനം തരാതെ, കുടുംബജീവിതത്തിലും ജോലി സ്ഥലത്തും വ്യക്തികളിലൂടെ പ്രവൃത്തിയിലൂടെ കർത്താവിൽ പ്രവർത്തിക്കുന്ന സകല നെഗറ്റീവുകളെയും ആത്മാവിൽ ഞങ്ങൾ വെട്ടുന്നപ്പ. നന്മ അനുഭവിക്കാൻ കഴിയാതെ, ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയാതെ, സമാധാനത്തോടെ ആഹാരം കഴിക്കാൻ കഴിയാതെ, കുടുംബത്തിലും ദേശത്തിലും സ്വസ്ഥത കെടുത്തുന്ന വിഷയങ്ങളെ ഇപ്പോൾ ബന്ധിക്കുന്നപ്പോ യേശുവിന്റെ നാമത്തിൽ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഓ ലോർഡ് ജീസസ്, റൈൻഡഹാസ്പേദിയാന്തരി, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് കൽപ്പിക്കുന്നപ്പ. ലോർഡ് ജീസസ്, ലോർഡ് ജീസസ്, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിന്റെ കൃപ പെരുകുന്നതിന് നന്ദി പറയുന്നപ്പ. യേശുവേ, അത്ഭുതങ്ങൾ 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 നടക്കുന്നല്ലോ, അത്ഭുതങ്ങൾ നടക്കുന്നല്ലോ. കർത്താവിന്റെ വലിയ പ്രവൃത്തി നടക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഹോളി സ്പിരിറ്റ്, യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. ഞാൻ ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു തലമുറയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ട്, ഈ ക്രിസ്റ്റിയുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ജൂൺ മാസം എന്നെ എടുത്ത് കാണിച്ചുകൊണ്ട്, ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു തലമുറയുടെ ഭവനത്തിൽ ജൂൺ മാസം എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ഈ ക്രിസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ജൂൺ മാസവുമായിട്ട് കണക്ഷനുള്ള ഭവനം ഏതാണോ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിന്റെ വലിയ ക്രിസ്റ്റി എന്റെ മോന ബ്രദറെ, ജൂണിലാണ് ഉണ്ടായത്. ക്രിസ്റ്റി ജൂണിൽ ജനിച്ച ക്രിസ്റ്റി അല്ലേ? ഓ യേശു, ഇന്ന് എവിടെയാ മോൻ ഉള്ളത്? അവനിപ്പോ ജോലിക്ക് പോയേക്കുവാ, ന്യൂയോർക്കിലാ. ഇന്ന് അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ദുഷ്ടൻ അവന്റെ മേൽ വെച്ചിരിക്കുന്ന പ്ലാനുകളെ ഇപ്പോൾ ക്രിസ്റ്റി എന്ന് വെളിപ്പെടുമ്പോ തന്നെ ജൂൺ മാസം എനിക്ക് ഇപ്പൊ ജൂണിൽ അവൻ ജനിച്ചതല്ലേ? ഇതെന്നോട് പറഞ്ഞിട്ടുണ്ടോ സിസ്റ്ററെ? യേശുവിന്റെ നാമത്തിനോടുള്ള തമ്പുരാൻ പറഞ്ഞു, ദുഷ്ടന്റെ പ്ലാൻ അവിടെ ക്യാൻസൽ ആകും. അവനെ ഉന്നം വെച്ച് അവൻ അടുത്ത ലക്ഷ്യത്തിലേക്ക് നിൽക്കാൻ പോകുന്നതിനെ തടസ്സപ്പെടുത്താൻ നിൽക്കുന്നതിനെ ഞങ്ങൾ ആത്മാവിൽ വെട്ടിമാടുന്നപ്പ. ഇന്ന് പ്രിയ മാതാവെ, പ്രാർത്ഥന സ്വർഗം കേൾക്കുന്നുണ്ട് കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തലമുറയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നത് തമ്പുരാൻ കാണുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ടാണ് കർത്താവ് തന്റെ ആത്മാവിലൂടെ ഊട്ടി ഉറപ്പിക്കുക. ഈ ദിവസങ്ങളിൽ കർത്താവ് ദുഷ്ടന്റെ പ്ലാനുകളെ ക്യാൻസൽ ചെയ്യുന്നപ്പ. ജീസസ്, ആ തലമുറയുടെ മേൽ പ്ലാൻ ഉള്ളത് കൊണ്ടാണ്. തലമുറയുടെ മേൽ പ്ലാൻ ഉണ്ട് കേട്ടോ. യേശു അവന്റെ ജീവിതത്തിലോട്ട് പ്രവേശിക്കുവാൻ നിൽക്കുന്ന സകല ദുഷ്ടന്റെ പ്ലാനുകളെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ സിസ്റ്റർ നിയോഗത്തെ സ്വീകരിച്ച്, വിടുതലിനെ സ്വീകരിച്ച് ആ കർത്താവിന്റെ വലിയൊരു കവറിങ് വന്ന് വീഴുക കേട്ടോ മോന്റെ മേൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ തന്നെ താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാ വേദനകളുടെ മേൽ ഇന്ന് ശക്തി വ്യാപരിക്കുക. ആ രോഗശക്തികൾ വിട്ടുമാറുക. ആ വേദന, കാൽമുട്ടിന്റെ വേദന കൈയെടുത്ത് വെച്ച് നാളുകളായി ഇന്ന് മുട്ടിന്റെ അകത്ത് തേയ്മാനങ്ങൾ കൊണ്ടുവന്നിട്ട് അനേക ദൂരം എന്റെ കൂടെ അനേക ദൂരം എനിക്ക് യേശുവിന്റെ നാമത്തിൽ ഓടാൻ വേണ്ടിയുള്ളതാണ്. മുട്ടുവേദന ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല, രോഗമാണെന്ന് ഇരിക്കാൻ പറ്റത്തില്ല, ക്യാൻസർ ആണെന്ന് ഇരിക്കാൻ പറ്റത്തില്ല. ഓ ജീസസ്, എനിക്ക് അനേക ദൂരം ഓടാനുള്ളതാണ്. ഇന്നത് പറയുമ്പോൾ തന്നെ രോഗശക്തി ഇറങ്ങി ഓടും.
ഇത് പറയുമ്പോൾ തന്നെ രോഗത്തിന്റെ ദുരാത്മാക്കൾ ഇളകി ഇറങ്ങിപ്പോവും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് റൂഷലി ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ. 1993 മാർച്ച് മാസത്തിൽ ജനിച്ച തലമുറയുള്ള ഭവനം ഏതാണ്? 1993 മാർച്ച് മാസത്തിൽ ജനിച്ച തലമുറയുള്ള ഭവനം ഏതാണ്? യേശുവിന്റെ നാമത്തിൽ ഇന്ന് തലമുറയുടെ മേൽ എന്റെ മകനാ യുടെ മോന ജീസസ് ഇന്ന് തമ്പുരാൻ ഇന്ന് ആ ഭവനത്തിന്റെ മേൽ ഒരു പ്രവൃത്തിക്ക് വേണ്ടി തമ്പുരാൻ ചെയ്യാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം എൻ്റെ ഉള്ളത്തിൽ ഒരു അരുൺ എന്നുള്ള പേര് വെളിപ്പെടുക. കേൾക്കുന്നുണ്ടോ? അരുണല്ല എന്റെ മകൻ. അല്ലല്ല, അരുൺ എന്നുള്ള പേര് വെളിപ്പെടുക അവനുമായിട്ട് ബന്ധപ്പെട്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ചില കുരുക്കുകൾ കൊണ്ടാൻ വേണ്ടി നോക്കുക. ഓ ലോർഡ് ജീസസ്, ചില സുഹൃത്ത് ബന്ധങ്ങൾ നിമിത്തം ചില കുരുക്കിലേക്ക് അവൻ പോകുവാൻ അവനുമായിട്ട് കണക്ട് ചെയ്ത്, ഈ അരുണുമായിട്ട് കണക്ട് ചെയ്ത് അതിലേക്ക് ഒഴുകാൻ നിൽക്കുന്ന ഒരു വിഷയം ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ബ്ലോക്ക് ആവുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ അരുണെ ഒന്ന് അവിടെ പറ, മോട് പറ, ചോദിക്കണം, അരുൺ ഒന്ന് നോട്ട് ചെയ്യാൻ പറ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവനെ വെറുക്കാനല്ല പറയുന്നത്, അവനെ എതിർക്കാനല്ല പറയുന്നത്. അവൻ പോലും അറിയാതെ ചില കാര്യങ്ങൾ പ്രവേശിക്കുവാൻ നോക്കുക. ചില ട്രാപ്പുകളെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവേ, ആ തലമുറയുടെ മേൽ വിടുതലിനെ കൽപ്പിക്കുന്നപ്പ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. ലോർഡ് ജീസസ്. യേശുവേ, ഹല്ലേലൂയ, ജീസസ് ക്രൈസ്റ്റ്. ഈ കെനസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് കർത്താവിന്റെ കണി. കെനസിന്റെ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഇപ്പോൾ ചെയ്യുവാന്ന് പറഞ്ഞു. കെനസുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ? ലോർഡ് ജീസസ്, ഇന്ന് ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവാ. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ, സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് സ്വീകരിച്ചോണെ. ദുഷ്ടന്റെ ആശകൾ നശിക്കും, അവൻ പല്ലുകടി ചുരുങ്ങിപ്പോകും. തമ്പുരാന്റെ നാമം മഹത്വം എന്നവിടെ വെളിപ്പെടും. കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ അനുഗ്രഹിക്കുന്നത്, ഓ എൻ്റെ യേശുവേ, എൻ്റെ കർത്താവെ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഈ കിഴക്കേതിൽ നിന്നുള്ള വീട്ടുപേരുള്ള വ്യക്തി ആരാ? കിഴക്കേതിൽ, ആ ഒരു വീട്ടുപേര് ഞാൻ ഇങ്ങനെ കാണും. ഈ വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ കാണുന്നത് ഈ ഒരു കോർണർ പോലെയുള്ള ഒരു സ്ഥലം, അതായത് ഇടുക്കമുള്ള ഒരു സ്ഥലമാണ് ഞാൻ കാണുന്നത്. ഈ സ്ഥലത്തിൻ്റെ അകത്ത്, ഈ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴല്ല എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ കാണുന്ന ഒരു കാഴ്ച, ഈ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് ഇടുക്കത്തിൻ്റെ ഒരു അവസ്ഥ. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇന്ന് ആ കുടുംബം ഏതാണോ, എവിടെ ഇരുന്നാണോ നിങ്ങൾ കേൾക്കുന്നത്, സ്വീകരിച്ചോണെ. ആ ഇടുക്കത്തിൻ്റെ ഇടുക്കം എന്ന് പറഞ്ഞാൽ 4 കോണിലും ഇടുങ്ങിയിരിക്കുന്ന ഒരവസ്ഥ. ഇതിന്റെ പൊസിഷനും ഏകദേശം അതുപോലെ ഇരിക്കുന്നത്, ഈ ഭവനത്തിന്റെ പൊസിഷനും. ഇന്ന് കർത്താവ് ആ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ഞങ്ങളുടെ അത്ഭുത കരം ഇന്നോടെ വെളിപ്പെടുന്നല്ലോ. യേശുവിന്റെ അധികാരമാണ്. പറഞ്ഞു സിസ്റ്റർ. കിഴക്കേതിൽ അതിന് സ്ഥലം പക്ഷെ വിറ്റു, ഞങ്ങള് നാട്ടിലൊന്നും ഇല്ല, പാലക്കാട് വിറ്റു, പക്ഷെ ഒന്നുമില്ല. സ്ഥലമല്ല, വീട്ടുപേര്. ഇപ്പൊ പറയാൻ വന്ന ഒരു വീട്ടുപേരാണോ? വീട്ടുപേര് അതന്നെയാ. ഇപ്പൊ ആദ്യം പറയാൻ വന്ന സഹോദരി കിഴക്കേതിലാണോ? അത് കിഴക്കേതിൽ, കോഴോട് കിഴക്കേതിൽ വീടെന്നാണ്. ഈ പറഞ്ഞ പോലെ ഒരു ഇടുക്കം ഇരിക്കുന്ന സ്ഥലത്താണോ ഇതിരിക്കുന്നത്? അതെ. ഇതേ കുടുംബത്തില് പ്രശ്നങ്ങളുണ്ട്. ഇതിന്റെ ഷേപ്പും അങ്ങനെ തന്നെയാ ഇരിക്കുന്നത്. ഇടുക്കം പോലെ തന്നെയാണ്. ജീസസ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കും. എന്നെ വീടിന്റെ ഒരു കോർണർ വശം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, ഒരു കോർണർ. ഞാൻ ആ കോർണറിൽ നിന്നുകൊണ്ട് നോക്കുമ്പം എനിക്കൊരു വീട് കാണാൻ പറ്റുന്നുണ്ട്. ആ അതായത് എന്റെ ബാക്ക് സൈഡിൽ ഒരു കോർണറിൽ നിൽക്കുമ്പോൾ ഒരു വീട് കാണുക ഞാൻ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ ഈ ഭവനത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിന്റെ മേലെ ഒരു അവകാശവാദം ഞാൻ കാണുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഓ ലോർഡ് ജീസസ്. സിസ്റ്റർ, ഈ സെപ്റ്റംബർ മാസം എന്നെ എടുത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഈ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ എല്ലാം
സെപ്റ്റംബറിൽ എന്റെ വിവാഹ വാർഷികമാണ്. സെപ്റ്റംബർ മാസം. ആ. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, എന്റെ ദൈവം യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇതൊരു കാലത്തെ കർത്താവ് എന്നെ കാണിക്കുക, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്നുള്ള തമ്പുരാൻ പ്രശ്നങ്ങളാണ് ബ്രദറെ. ഇന്ന് കർത്താവ് ആ വിഷയത്തിന്റെ മൂല കാരണത്തിന് തകർക്കുക കേട്ടോ. ഇതിനെല്ലാം പിന്നിൽ അടുത്ത സെപ്റ്റംബറിൽ നിങ്ങൾ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ സാക്ഷ്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പോവാ. യേശുവിന്റെ നാമത്തിൽ എന്ന് റിലീസ് ചെയ്യുന്നവ ദുഃഖം സന്തോഷമാകും എന്ന് ഞാൻ കേട്ടോണ്ടിരിക്കുക. ദുഃഖം സന്തോഷമാകും. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതിന്റെ അകത്തുനിന്ന് ചിലതിനെ തമ്പുരാൻ അയക്കും. ഓ ജീസസ്, നന്മയുമായി മടങ്ങി വരുന്ന രീതിയിൽ ദൈവം അയക്കും. ഒരു കാലത്തും ഇതിന്റെ അകത്തുനിന്ന് ഒരു നന്മ ഉണ്ടാകത്തില്ലെന്ന് വിധി പറഞ്ഞവർ അത്ഭുതപ്പെടാൻ വേണ്ടി പോവാ. ജീസസ്, ഒരു വിളക്ക് കത്തിച്ച് അത് പറയും കീഴിലല്ല തണ്ടിന്മേൽ എത്ര വെക്കുന്നത് പോലെ, അത് പട്ടണം മുഴുവൻ കാണുന്നത് പോലെ ആ കുടുംബത്തിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച, പ്രാർത്ഥനയ്ക്ക് പോലും എതിരായി നിൽക്കുന്ന അനുഭവങ്ങൾ. ഓ ജീസസ്, അന്തരീക്ഷം മാറുക കേട്ടോ, അന്തരീക്ഷം മാറുക യേശുവിന്റെ നാമത്തിൽ. ദുഷ്ടപിശാചുക്കൾ അവിടെ നിന്ന് ഇറങ്ങുക. ഓ അതിന്റെ സൈൻ ഞാൻ ഈ 17 എന്നുള്ളൊരു ഡേറ്റ് കണ്ടുകൊണ്ടിരിക്കുക. 17 എന്നൊരു ഡേറ്റ്. യേശുവെ, കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി 17 എന്ന് പറഞ്ഞ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ് തമ്പുരാൻ എന്നെ കാണിക്കുക. 17 എന്നൊരു ഡേറ്റ് കാണിച്ചോണ്ടിരിക്കുക. ഈ 17 എന്നുള്ള ഡേറ്റുമായിട്ട് സ്പെസിഫിക് ആയിട്ട് തമ്പുരാൻ കാണിക്കുന്നത് ഈ സെപ്റ്റംബർ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഈ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നതിന് മുമ്പ്, അതിന് മുമ്പ് ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ മാർച്ച് 17 ഒരു വലിയൊരു വഴിത്തിരിവിലേക്ക് കൊണ്ടുപോകും. ഒരു ടേണിംഗ് ഉണ്ടാകുന്ന ടൈമാണ് മാർച്ച് 17. നോട്ട് ചെയ്തോണം കേട്ടോ, പ്രാർത്ഥിച്ചോണം. നോട്ട് ചെയ്ത് വെച്ചേക്ക് മാത്രം പോരാ, ആ വാഗ്ദത്തം പ്രാപിക്കണം. മന്ദതയുള്ളവരാകാതെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവർ അനുകാരിയാകണം. മാർച്ചുമായിട്ട് ഒരു ബന്ധം ആ കുടുംബത്തിനുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാം ഞാൻ റിലീസ് ചെയ്യുന്നു. കർത്താവെ, അത്ഭുതത്തിന് നന്ദി. ആമേൻ പറഞ്ഞ് സിസ്റ്ററെ വിടുതൽ സ്വീകരിച്ചോട്ടോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിന്റെ അഗ്നി തൊടുന്നല്ലോ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആഴങ്ങൾ, നീണ്ട സമയങ്ങൾ കർത്താവെ അങ്ങ് തൊടുന്നല്ലോ. ഓ ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യഹോവ എന്റെ ഇടയനാകുന്നു എന്ന വചനം ഒരു വീടിന്റെ ഹോളിൽ ഒട്ടിച്ചിരിക്കുന്നത് ഞാൻ കാണുക. ഞാൻ ആ വീടിന്റെ അകത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ, എന്റെ ഹോളിൽ നിൽക്കുമ്പോൾ തന്നെ ഇടതുവശത്തും ഒരു ഡോറുണ്ട്, വലതുവശത്തും, അതായത് ഇടതുവശത്തും വലതുവശത്തും ഡോറ് തുറന്ന് അകത്തോട്ട് കയറാൻ പറ്റുന്ന ഒരു ഹോള് ആദ്യം ഈ വീടിന്റെ അകത്തുണ്ട്. ഈ വീടിന്റെ ഹോളിൽ തന്നെയാണ് ഈ വാക്യം എഴുതി വെച്ചിരിക്കുന്നത്. 2 ഡോറുകൾ ഉള്ള ഒരു ഹോള്. അതിലൂടെ 2 മുറിയിലേക്കും ഒന്ന് അകത്തോട്ടും പ്രവേശിക്കാൻ പറ്റും. ഈ ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുക. ഈ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ വചനം അവിടെ ഉണ്ടെങ്കിലും ശൂന്യതയാണ് ആ ഭവനത്തിന്റെ അകത്ത്. ഞാൻ ശൂന്യതയാണ് കാണുന്നത്. ചില നന്മകൾ നഷ്ടപ്പെട്ട് കയ്യിൽ നിന്ന് പോയി. കൺമുമ്പിൽ പലതും നഷ്ടപ്പെടേണ്ടത് കണ്ടുകൊണ്ടിരുന്നേണ്ടി വന്നു. അതിന്റെ അകത്ത് പിടിച്ചു നിർത്താൻ പോലും കഴിയാതെ നിസ്സഹായമായി നിൽക്കുന്ന ഒരു കുടുംബം. എന്നാൽ വചനം അവിടെയുണ്ട്. ഇന്ന് കർത്താവ് പറയുന്ന ആ വചനം പ്രവർത്തിക്കാൻ വേണ്ടി പോവാം. ആ ഭവനം ഏതാണോ, ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞ് ആ ഭവനം സ്വീകരിച്ചോണേ. ഇന്ന് ശൂന്യതകളെ ദൈവം നിറയ്ക്കും. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞു സിസ്റ്ററെ. ആ വാക്യം എന്റെ വീട്ടിലാണ് ബ്രദറെ. ഈ പറഞ്ഞ പോലെ സിസ്റ്റർ അടയാളമെല്ലാം. അതെ, യഹോവ എന്റെ ഇടയനാവുന്ന എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അത് എന്റെ ഭവനത്തിലാണ്. ഈ 2 വാതിലുള്ള ഭവനമാണോ ഇത്? ഹോളിൽ നിന്ന് കയറി. ഓ ലോർഡ് ജീസസ്, ഇന്ന് കേട്ടതുപോലെ തന്നെ സിസ്റ്ററെ, കർത്താവ് ഈ ദിവസങ്ങളിൽ ഒന്നിനും മുട്ടില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോവാ. എന്റെ യേശുവേ, മക്കളെ അനുഗ്രഹിച്ചു. സത്യമാണ്, എല്ലാം ശൂന്യമായി, കയ്യിൽ ഇപ്പൊ ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാ. ജീസസ് ക്രൈസ്റ്റ്. ഓ യേശുവേ, യേശുവേ, ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞാൻ ഏബൽ എന്നുള്ളൊരു പേര് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്റെ ആങ്ങളുടെ മോനാണ് ഏബല്. കർത്താവേ, അങ്ങ് തൊടുക കേട്ടോ. ഇന്ന് ആ ആങ്ങളയുടെ കുടുംബവുമായിട്ട് കണക്ട് ചെയ്ത്
ഇന്നൊരു ഒരു ചെങ്ങല ബ്രേക്ക് ആവുക യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ഇവിടെയും അവിടെയും വിടുതല. ഇത് ഇവിടുന്ന് ഏബലിലേക്ക് പകർന്ന് രണ്ട് കുടുംബത്തിന്റെ അകത്തും ചെങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടിരുന്ന ഒരു അനുഭവത്തെ കർത്താവ് ഇന്ന് പൊട്ടിച്ചു മാറ്റുക. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. ഇതിന്റെ നിവർത്തി കാണാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്. ബ്രദറെ, ഞാനിന്ന് ഉപവാസത്തിലായിരുന്നു. ഉപവാസത്തിൽ ആങ്ങളയ്ക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഈ ഏബലുള്ള കുടുംബമാണോ ആങ്ങളുടെ കുടുംബം? അതെ അതെ. ഓ, യേശു തൊട്ട് കേട്ടോ, കർത്താവ് തൊട്ട്. ഇതെല്ലാം സിസ്റ്ററിനോട് പറഞ്ഞിട്ടുണ്ടോ ഈ കാര്യങ്ങൾ വല്ലോ? ഒന്നും പറഞ്ഞിട്ടില്ല ബ്രദറെ. ഇത് ഈ സിസ്റ്ററോട് തന്നെയുള്ള ദൂതാ കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. കർത്താവിന്റെ കൃപ പെരുകുന്നല്ലോ. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ, 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 ആമേൻ. ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നപ്പ. കർത്താവിന്റെ കൃപ പെരുകുന്നല്ലോ. ഞാനിന്ന് ബ്ലസ് ചെയ്യുന്നു, ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഒത്തിരി മുന്നോട്ട് പോയി. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച് ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗത്തെ കൽപ്പിക്കുന്ന ഇറങ്ങിപ്പോ. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം പറ എന്റെ അവകാശമാണ്. പൂർണ്ണ സൗഖ്യം. എന്റെ യേശു അല്പം വിലയല്ല കൊടുത്തത്, മുറിവേറ്റത് മുഴുവൻ പ്രാണവേദന കൊടുത്ത് എനിക്ക് വേണ്ടി വില കൊടുത്ത് വാങ്ങിയത്. ഒരു തകർച്ചയ്ക്കും എന്റെ മേൽ അവകാശമില്ല, ഓരനർത്ഥത്തിനും എന്റെ മേൽ അവകാശമില്ല. എനിക്കെതിരായി വരുന്ന ഒരു ആയുധം ഫലിക്കത്തില്ല. ദുഷ്ടൻ എനിക്കെതിരെ ജയിക്കത്തില്ല, ദുഷ്ടൻ എന്നെ ജയിക്കത്തില്ല. അവൻ ഒരു വഴിയായി വരും, 7 വഴിയായി ഓടിപ്പോകും. സൈന്യങ്ങളുടെ യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും ഒരു പിശാചും, യോശുവയുടെ പുസ്തകം പറഞ്ഞു, ഒരു മനുഷ്യനും നിനക്കെതിരെ നിൽക്കത്തില്ല. കവർ ഈ വചനം കൊണ്ട് കർത്താവ് ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ്, കൈയെടുത്ത് വെച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ, ഇപ്പൊ തന്നെ കൽപ്പിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ വിടുതലിനും സൗഖ്യത്തിന് കർത്താവ്. കൈയെടുക്കുമ്പം ആ വേദന അവിടെ ഇല്ല, അത്ഭുതം അവിടെ നടന്നിരിക്കുന്നു. കർത്താവ് തൊട്ട കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് സാക്ഷ്യത്തിന്റെ സമയമാണ്. അത് മാത്രമല്ല, ഈ മാസം വിതയ്ക്കേണ്ട മാസമാണ്. സാലറി കിട്ടുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? ഈ വർഷത്തെ കർത്താവ് ഞങ്ങളുടെ മെയിൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ വിതയ്ക്കുക. ഈ മാസം സാലറി കിട്ടുമ്പോൾ തന്നെ ആദ്യത്തെ പ്ലാൻ ചിട്ടി പൈസയല്ല, മറ്റൊന്നുമല്ല, ഹൃദയത്തിൽ കർത്താവിന് എത്ര കൊടുക്കേണ്ടത്, എത്രയാണ് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്, അത് വിതയ്ക്കുക. കർത്താവ് എന്നോട് സംസാരിക്കും, കർത്താവ് ഞാൻ എന്താ വിതയ്ക്കേണ്ടത്, എൻ്റെ പങ്ക് എന്താണ്, ഇത് ഞാൻ ബ്രദറിന് കൊടുക്കുക എന്നുള്ള മനസ്സൊക്കെ പൊട്ടട്ടെ, ഏതെങ്കിലും സഭയ്ക്കാന്നുള്ള പൊട്ടട്ടെ. ദൈവം അനേക ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി, അനേക രോഗികൾ സൗഖ്യമാകേണ്ടത്, അനേക തകർന്ന ഫലങ്ങൾ വിടുവിക്കപ്പെടേണ്ടതിന്, അനേക ബന്ധിതരെ പൊട്ടിക്കേണ്ടതിന് കർത്താവെ ഞാനിത് വിതയ്ക്കുക എന്ന് പറയണം, പ്രാർത്ഥിക്കണം. ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ നിങ്ങളുടെ വിത ഈ ദിവസങ്ങളിൽ വളരെ വളരെ അനുഗ്രഹമായിരുന്നു. കാര്യം അനേക ആത്മാക്കൾ ഇന്ന് വിടുവിക്കുന്ന നമുക്ക് കാണാൻ പറ്റി. യേശുവെ, വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. അവരുടെ ജോലിയിൽ, അവരുടെ ബിസിനസ്സിൽ, എവിടെയൊക്കെയാണോ അവര് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്, നിന്റെ അധ്വാനം നീ തന്നെ ഭക്ഷിക്കും, നീ ഭാഗ്യമാണെന്ന വചനത്താണ് ഞാൻ തുറക്കുന്നപ്പോ അവരെ റിലീസ് ചെയ്യുന്നു. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ എടുക്കും തോറും വർദ്ധിക്കുന്ന സൂപ്പർ നാച്ചുറൽ മിറക്കിൾ മണിയെ റിലീസ് ചെയ്യുന്നപ്പ വർദ്ധിക്കട്ടെ, പെരുകട്ടെ, വാരി വിതറി കൊടുക്കുവാൻ സമൃദ്ധിക്ക് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പിന്നെയും വിതയ്ക്കേണ്ടത് നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റും. കർത്താവിന്റെ നാമത്തിൽ വിതയ്ക്കുക. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. വലിയ പ്രവൃത്തിയാൽ പരിശുദ്ധാൽ നടക്കിയ സമയം സാക്ഷ്യമുള്ളവര് വേഗത്തിൽ പറഞ്ഞാട്ടെ. ഈ സമയത്ത് പ്രാർത്ഥന റിക്വസ്റ്റ് പറയരുതേ. പ്രയർ റിക്വസ്റ്റ് പറയാൻ തുടങ്ങി. നമുക്ക് ഓൾറെഡി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഉണ്ടെങ്കിൽ പ്രെയർ ലൈൻ നമ്പർ ഉണ്ട്, അതിലേക്ക് വിളിക്കാവുന്നതാണ്. കർത്താവിന്റെ നാമത്തിൽ അത് ചെയ്യുക. ഈ സമയത്ത് സാക്ഷ്യം, ഒരേ ആലോചന ഒരേപോലെയുള്ളവർ എടുത്തു പറയണ്ട, നിങ്ങളത് ഏറ്റെടുത്താൽ മതി. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ മാത്രം ഉള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. എനിക്ക് സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. ഈ കൊല്ലത്തെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ ലൈവിൽ അറ്റൻഡ് ചെയ്തായിരുന്നു. അപ്പൊ ബ്രേക്ക് ത്രൂവിന്റെ സമയത്ത് പറഞ്ഞായിരുന്നു 921 നമ്പറുകളുള്ള നോട്ടുള്ള കൈവശമുള്ള ആളെന്ന് പറഞ്ഞ് പേഴ്സണിസ്റ്റ്. ഇപ്പൊ എനിക്ക് ഒരു നോട്ട് ഉണ്ടായിരുന്നു, 20ന്റെ നോട്ടായിരുന്നു. ആ നോട്ട് സീരിയൽ നമ്പർ സഹോദരന്റെ നമ്പറിലായിരുന്നു, ഫോൺ അക്കൗണ്ട് അല്ലേ? അതെ, 921 ഉണ്ട്. അത് യേശുവിന്റെ നാമത്തിൽ കൈ വെച്ചോണം. അത് കർത്താവ് ജാഗ്രത വെച്ചിരിക്കുന്ന ആൾ. അപ്പൊ ഞാൻ ചോട്ടെ, ആ സീരിയൽ നമ്പർ കാണാൻ വല്ല വഴിയുണ്ടോ? ഞങ്ങള് ഇല്ല.
യേശുവിന്റെ ഇല്ലില്ല നാമത്തിൽ അത് ഇന്ന് കൈവച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ കരത്തിൽ അതൊരു അടയാളം കാണിച്ചതാണ്. കർത്താവിനോട് പറയുന്നത് സൂപ്പർ നാച്ചുറൽ ഫിനാൻസ് തുറക്കാൻ വേണ്ടി പോവാ. സാമ്പത്തിക മേഖലയിൽ ദൈവത്തിനാലുള്ളൊരു വർധനവിനെ തമ്പുരാൻ ചെയ്യാൻ വേണ്ടി ചില കുരുക്കുകൾ തമ്പുരാൻ അഴിക്കാൻ വേണ്ടി പോവാ. കർത്താവിന്റെ നാമത്തിൽ ഇനി ഒരൊറ്റ പൈസ പോലും ഹോസ്പിറ്റലിൽ കളയാൻ ദൈവം സമ്മതിക്കത്തില്ല കേട്ടോ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ അധ്വാനത്തെ ദൈവം വർദ്ധിപ്പിക്കാൻ വേണ്ടി പോകുന്നു. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു. ഹലോ ബ്രദറെ, കഴിഞ്ഞ കൊല്ലം മീറ്റിംഗില് ഞാൻ ലൈവായിട്ട് കാണുന്നുണ്ടായിരുന്നു ബ്രദറെ. അപ്പോഴേ ലീന എന്ന് പേരൊന്ന് പറയാനിടയായിരുന്നു ബ്രദറെ. അത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് ബ്രദറെ. ആമേൻ. അതുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണോ അതെല്ലാം സ്വീകരിച്ചോണം കേട്ടോ. ഓക്കെ, താങ്ക് യു ബ്രദറെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. ഞാനും എന്റെ 2 പേരക്കുട്ടികൾ, എന്റെ മോന്റെ 2 കുട്ടികൾ, ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപോലെ ഛർദിലും വയറ്റിളക്കും പനിയും കൂടെ പിടിച്ചു. ഒത്തിരി കഷ്ടപ്പെട്ട് ഞാൻ അന്നേരപ്പൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, കർത്താവിന്റെ തിരുമുറിവിനാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു. ഇപ്പം ഞങ്ങളുടെ 3 പേരുടെ അസുഖം മാറിയിട്ടുണ്ട്. കർത്താവിന് മഹത്വം. നന്ദി കർത്താവ്, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. പറഞ്ഞു. കഴിഞ്ഞ 2 മാസം മുമ്പ് പനിയായിരുന്നു. പനി വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങിച്ച് കുറഞ്ഞു. അതിന്റെ പുറകാല ചെവിയിൽ ഒരു പരുവ് പോലെ വന്നു, ഗ്ലാൻഡിനും എല്ലാം വേദനയായി, ഇതുപോലെ ഇൻഫെക്ഷൻ പോലെ മേലെണ്ണാക്കിലെല്ലാം വന്ന്. ഇതിപ്പം തന്നെ കുറവുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം പരിപൂർണ സൗഖ്യം വന്നിരിക്കും. ഇവൻ പ്രാർത്ഥനയുടെ സമയത്ത്, ഈ സൗഖ്യ സമയത്ത് ഈ ഗ്ലാൻഡിന്റെ സൈഡിലെല്ലാം ഒരു വേദന പോലും ഇപ്പൊ ഇല്ല. നന്ദി യേശു, അത്ഭുതം. ആമേൻ. നന്ദി യേശു, അത്ഭുതകരമായ വിടുതലിന് നന്ദി പറഞ്ഞു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ യേശു. ഞാൻ യൂട്യൂബിൽ നമ്മുടെ സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. അല്ലാതെ വരുന്നു, നിങ്ങൾ അതിനേർക്ക് ഇത് അയച്ചു കൊടുക്കണം. എത്ര പേര് അയച്ചു കൊടുത്തായിരുന്നു ആ ടെസ്റ്റിമോണീസ് ഷെയർ ചെയ്തത്? എത്ര പേരെ ലിങ്ക് അയച്ചു കൊടുക്കുന്നുണ്ട്? സാക്ഷ്യങ്ങളുടെ അത് കൊടുക്കണം എല്ലാവരും. അനേക രോഗികൾ, നിങ്ങൾ ഏതൊക്കെ രോഗികളൊക്കെ ഉണ്ടോ, പ്രത്യേകിച്ച് ഹോസ്പിറ്റലായിരിക്കുന്നവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കണം. അവർക്ക് ഇത് കാണുമ്പോൾ തന്നെ അത്ഭുതം ഉണ്ടാവും. അതുകൊണ്ട് ഒരു മടിയും വേണ്ട. അതിന്റെ പേര് നിന്ന് കേട്ടാൽ അത് സാരമില്ല. ക്രിസ്തു നിമിത്തം സന്തോഷിക്കുക കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. സ്തോത്രം ബ്രദറെ. ഇപ്പോ ബ്രദർ പറഞ്ഞില്ലായിരുന്നോ യഹോവ എന്റെ ഇടയനാകുന്നു എന്നും പറഞ്ഞ് ഹാളിൽ കിടക്കുന്നുണ്ടെന്ന്. ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ തന്നെ കേറുമ്പോ നേരെ ഹാളിലേക്കാണ് കേറുന്നത്. അപ്പൊ ഈ ഫ്രണ്ടില് തൂക്കിയിട്ടിട്ടുണ്ട് വചനാണ് അത്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് ഇപ്പൊ ബ്രദർ പറഞ്ഞതുപോലെ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യില് വീടിന്റെ അടയാളം ശ്രദ്ധിച്ചായിരുന്നോ? അടയാളം ശ്രദ്ധിച്ചായിരുന്നോ? അതെ അതെ അതെ, ശ്രദ്ധിച്ചായിരുന്നു. വാതിലുകള് ഈ പറഞ്ഞ ഏബലുമായിട്ട് എന്നാ കണക്ഷൻ ഉള്ളത്? ഫ്രണ്ടിൽ തന്നെ വാതിലുണ്ട്. അല്ല സിസ്റ്റർ, ഏബൽ എന്നുള്ള ഒരു മോൻ വെളിപ്പെട്ടായിരുന്നു ആ പേര്. അതും കൂടെ സിസ്റ്റർ ഉണ്ടായിരുന്നു. അതിന്റെ അകത്ത് അടയാളമായിട്ട് ആ കുടുംബത്തിന്റെ അകത്ത് ഏബൽ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന യോഗയുടെ വെളിപ്പ്. ആ സഹോദരി പറഞ്ഞത് സഹോദരന്റെ മോനായിരുന്നു പറഞ്ഞത്. അതാ ഞാൻ ചോദിച്ചത് കേട്ടോ. ആ അടയാളം ഉള്ളതാണ്. എങ്കിലും ആ വചനം ഏറ്റു പറഞ്ഞോണം, അതിന്റെ സമൃദ്ധി ഒന്ന് സ്വീകരിച്ചോണം കേട്ടോ. ബ്രദറെ, ഒരു സാക്ഷ്യം പറയാനുണ്ട്. കൊല്ലത്ത് പ്രയർ നടന്നപ്പം ഒരു ബെന്നിയുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന ഒന്ന് ഒരു റെജി ഇറങ്ങിപ്പോകുന്നതായിട്ട് ബിജു ആ ബിജു എൻ്റെ ബെന്നിയുടെ പെങ്ങടെ മോനാണ്. അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. വിടുതൽ കർത്താവ് ചെയ്യും കേട്ടോ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ബ്രദറെ പറഞ്ഞു. അതെ, കഴിഞ്ഞ ദിവസം കൊല്ലം മീറ്റിംഗില് ഞാനന്ന് സൂമിൽ കയറിയിട്ടുണ്ടായിരുന്നേ. ഫുള്ള് തീരുന്നിടം വരണ്ട. അപ്പൊ അന്ന് ലാസ്റ്റ് ആകാറായപ്പം പറഞ്ഞായിരുന്നു പൊന്നമ്മയുടെ മോളെ തൊടുന്നു പറഞ്ഞ്. അത് എന്റെ അമ്മയുടെ പേര് പൊന്നമ്മ, എന്റെ പേര് അശ്വതി എന്നാണ്. അപ്പൊ ഞാനത് ഏറ്റെടുക്കുന്നു. മറ്റാരും അത് പറഞ്ഞില്ലായിരുന്നു. എന്റെ അമ്മ മരിച്ചു പോയതാണ്, മരിച്ചിട്ട് 39 വർഷമായതാണ്. ഞാനത് ഏറ്റെടുക്കുന്നു. പിന്നെ ഇന്നൊരു ഇത് വന്നതെന്ന് വെച്ചാൽ ഞാൻ കുറെ കപ്പ വാട്ടിയിട്ടിരുന്നേ.
ആദ്യമായിട്ടാണ് വാട്ടിയിടുന്നത്. വാട്ടിയിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഭയങ്കര മഴക്കാറായിരുന്നു. മഴക്കാറ് കയറി ഇരുണ്ടിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പൊ ഇനി ഞാൻ അവിടെ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് എന്റെ അധ്വാനം പോലെ ഞാൻ തിന്നും, ഇത് മഴ നനഞ്ഞു പോകാൻ എന്റെ കർത്താവ് അനുവദിക്കരുത്, കർത്താവ് എന്നെ ശക്തനാക്കുന്ന എന്റെ യേശു കർത്താവ് മുഖാന്തരം മഴ മാറിപ്പോകും എന്ന് ഞാനിങ്ങനെ മനസ്സിൽ നിന്ന് അവിടെ നിന്ന് ആ പറമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ബ്രദറെ. ഈ സമയം വരെ മഴ പെയ്തിട്ടില്ല. മഴക്കാർ ഇതിലേ പോയെന്ന് പോലും അറിയത്തില്ല. അതുപോലെ ആ കപ്പ ഒരു കേടും കൂടാതെ എടുക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് ബ്രദറെ. ഞാനത് ദൈവത്തിന് നന്ദി പറയുന്നു, ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. നന്ദി കർത്താവ്, അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് ഇനിയും നടത്തട്ടെ കേട്ടോ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഹലോ, പറഞ്ഞു ബ്രദറെ. പറഞ്ഞു ബ്രദറെ, അടുത്ത മാസം എറണാകുളത്ത് എന്നാ നടത്തണേന്നൊന്ന് പറയാമോ? വരാനായിരുന്നു. തീർച്ചയായിട്ടും സിസ്റ്ററെ, ഞാനത് ഈ നമ്മുടെ ലാസ്റ്റ് കോട്ടയത്തെ പ്രകടനം കഴിയുമ്പോഴേക്കും ഞാനൊന്ന് ജസ്റ്റ് അതിന്റെ ശേഷം കോട്ടയം വരെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തന്നെ എല്ലാ മീറ്റിങ്ങിന്റെ ഡീറ്റെയിൽസുകൾ പറയുന്നതായിരിക്കും കേട്ടോ. ഹലോ ബ്രദർ. പറഞ്ഞു. ഹലോ ബ്രദർ, കൊല്ലത്തെ മീറ്റിംഗില് പറഞ്ഞിട്ടുണ്ടായി ജൂലൈ മാസം ജനിച്ച ഒരു പെൺതലമുറയുടെ കാര്യം. അത് എന്റെ മകളെ, ഞാനത് ഏറ്റെടുക്കുന്നു ബ്രദർ. ഏറ്റെടുത്തോ, കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകട്ടോ. ഗോഡ് ബ്ലെസ്. ഹലോ ബ്രദർ. പറഞ്ഞു. ബ്രദറെ, എന്റെ കാലിൽ ഉപ്പൂറ്റിക്ക് വേദന ഉണ്ടായിരുന്നു. അപ്പോഴിന്ന് പ്രാർത്ഥിച്ചപ്പോ സൗഖ്യമായി. ഇപ്പൊ ഒട്ടും വേദന ഇല്ല? ഇല്ല. ഓ, യേശുവെ അങ്ങ് ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. പറഞ്ഞു. ബ്രദറെ, എന്റെ പേര് അജിത് എന്നാണ്, ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഞാനൊരു പെന്തകോസ്ത് വിഭാഗത്തിലാണ്. എങ്കിലും എനിക്ക് സുവിശേഷം ഞാൻ ആദ്യമൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഈ ഇടയ്ക്ക് എന്നിൽ നിന്ന് അത് മാറിയിരുന്ന ഒരു അനുഭവമായിരുന്നു. പക്ഷെ ഈ മീറ്റിങ്ങിലൊക്കെ കൂടിയതിന് ശേഷം പിന്നെയും എനിക്ക് ആ ഒരു സുവിശേഷം പറയണം എന്നുള്ളൊരു വാഞ്ച കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഇടയ്ക്ക് ഞാൻ കൊല്ലത്തൊരു യാത്ര പോവുകയുണ്ടായി. അങ്ങനെ ഒരു മുസ്ലിം ലേഡിയോട് ഞാൻ സുവിശേഷം പറയുകയും അവരുടെ ചില വിഷയങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സൺഡേയിൽ അവര് ഞങ്ങളുടെ ചർച്ചിൽ വന്ന് ദൈവത്തെ ആരാധിക്കാനായിട്ട് കഴിഞ്ഞു. അതേപോലെ 1-2 മുസ്ലിം തീർച്ചയായും കർത്താവ് അനേകരുടെയിൽ തകർന്ന അനേക ഭവനങ്ങളെ വിടുവിക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും അവരെ സൗഖ്യമാക്കുക, ലോകമെമ്പാടും അറിയിക്കാനുള്ള വിളി നമ്മുടെ മേലുണ്ട്. ക്രിസ്തുവിനെ ജ്വലിപ്പിക്കുക, കൂട്ടായ്മ ചേർന്നിരിക്കുക, ബലപ്പെടുക, അഭിഷേകത്താൽ നിറയുക. ഇനിയും ദൈവം ഉപയോഗിക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ബ്രദർ, ഇപ്പൊ ദാവീദിന് പാട്ട് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഞാൻ എന്റെ ഒരു ഇതില് എനിക്കിപ്പോ ഇത് തുടങ്ങി വെച്ചിട്ടുണ്ട്. എനിക്ക് 2 പാട്ട് അങ്ങനെ കിട്ടി, 4 വരി വെച്ചിട്ട്. ദൈവം ആദ്യത്തെ പാട്ട് ഇങ്ങനെ വരികളാണ് തന്നത്, ട്യൂൺ പിന്നീടാണ് ചെയ്തത്. രണ്ടാമത്തെ 4 വരി ട്യൂൺ അടക്കാണ്. ഞാൻ ഉറങ്ങാൻ കിടന്ന വഴിക്കാണ് എനിക്ക് ട്യൂൺ. അപ്പൊ അത് നേരത്തെ ഞാൻ എഴുതിയ വരികൾ മറന്നുപോയപ്പോ ഞാൻ അങ്ങനെ സോറി പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ രണ്ടാമത്തെ പാട്ട് വീണ്ടും ഇങ്ങനെ മനസ്സിൽ വന്നു. അങ്ങനെ ഇപ്പൊ 4 വരിയായിട്ട് ഇങ്ങനെ 4 വരി പാട്ടുകൾ കിട്ടുന്നുണ്ട്. അത് വലിയൊരു കൃപയാ കർത്താവ് നമുക്ക്. സന്തോഷം. പിന്നെ തീർച്ചയായിട്ടും ദൈവം ഇനിയും പാട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ സംഗീതം ദൈവത്തിന് വളരെ വളരെ ഇഷ്ടമുള്ളതാണ്. ആരാധനയും സ്തുതികളും നമുക്ക് ദൈവത്തിന് അതുപോലെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയതകളെ ദൈവം നമ്മൾ പ്രബോധിപ്പിക്കാൻ അറിയത്തും. നമുക്ക് ഈ ദിവസങ്ങളിൽ തമ്പുരാൻ സംഗീതങ്ങളും ഗീതങ്ങളും പാട്ടുകളും തരുന്നത് ദൈവത്തെ സ്തുതി. അത് വലിയൊരു കൃപയാണ്, വലിയൊരു ഭാഗ്യം തന്നെയാണ്. കൂടുതൽ ജ്വലിപ്പിക്കുക, ഇനിയും പാട്ടുകൾ ഉണ്ടാകട്ടെ. അത് എന്ത് ചെയ്യുക, അത് അതിൽ ചിട്ടയിലേക്ക് കൊണ്ടുവരിക, അതൊരു ആൽബമാക്കി മാറ്റുക, അത് റിലീസ് ചെയ്യുക. ആ പാട്ടിലൂടെ തന്നെ അനേക യേശുവിലേക്ക് ഇടയായി തരും കേട്ടോ. ജ്വലിപ്പിക്കുക. കർത്താവെ, ഞാൻ അനുഗ്രഹിച്ചു തുടങ്ങുന്നപ്പോൾ അത് ക്ലിയർ ആകട്ടെ, വിഷനുകൾ ഓപ്പൺ ആകട്ടെ, ആഴമായി ഇതിലേക്ക് കയറി പോകുവാൻ യേശു തന്ന അധികാരത്തെ ഉപയോഗിക്കുന്നപ്പ, ബ്ലസ് ചെയ്ത് പ്രേമകളുടെ ആത്മമണ്ഡലങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പ, അനുഗ്രഹിക്കുന്നപ്പ, അനേകർക്ക് അത് അനുഗ്രഹമാകണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കൂടുതൽ പ്രയോജനപ്പെടട്ടെ കേട്ടോ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. കൊല്ലത്തെ മീറ്റിംഗിൽ ഒരു ലീലാമ്മയുടെ പേര് പറഞ്ഞായിരുന്നു.
ഭവനം ഒരു ശാപത്തിന്റെ ഭവനമാണെന്ന് എല്ലാവരും പറയുന്നു. അതൊരു അനുഗ്രഹത്തിന്റെ ഭവനമാക്കി തീർക്കുമെന്ന് ബ്രദർ പറഞ്ഞായിരുന്നു. അത് ഞാൻ ഏറ്റെടുക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും സ്വീകരിച്ചോ. വലിയ സാക്ഷ്യമാക്കി തമ്പുരാൻ മാറ്റും കേട്ടോ. ദൂതുകളും ആലോചനകളും വരുമ്പോ ചാടി പിടിച്ചോണം. അത് കർത്താവിന്റെ നാമത്തിൽ സാക്ഷ്യമാക്കി തമ്പുരാൻ മാറ്റും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 മറ്റാരെങ്കിലും ഉണ്ടോ? ആ പ്രൈസലോട് കഴിഞ്ഞ ദിവസം ബ്രദർ പറഞ്ഞിരുന്നു ഒരു ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് ബിജു എന്ന് പറഞ്ഞു. ബിജു എന്റെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡാണ്. അതുപോലെ സുരേഷ്, അത് എന്റെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡാണ്. അത് സ്വീകരിച്ചോ? കർത്താവ് അത് സാക്ഷ്യമാക്കി ആലോചനകളെ സ്വീകരിച്ച് എഴുതി വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചോണം, പ്രാർത്ഥിച്ചോണം. പരിശുദ്ധാത്മ നിറങ്ങി കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. പറഞ്ഞു. എന്റെ മോൾക്ക് മൈഗ്രെയിൻ ആയിട്ട് കുറെ കാലമായിട്ട് മൈഗ്രെയിൻ ആയിട്ട് തുടർച്ചയായിട്ട് മൈഗ്രെയിൻ ആയിരുന്നു. ന്യൂറോളജിസ്റ്റിന്റെ അടുത്ത് നിന്നൊക്കെ മെഡിസിൻ വാങ്ങിച്ചു കഴിച്ചിട്ടൊന്നും ഒരു കുറവില്ലായിരുന്നു. അപ്പൊ ഞങ്ങള് പ്രാർത്ഥിച്ചായിരുന്നു എവിടുന്നെങ്കിലും അലോപ്പതി ഒക്കെ ചെയ്തിട്ടൊന്നും ഒരു രക്ഷയില്ല. അപ്പൊ ഏതെങ്കിലും ഒരു ഡോക്ടറെ കിട്ടുകയാണെങ്കിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അന്നേരം കേരളത്തിലൊരു ആയുർവേദത്തിന്റെ അത് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ അന്നേരം ഞങ്ങൾ കേരളത്തിൽ ചെന്നപ്പോൾ ഡോക്ടർ ഇല്ലായിരുന്നു. പിന്നെയും പ്രാർത്ഥിച്ച ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കിട്ടണേന്ന്. അപ്പൊ ഒരു വർമ്മ ചികിത്സൻ ഒരു ഡോക്ടറിന്റെ ഇത് കിട്ടി. അവിടെ ചെന്ന് ഒരു 2-3 മിനിറ്റ് കൊണ്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്തു. അതൊക്കെ അത് ശരിയായി. അത് പിന്നെ അത് ആ മൈഗ്രെയിൻ അങ്ങോട്ട് കംപ്ലീറ്റ് മാറിപ്പോയി. അപ്പം ദൈവത്തിന് നന്ദി പറയുന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു എവിടെയെങ്കിലും അതിന് ട്രീറ്റ്മെന്റ് ഉണ്ടായിരിക്കണമെന്ന്. നന്ദി കർത്താവേ, കൊടുത്ത വിടുതലിന് നന്ദി. ഇനി അത്